So good evening. ആരൊക്കെയുള്ള ഇവിടെ നോക്കട്ടെ. Alan is here, Adar is here, Sonu Thomas as usual is here, Hiba is here, Sharon is here, Ashwati Santosh is here. Okay, so വരുന്ന വഴിക്ക് ഭയങ്കര ഒരു മഴ പെയ്തു. അത് കാരണം മൊത്തത്തിൽ നനഞ്ഞു പോയി. എക്സ്പെക്റ്റ് ചെയ്യാണ്ടായിരുന്നു പെട്ടെന്ന് മഴ പെയ്തത്. അപ്പോൾ അതാണ് ചെറുതായിട്ടൊന്ന് ഡിലേ ആയ കാര്യം. അപ്പോൾ സോ ഇന്നത്തെ കോംബി ക്ലാസ്സിന് ചെറിയ പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോപ്പ യൂട്യൂബ് ചാനൽ വഴി ഈ ഒരു അക്കാഡമിക് ഇയറിലേക്ക് കിട്ടാൻ പോകുന്ന അവസാനത്തെ കോംബി ക്ലാസ് ആണിത്. നമ്മൾ ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ഇതിനോടകം കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇത് നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ്. സോ ആരൊക്കെയുള്ള ഗുഡ് ഈവനിങ്. ഡോക്ടർ സോനു, ശ്രേയ is saying hi, Akwil is saying hi, Adar Muhammad is saying hi. So hi everyone, so happy to see you everyone. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അവസാനത്തെ ക്ലാസ് ആണ് അല്ലേ. റേ ഓപ്റ്റിക്സ് ഒരുപാട് കാലമായിട്ട് പ്രോബബ്ലി ഞാൻ എടുത്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയ റിക്വസ്റ്റിൽ ഒന്നായിരുന്നു റേ ഓപ്റ്റിക്സ് എടുക്കുക എന്ന് പറയുന്നത്. സോ വി ഹാവ് കെയിം ദിസ് മച്ച് അല്ലേ. ഒരു വലിയൊരു ജേർണി ആയിരുന്നു റൈറ്റ് സ്റ്റാർട്ടിങ്. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഞാൻ എടുത്ത ഫസ്റ്റ് കോംബി വാസ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, അപ്പോൾ അതിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് വി ഹാവ് കെയിം എ ലോങ് വേ അല്ലേ. ഒരുപാട് ചാപ്റ്റേഴ്സ് എടുത്തു തരാൻ പറ്റിയിട്ടുണ്ട്. മോസ്റ്റ് പ്രോബ്ലി എന്താ പറയുക, അറൗണ്ട് 10-12 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഞാൻ മാത്രം എടുത്തു തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ. എനിക്കും ഐ ആം സോ ഹാപ്പി ആൻഡ് ഐ ഗെസ് യു ആർ ഓൾസോ ഹാപ്പി വിത്ത് ദാറ്റ്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് ഐ ടോൾഡ് യു റേ ഓപ്റ്റിക്സ് പറയുന്നൊരു ചാപ്റ്ററാണ്. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള, ഒരുപാട് പേർക്ക് ഒന്നും അറിയാത്ത എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് റേ ഓപ്റ്റിക്സ്. അഗൈൻ അപ്പോൾ സാറ് എല്ലാ തവണയും എന്ന് പറയുന്നൊരു കാര്യമാണ് സിമ്പിളാണെന്ന്. ഡെഫിനറ്റ്ലി എനിക്ക് ഈസിയായ ചാപ്റ്റേഴ്സ് എടുക്കാറ്, അത് നിങ്ങൾക്ക് ഈസിയാക്കി തരാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണ് റേ ഓപ്റ്റിക്സ് വേണ്ടത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഡോപ്പയിൽ യൂഷ്വൽ എടുക്കുന്ന പോലെ ഒരു പെരിഫറൽ ഐഡിയ മതിയോ, ജസ്റ്റ് ഒരു പെരിഫറി ആയിട്ടൊരു ഐഡിയ മതിയോ, ഓർ യു വാണ്ട് ഇൻ ഡീറ്റെയിൽ, അതായത് തിയറി എല്ലാം ഒന്ന് പറഞ്ഞ് തിയറി ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് അത്യാവശ്യം ലെങ്ത്തിൽ വേണോ എന്നുകൂടെ നിങ്ങൾ പറയണം. ആൻഡ് യുനോ ഏതാണെങ്കിലും ഐ ആം റെഡി ടു ടേക്ക്, ബട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് അറൗണ്ട് 2 to 2.5 hours, 2.5 മണിക്കൂറിനടുത്ത് നിങ്ങൾ എനിക്ക് തരേണ്ടി വരും വൃത്തിയായിട്ട് ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പറയണം എങ്ങനെയാണ് വേണ്ടത്. എനിത്തിങ് ഇസ് ഫൈൻ ഫോർ മീ. നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ റേ ഓപ്റ്റിക്സ് എടുത്തു തരാം. ഓക്കെ, സോ വാട്ട് എവർ യു വാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫൈൻ. ഒരു മാസത്തെ കാത്തിരിപ്പാണ് റേ ഓപ്റ്റിക്സ്. ഡെഫിനറ്റ്ലി എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെയാണ്. ഒരുപാട് കാലമാണ്. അതിന് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അത്രയും എനിക്ക് എടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. സോ ദിസ് ഇസ് ടുഡേയ്സ് എ ഡേ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് വേണം, തിയറി വേണം. സോ എല്ലാവരും നമുക്ക് അങ്ങനെ തന്നെയാണ് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു റേ ഓപ്റ്റിക്സ് അല്ലേ. അപ്പോൾ റേ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി ഓരോ സാറന്മാർക്ക് ദേ ഹാവ് ദെയർ ഓൺ വേ ഓഫ് ടേക്കിംഗ് ദ റേ ഓപ്റ്റിക്സ് അല്ലേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ റേ ഓപ്റ്റിക്സ് എടുക്കുന്നതാണ്. സോ മൈ വേ, അല്ലെങ്കിൽ ദ യൂഷ്വൽ വേ ഓഫ് ടേക്കിംഗ് കൺവെൻഷണൽ വേ എന്ന് പറയുന്നത്, ഫസ്റ്റ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് റിഫ്ലക്ഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം നമ്മൾ റിഫ്ലക്ഷൻ പഠിക്കും. ദെൻ വിൽ ബി ലേണിംഗ് റിഫ്രാക്ഷനെ കുറിച്ച് പഠിക്കും. ആൻഡ് ആഫ്റ്റർ റിഫ്രാക്ഷൻ വിൽ ബി മൂവിങ് ഇൻ ടു സംതിങ് നോൺ ആസ് വാട്ട് lenses. Okay, lensesലേക്ക് പോകും. Then we will learn about prisms and we will learn about what that optical instruments. Okay, so ഇത്രയും ഹെഡിങ്സിലാണ് that you are going to learn the optics. Okay ആണല്ലോ. സോ ഇത്രയും കാര്യത്തിലാണ്. ഡെറിവേഷൻസ് ഒന്നും വേണ്ട, ഡെഫിനറ്റ്ലി ഡെറിവേഷൻസ് അല്ലെങ്കിലും ഉണ്ടാവില്ല. ഓക്കെ, സോ എന്താണ് നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ചാപ്റ്റർ. ഓക്കെ, സോ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് റിഗാർഡിംഗ് ദി റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലേ. Okay, so anything to begin with, since you need from base, I am ready to start from base. So നമുക്കറിയാം what is a light. Light എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, it's a form of energy which helps us to see objects അല്ലേ. നമുക്ക് ചുറ്റുമുള്ള മനോഹരമായിട്ടുള്ള സാധനങ്ങൾ കാണാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി സോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലൈറ്റ് എന്ന് വിളിക്കുക അല്ലേ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ലൈറ്റിനെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. ഓക്കെ, സോ
വാട്ട് ഡു യു മീൻ ബൈ റിഫ്ലക്ഷൻ? നിങ്ങൾക്ക് റിഫ്ലക്ഷൻ ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് റിഫ്ലക്ഷൻ എന്നുള്ളത് അല്ലേ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയാൽ യു ക്യാൻ സീ എ ബ്യൂട്ടിഫുൾ മൗണ്ടെയിൻസ്, ഹിൽസ്, എവറിത്തിങ്, ആൻഡ് അതിൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് താഴെ വെള്ളത്തിൽ കാണാം അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി കോൾഡ് ആസ് റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് നോൺ ആസ് റിഫ്ലക്ഷൻ. ഓക്കെ, സോ എന്താണ് റിഫ്ലക്ഷൻ? ഞാൻ ജസ്റ്റ് ബേസ് ആയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഡെഫിനിഷൻസും എല്ലാം ജസ്റ്റ് അറിയുന്നവർക്കൊക്കെ അറിയാം. ജസ്റ്റ് ഒരു 10 സെക്കൻഡ് തന്നാൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളിലേക്ക് എത്തും. അപ്പോൾ എന്താണ് ലൈറ്റ് എന്താണ് റിഫ്ലക്ഷൻ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതായത് ഒരു സർഫസിലേക്ക് ഒരു ലൈറ്റ് വന്ന് തട്ടി അതേ സർഫസിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. ഓക്കെ, അതാണ് ഫൈൻ. ഇപ്പോൾ എന്തൊക്കെയാണ് ഡെറിവേഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഡീറ്റെയിൽ ക്ലാസ് വേണം. ഓക്കെ, അതുണ്ടാവും. ക്വസ്റ്റ്യൻ കൂടെ തിയറി എടുത്താൽ നന്നായിരുന്നു. ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതിന് പാരലായിട്ട് തിയറി പറഞ്ഞിട്ടേ പോകുള്ളൂ കേട്ടോ. മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് വേണ്ട തിയറി ഓൾറെഡി തരും പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ജസ്റ്റ് തിയറി കൂടെ പറഞ്ഞുതരാം. ഹായ് സർ, സീയിങ് ആഫ്റ്റർ ലോങ് ടൈം, മിസ്റ്റർ വണ്ടർഫുൾ ക്ലാസ്സസ്, താങ്ക് യു സോ മച്ച്, ദാറ്റ് മീൻസ് എ ലോട്ട്. ഓക്കെ, സോ നമുക്കറിയാം എഗെയിൻ വി ആർ ലേണിംഗ് അബൌട്ട് ദി ലോസ് ഓഫ് റിഫ്ലക്ഷൻ അല്ലേ. ലോസ് ഓഫ് റിഫ്ലക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻലി 2 ലോസ് ആണ് അറിയേണ്ടത്. ഫസ്റ്റ് വൺ ഇസ് എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനോട് ഈക്വൽ ആയിരിക്കും. ശരിയാണല്ലോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ അതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം യു ഹാവ് എൻ ഇൻസിഡൻറ്റ് റേ, യു ഹാവ് എ റിഫ്ലക്റ്റഡ് റേ, യു ഹാവ് എ നോർമൽ അല്ലേ. നോർമൽ എന്ന് പറയുന്നത് എന്താണ്? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ കമ്മിങ്, സോ നമുക്ക് 3 തരത്തിലുള്ള റിഫ്ലക്ഷൻ. നമ്മൾ റിഫ്ലക്ഷൻ എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിലുള്ളത് ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലെയിൻ മിറർ അല്ലേ. പ്ലെയിൻ ആയിട്ട്, അതായത് ഭയങ്കര പ്ലെയിൻ ആയിട്ടിരിക്കുന്ന സർഫസിനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷെ അതല്ലാണ്ട് നമുക്കറിയാം മുന്നിലേക്ക്, അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഇമേജ്. സോ ദിസ് ഇസ് നോൺ ആസ് എ കോൺവെക്സ് മിറർ അല്ലേ. അതുപോലെ ദിസ് ഇസ് നോൺ ആസ് കോൺകേവ് മിറർ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. എങ്കിൽ പോലും അതിലും റിഫ്ലക്ഷൻ സംഭവിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ്, സപ്പോസ് ഈ ഒരു പോയിന്റിലുള്ള റിഫ്ലക്ഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വേറെ ഒന്നും ചെയ്യേണ്ട. ആ ഒരു പോയിന്റിലൂടെ ഒരു ടാൻജന്റ് അങ്ങ് വരയ്ക്കാം. ഒരു ടാൻജന്റ് അല്ലെങ്കിൽ ഒരു നോർമൽ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് അവിടേക്ക് ഒരു നോർമൽ വരച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് യു ക്യാൻ ഈസിലി എലിസിറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സെയിം അപ്ലൈസ് ചെയ്യാർ. ഓക്കെ ആണല്ലോ. ഏത് പോയിന്റാണോ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത് അവിടെ ഒരു ടാൻജന്റ് കൊടുക്കുക. അവിടെ ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഡെമോൺസ്ട്രേറ്റ് ബോത്ത് ഇൻസിഡൻസ്, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ഓൾ ദി സ്റ്റഫ്. ഓക്കെ ആണല്ലോ. സോ അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള 3 മിറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണ്? ദ ഇൻസിഡൻറ്റ് റേ, നോർമൽ ടു ദ മിറർ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ. എന്താ ഉദ്ദേശിച്ചത്? ഒരു ഇൻസിഡൻറ്റ് റേ, ഒരു റിഫ്ലക്റ്റഡ് റേ, നോർമൽ, ഇത് 3 ഒരു പ്ലെയിനിൽ അല്ലെങ്കിൽ ഒരു പ്രതലത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു കൈ അല്ലെങ്കിൽ ഒരു പേപ്പർ കൊണ്ട് ഈ 3 റേസിനെയും ഒരുമിച്ച് തൊടാൻ കഴിയും. ഇവർ ഒരു പ്ലെയിൻ, അതായത് ഇപ്പം എൻ്റെ മുമ്പിലെ ടേബിൾ ആണെങ്കിൽ ആ ടേബിളിലായിരിക്കും 3 റേയും ഉണ്ടാവുക. അത് കാണിക്കാനാണ് ഈ ഒരു ഇമേജ് സാർ ഇവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. സി ദിസ് ഇസ് ദി ഇൻസിഡൻറ്റ് റേ. അത് ഈ ഒരു പ്ലെയിൻ എടുക്കാം. ഈ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർഫസ് എടുക്കാം. കണ്ടോ? ആ ഒരു സർഫസിൽ തന്നെയാണ് ഇൻസിഡൻറ്റ് റേ കിടക്കുന്നത്. നോർമൽ ആ സർഫസിൽ തന്നെയാണ് കിടക്കുന്നത്. റിഫ്ലക്റ്റഡ് റേ ആ സർഫസിലാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെക്കൻഡ് ലോ എന്ന് വിളിക്കുന്നത്. ദ ഇൻസിഡൻറ്റ് റേ, ദി നോർമൽ, ദ റിഫ്ലക്റ്റഡ് റേ ഓൾ ലൈ ഇൻ ദി സെയിം പ്ലെയിൻ. ഓക്കെ ആണല്ലോ. സോ അതിനെയാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. മനസ്സിലായല്ലോ? ഗ്രേറ്റ്. പിന്നെയുള്ളൊരു കൺസെപ്റ്റാണ് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. അതിനെ നമ്മൾ 2ആയി പറയുന്നുണ്ട്. റെഗുലർ ഉണ്ട്, ഇറഗുലർ ഉണ്ട്. എന്താ സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ. യൂഷ്വലി നമ്മൾ റിഫ്ലക്ഷൻ പറയാറുള്ളത് ഒരു റെഗുലർ സർഫസ് ആണ് അല്ലേ, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസിലാണ്. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ എൻ ഇറഗുലർ സർഫസ്, അതായത് അവിടെ ഇവിടേക്ക് ഇടിച്ചിടിച്ച് ഒരു ശരിയല്ലാത്ത സർഫസ്, ഒരു പൊളിഞ്ഞ സർഫസിൽ റിഫ്ലക്ഷൻ നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നമ്മുടെ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ഇറഗുലർ റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് വാട്ട് ഈസ് ഇറഗുലർ റിഫ്ലക്ഷൻ. വെൻ ദ ലൈറ്റ് ഫോൾസ് ഓൺ എ റഫ് സർഫേസ് ഇറ്റ് അണ്ടർഗോസ് ആൻ ഇറഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ. ഓക്കെ, സോ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഐ നോ ഇറ്റ്. ജസ്റ്റ് ഒരു ബിൽഡപ്പിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. നൗ വി ആർ മൂവിങ് ഇൻ ടു പ്രോപ്പർ കേസസ്. സോ എന്നെ സംബന്ധിച്ച് ദ റേ ഓപ്റ്റിക്സ് സ്റ്റാർട്ട്സ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക്സ് ഓഫ് ആൻ ഒബ്ജക്ട് ആൻഡ് ആൻ ഇമേജ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതെന്താണ്, വാട്ട് ഈസ് ആൻ ഒബ്ജക്ട്, വാട്ട് ഈസ് ആൻ ഇമേജ്, വാട്ട് പേർപ്പസ് ഡസ് ഇറ്റ് സെർവ് ഇൻ എ റേ ഡയഗ്രാം. നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ യു ക്യാൻ ഈസിലി സോൾവ് എനി റേ ഓപ്റ്റിക്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈറ്റ് സോഴ്സ്, അഥവാ എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത്
അതിനെയാണ് നിങ്ങൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ നിന്നാണോ ലൈറ്റ്, അതായത് നമ്മുടെ റിഫ്ലക്ഷനോ റിഫ്രാക്ഷനോ എന്തോ ആയിക്കോട്ടെ, ഈ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടി എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത് ആ ഒരു സാധനത്തിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കുക, ഒബ്ജക്റ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദി ഇൻസിഡൻറ്റ് റേസ്. ഓക്കെ ആണല്ലോ? ഇൻസിഡൻറ്റ് റേസിനെ വെച്ചാണ് നീ ഒരു സാധനത്തിനെ ഒബ്ജക്റ്റ് ആണോ ഇമേജ് ആണോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് രണ്ട് ടൈപ്പ് ഒബ്ജക്റ്റ് ഉണ്ട്. യു ക്യാൻ ഐദർ ഹാവ് എ റിയൽ ഒബ്ജക്റ്റ് ഓർ യു ക്യാൻ ഹാവ് എൻ വിർച്വൽ ഒബ്ജക്റ്റ്. അപ്പോൾ റിയൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിച്ചേ, ഇതാണ് റിയൽ ഒബ്ജക്റ്റ്. അതായത് റിയൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആക്ച്വലി റേസ് വരും, അതായത് ആ ഒരു ഒബ്ജക്റ്റ് റേസ് എമിറ്റ് ചെയ്യും. അതിനാണ് റിയൽ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ വിർച്വൽ ഒബ്ജക്റ്റ്? ശ്രദ്ധിച്ചേ, ഇതാണ് വിർച്വൽ ഒബ്ജക്റ്റ്. വിർച്വൽ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വരുന്ന പോലെ തോന്നും. ഓക്കെ ആണല്ലോ? സപ്പോസ് ഈ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇത് ആക്ച്വലി പുറത്തേക്കായിരിക്കും കേട്ടോ, പുറത്തേക്ക്. ഓക്കെ, അവിടെ നിന്ന് പുറത്തേക്ക്, അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പോലെ തോന്നുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ദാറ്റ് ഈസ് നോൺ ആസ് എ വിർച്വൽ ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ? ശരിക്കും ഒബ്ജക്റ്റ് അവിടെ അല്ല, പക്ഷേ ഇറ്റ് ജസ്റ്റ് എമിറ്റ്സ് ലൈറ്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു വിർച്വൽ ഒബ്ജക്റ്റ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൈക്രോസ്കോപ്പ് പഠിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് ആദ്യം ഒരു ഇമേജ് ഉണ്ടാവും, ആ ഇമേജ് ആക്ട് ആസ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു വിർച്വൽ ഇമേജിനെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ദർ ഇസ് എ വിർച്വൽ ഒബ്ജക്റ്റ് ഓൾസോ. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് ഇസ് റിഗാർഡിങ് ഇമേജ്. എന്താണ് ഇമേജ് എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു, ഇമേജ് എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന റേസ് ഒന്നെങ്കിൽ ശരിക്കും കൂട്ടിമുട്ടണം, ഇല്ലെങ്കിൽ ദേ അപ്പിയേഴ്സ് ടു മീറ്റ്, അല്ലേ? അവർ കൂട്ടിമുട്ടുന്നതായിട്ട് തോന്നും. അങ്ങനെയുള്ള രണ്ട് കാറ്റഗറിനാണ് നമ്മൾ റിയൽ ഇമേജ് അതുപോലെ തന്നെ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ആ കാര്യങ്ങളൂടെ മനസ്സിലാക്കുക. സോ വാട്ട് ഡു യു മീൻ ബൈ റിയൽ ഇമേജ്? ശ്രദ്ധിച്ചേ, ഇതാണ് റിയൽ ഇമേജ്. എന്താണ് റിയൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശ്രദ്ധിച്ചേ, ഇവിടെ റേ വരുന്നുണ്ട്, അത് ശരിക്കും കൂട്ടിമുട്ടുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ ഇവർ ഇങ്ങനെ പോയി, ദേ ആർ ആക്ച്വലി മീറ്റിംഗ് അറ്റ് ദിസ് പോയിന്റ്. ശരിയാണല്ലോ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ ഇമേജ് എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ റിയൽ ഇമേജ്? റിയൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷൻ എന്തും ആവാം, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് ശരിക്കും ആ രണ്ട് ലൈൻസും കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ അതിനെ റിയൽ ഇമേജ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ വിർച്വൽ ഇമേജ്? എന്താണ് വിർച്വൽ ഇമേജ്? വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ ഒബ്ജക്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. അവർ ശരിക്കും കൂട്ടിമുട്ടില്ല, പക്ഷെ കൂട്ടിമുട്ടുന്നത് പോലെ തോന്നും. ഈ റേസ് ഇങ്ങനെ അങ്ങ് ഡൈവേർട്ട് ചെയ്ത് പോവാണ്. പക്ഷെ നമ്മളതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിലോ അത് ഏതോ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്ന പോലെ തോന്നും. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ വിർച്വൽ ഒബ്ജക്റ്റ് ആൻഡ് വിർച്വൽ ഇമേജ്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചു, ഇമേജ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ ആണല്ലോ? സോ next we are going to learn about the reflection from a plane mirror. Okay, next we are going to learn about reflection from a plane mirror. എന്താണ് പ്ലെയിൻ മിററിൻ്റെ റിഫ്ലക്ഷൻ്റെ പ്രത്യേകത? ജസ്റ്റ് തിയറി ആസ്പെക്ട്സ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഫോൾസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ എന്ന രീതിയിൽ ചോദിക്കാം. ആദ്യത്തെ കൺസെപ്റ്റ്, ദ ഇമേജ് ഇസ് ലാറ്ററലി ഇൻവേർട്ടഡ്. അതായത് നിൻ്റെ റൈറ്റ് സൈഡ് പ്ലെയിൻ മിറർ ലെഫ്റ്റ് സൈഡായിട്ടും ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായിട്ടും പറയും. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദ സ്വാപ്പിംഗ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇൻ എ മിറർ. ഓക്കെ ആണല്ലോ? ഇടത് ഭാഗം വലതായിട്ടും വലത് ഇടതായിട്ടും തോന്നുന്ന ആ ഒരു ഫിനോമിനയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കാര്യം, ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ യൂണിറ്റിയാണ്. എന്താടാ പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ യൂണിറ്റ് അഥവാ m=1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ സൈസ് ഓഫ് ഒബ്ജക്റ്റ് അത്ര തന്നെ സൈസേ ഇമേജിനും ഉണ്ടാവുള്ളൂ. അതായത് 1 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഇമേജ് ആയിട്ട് തന്നെയാണ് വരിക. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് അനദർ തിങ്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ശ്രദ്ധിച്ചേ, ടു സീ എ കംപ്ലീറ്റ് ഇമേജ് ഇൻ എ പ്ലെയിൻ മിറർ ദ മിനിമം ലെങ്ത് ഓഫ് പ്ലെയിൻ മിറർ ഷുഡ് ബി ഹാഫ് ദി ഹൈറ്റ് ഓഫ് ദി പേഴ്സൺ. അതായത് നീ 1 മീറ്റർ ഹൈറ്റുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു 2 മീറ്റർ ഹൈറ്റുള്ള ആൾ, ഇയാളെ കംപ്ലീറ്റ് ആയിട്ട് നിനക്ക് മുമ്പിലുള്ള ഒരു പ്ലെയിൻ മിററിൽ കാണണം. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, അമ്മ പുതിയൊരു വീട് പണിയാണ്, അതിൽ ഒരു മിറർ വെക്കണം മോനെ അല്ലെങ്കിൽ മോളെ, എന്നെ മൊത്തം എനിക്കതിൽ കാണണം. അപ്പോൾ എനിക്ക് പൈസ കുറവാണ്, അതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും ചെറിയ വലുപ്പത്തിൽ വെക്കണം. അപ്പോൾ ഉദ്ദേശിക്കുന്ന വാട്ട് ഈസ് എ മിനിമം ഹൈറ്റ് എന്നാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് 200 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് 100 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു മിറർ വെക്കുകയാണെങ്കിൽ അയാളെ മൊത്തത്തിൽ കാണാൻ കഴിയും. മനസ്സിലായോ? സോ വാട്ട് ഈസ് എ മിനിമം ലെങ്ത് ഓഫ് ദ പ്ലെയിൻ മിറർ? ഇറ്റ് ഷുഡ് ബി ഹാഫ് ദി ഹൈറ്റ് ഓഫ് ദി പേഴ്സൺ. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇതൊരു തവണ പ്രീവിയസ് ചോദിച്ചതാണ്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അടുത്ത രണ്ട്, വാട്ട് ഡു യു മീൻ ബൈ ഡീവിയേഷൻ ഓർ ദി കൺസെപ്റ്റ് ഓഫ് ഡീവിയേഷൻ? ശ്രദ്ധിച്ചേ, ഇപ്പോൾ ഇത് ഓക്കെ, ദിസ് ഇസ് എ പ്ലെയിൻ മിറർ. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് എ പ്ലെയിൻ മിറർ ആൻഡ് യു ആർ ഹാവിങ് ആൻ ഇൻസിഡൻറ്റ് റേ. ഓക്കെ ആണല്ലോ? ഒരു ഇൻസിഡൻറ്റ് റേ ഇവിടെ കിട്ടുകയാണ്
ഐ എം ഡ്രോയിങ് എ നോർമൽ ഫോർ ഇറ്റ്. അതിനൊരു റിഫ്രാക്റ്റഡ് റേ പോവാണ്. ഓക്കെ ആണല്ലോ, ഒരു റിഫ്രാക്റ്റഡ് റേ പോവാണ്. ദിസ് ഇസ് ആംഗിൾ ഐ ആൻഡ് ദിസ് ഇസ് ആംഗിൾ ആർ. ഓക്കെ ആണല്ലോ. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആക്ച്വലി ഇൻസിഡൻറ്റ് റേ പോകേണ്ടത് ഇങ്ങനെ ആയിരുന്നു. ഓക്കെ, സോ ദിസ് വാസ് ദി ആക്ച്വൽ പാത്ത് ഓഫ് ഇൻസിഡൻറ്റ് റേ. പക്ഷേ എന്തോ പ്രശ്നം കൊണ്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോയി. ശരിയാണല്ലോ, അതങ്ങ് റിഫ്ലക്റ്റ് ചെയ്ത് പോവാണ്. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് പറ്റും? ഇപ്പോൾ ഇങ്ങനെയാണ് റിഫ്ലക്റ്റഡ് റേ പോയത്. അപ്പോൾ ഇത്രയ്ക്ക് ഇതങ്ങ് ഡീവിയേറ്റ് ചെയ്ത് പോയി, അല്ലെങ്കിൽ ഇത്രയും ഇത് വഴി മാറിപ്പോയി. അങ്ങനെ എത്ര വഴി മാറി അതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ അഥവാ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെൽറ്റ എന്ന് പറയുന്നത് എത്രയാടാ? അതിനാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ നോർമൽ പാത്തിൽ നിന്ന് എത്ര മാറിയാണ് പോയത്. ദാറ്റ് ഈസ് ബേസിക്കലി ആൻ ആംഗിൾ. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് പറയുന്നത് ശ്രദ്ധിച്ചേ. നമുക്കറിയാം ഈ ഡെൽറ്റേനെ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈ മൊത്തം ആംഗിൾ കണ്ടോ, ദിസ് ഇസ് 180 ഡിഗ്രി അല്ലേ? അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? I + R കുറച്ചാൽ നമുക്ക് ഡെൽറ്റ കിട്ടുമല്ലോ, കിട്ടും. സോ ദാറ്റ് ഈസ് ബേസിക്കലി 180 ഡിഗ്രി മൈനസ് I + R. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഡു യു മീൻ ബൈ ഡീവിയേഷൻ? ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 1 + R. ഓക്കെ, ഇനി ചില സമയത്ത് ചില എക്സാംസിന് ഇതൊന്നുകൂടെ ഒന്ന് കയറ്റി ചോദിക്കാറുണ്ട്. അതായത് ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പ്ലെയിൻ മിറേഴ്സ് തരും ആൻഡ് ദേ വിൽ ബി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് പ്ലെയിൻ മിറർ തന്നിട്ടുണ്ടാവും. ആ രണ്ട് പ്ലെയിൻ മിററിന് ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ രണ്ട് പ്ലെയിൻ മിറർ ഉണ്ട്, അതിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് വിൽ ബി ദ ടോട്ടൽ ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്ലെയിൻ മിറർ തീറ്റ ഡിഗ്രിയിൽ വെച്ച് ഇവരുണ്ടാക്കുന്ന നെറ്റ് ഡീവിയേഷൻ. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജോമെട്രി ഒക്കെ ചെയ്ത് ഒരു വലിയ ഡെറിവേഷനാണ്. ഞാൻ ഒരു ഇക്വേഷൻ പറഞ്ഞുതരാം. ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്നും അറിയില്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറിയില്ല, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഒന്നും അറിയില്ല. ഓൾ വി നോ ഇസ് ഈ രണ്ട് മിററിന് ഇടയ്ക്കുള്ള ആംഗിൾ ഇസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ദ ഡീവിയേഷൻ വിൽ ബി 360 ഡിഗ്രി മൈനസ് 2 തീറ്റ. ഓക്കെ, ദ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ വിൽ ബി 360 ഡിഗ്രി മൈനസ് 2 തീറ്റ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ ആണോ? ഇനി എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് സാറ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ എവറിത്തിങ് ഇസ് എ പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ കേട്ടോ. ഞാൻ കൊണ്ടുവരുന്ന ഫാക്ട്സ് ആൻഡ് ഐ പ്രോമിസ് യു, നിങ്ങൾക്ക് നീറ്റിന് ചോദിക്കുന്ന എല്ലാ ഈച്ച് ആൻഡ് എവറി ഔട്ട് ഫോർമുല, അതായത് പുറത്തുനിന്ന് ചോദിക്കുന്ന ഫോർമുലാസ് അടക്കം ഐ ക്യാൻ പ്രോമിസ് യു ദാറ്റ് ഈസ് ദെയർ ഇൻ ദിസ് സെഷൻ. ഓക്കെ, ഇത് കഴിയുമ്പോഴേക്കും ആ എൻറ്റയർ ക്വസ്റ്റ്യൻസിൻ്റെ മോഡലിംഗ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടേ പോവുള്ളൂ. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? നമുക്ക് ഒരു രണ്ട് മിറർ ഉണ്ട്. ഓക്കെ, സോ രണ്ട് മിറർ ഉണ്ട്. ആ മിററിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. ഓക്കെ ആണോ? ആ മിററിനിടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ഇമേജസ് ക്യാൻ ബി ഫോംഡ് ബൈ ദ റിഫ്ലക്ഷൻ ബിറ്റ്വീൻ ദ മിറർ. അപ്പോൾ ഈ രണ്ട് മിറേഴ്സ് ഇങ്ങനെ വെച്ച് അവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ എത്ര ഇമേജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ തീറ്റ എത്രയെന്ന് നോക്കാം. എന്നിട്ട് ആദ്യം അവരെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അങ്ങനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ തീറ്റ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈവൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ 360/60 ചെയ്തു. ഇപ്പോൾ 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 360/60 6 ആണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ഈവൻ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി m-1. അഥവാ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ 6 - 1 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ വെച്ചിട്ടുണ്ട് അല്ലേ 360/60, അങ്ങനെ കിട്ടുന്നത് ഓഡ് നമ്പറാണ്. ഓക്കെ, ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 300 കൊടുത്ത് നോക്കി. ഓക്കെ, ഇപ്പോൾ 360/300 എന്ന് പറഞ്ഞാൽ അത് 5 ആണ്. ശരിയാണല്ലോ? 5 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ അല്ല 360 ഇനിയിപ്പോൾ എന്താ നിങ്ങൾ നോക്കിക്കോ, എന്തെങ്കിലും ഒരു ഓഡ് നമ്പർ കിട്ടണം. ഓക്കെ, എനിക്ക് പെട്ടെന്ന് കത്തുന്നില്ല. ഒരു ഓഡ് നമ്പർ കിട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ്? ഓഡ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നോക്കാം. സോ ആ ഒബ്ജക്റ്റ് ആ രണ്ട് മിററിൻ്റെയും കറക്റ്റ്, അതായത് ഇപ്പോൾ ഈ ഒരു രണ്ട് മിറർ ആണെങ്കിൽ ഇതിപ്പോൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 30 ഡിഗ്രി കറക്റ്റ് നടുക്കാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് ഇമേജ് m-1 ആയിരിക്കും. അതായത് ഇപ്പോൾ 6 - 1 5ലേക്ക് തന്നെ പോകും. അല്ല ഇത് ബൈസെക്ടറിലല്ല, ഇവിടെയോ വേറെ എവിടെയെങ്കിലും ആണ് ഇരിക്കുന്നതെങ്കിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി m. വാട്ട് വിൽ ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ്? ടോട്ടൽ നമ്പർ ഓഫ് ഇമേജസ് വിൽ ബി m. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. സോ ഇത് നിങ്ങളുടെ എക്സാമിന് സ്ഥിരമായി ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. രണ്ട് പ്ലെയിൻ ഇൻക്ലൈൻ ആയിട്ട് വെക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ, അപ്പോൾ ഓടാണെങ്കിൽ 360/θ എന്നിട്ട് അതിന് m-1 ചെയ്യുക. അല്ല ഓടാണെന്നുണ്ടെങ്കിൽ 360/θ ചെയ്തിട്ട് അത് ബൈസെക്ടറിൽ ആണെങ്കിൽ m-1 അല്ലെങ്കിൽ m തന്നെ എടുക്കുക. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. ഓക്കെ,
ഇനി ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സ്പെഷ്യൽ ഡോപ്പയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരു മിറർ വെച്ചിട്ട് ഒരു പ്ലെയിൻ മിറർ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഒരു ഇൻസിഡൻറ്റ് റേ കൊടുക്കും. ഓക്കെ, ഇൻസിഡൻറ്റ് റേ കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മിററിനെ നമ്മളൊരു തീറ്റ ആംഗിൾ അങ്ങ് തിരിക്കും. ഓക്കെ, ഒരു തീറ്റ ആംഗിൾ അങ്ങ് തിരിക്കും. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എത്ര ആംഗിൾ തിരിയും എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മിറർ ഉണ്ട്, അതിലേക്ക് ഒരു ഇൻസിഡൻറ്റ് റേ തട്ടുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു മിററിനെ ഒരു തീറ്റ ഡിഗ്രി തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം മിററിനെ തീറ്റ ഡിഗ്രി തിരിക്കുകയാണെങ്കിൽ എത്ര ആംഗിൾ ആയിരിക്കും റിഫ്ലക്റ്റഡ് റേ തിരിയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും എഗെയിൻ വലിയ ഡെറിവേഷനിലാണ്. നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത്, ഇഫ് ദ മിറർ ഈസ് റൊട്ടേറ്റഡ് ബൈ തീറ്റ, the reflected ray will rotate by 2 theta. So okay ആണല്ലോ? അപ്പോൾ തീറ്റ ആണെങ്കിൽ it will go for 2 theta. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദിസ് കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇൻസിഡൻറ്റ് റേ ഫിക്സ് ചെയ്ത് മിറർ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, തീറ്റ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ റിഫ്ലക്റ്റഡ് റേ 2 theta റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദിസ് പെർട്ടിക്കുലർ കൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇപ്പോൾ we discussed about reflection, we discussed about plane mirror. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ റിഫ്ലക്ഷനെ കുറിച്ച് പറഞ്ഞു, ബേസിക്സ് ഓഫ് റിഫ്ലക്ഷൻ, ഒബ്ജക്റ്റ് ഇമേജ് പറഞ്ഞു, എവറിത്തിങ് റിഗാർഡിംഗ് പ്ലെയിൻ മിറർ. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഈ ഒരു പേസ് മതിയോ, അതോ ഇനി പേസ് കൂട്ടണോ, അതോ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ, അതോ മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഓക്കെ, സോ നമുക്ക് തിരക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, യു ആർ ഓൾസോ ഫ്രീ, ഐ എം ഓൾസോ ഫ്രീ. നമുക്ക് വൃത്തിക്ക് റേ ഓപ്റ്റിക്സ് അങ്ങ് തീർത്ത് തരാം, കുഴപ്പമൊന്നുമില്ല. ഐ എം റെഡി ടു ടീച്ച് ഹൗ മച്ച് യു വാണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് പറയാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ ഇഷ പുഷ്കറിനി സെയിം ക്ലിയർ സർ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ ഒപ്പീനിയൻ പറയട്ടെ. എല്ലാവരും വെറുതെ ഇരിക്കരുത് നിങ്ങൾ, കാരണം ഒന്ന് ഇൻട്രാക്റ്റീവ് ആകുക കേട്ടോ. കാരണം നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്സിലേക്കൊക്കെ കയറാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചാറ്റ് ബോക്സിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മടുപ്പായിരിക്കും. സോ നിങ്ങളിവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുക. ഞാൻ പറയാം, നിങ്ങൾ ചാറ്റ് ഇൻട്രാക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഇതേ പേസിൽ മൊത്തത്തിൽ അങ്ങ് തീർത്ത് തരാം. ഓക്കെ, അല്ല നിങ്ങൾ എന്നെ ബോറടിപ്പിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വരും. കാരണം എന്തായാലും 3 മണിക്കൂർ ജസ്റ്റ് ക്യാമറ മാത്രം നോക്കിയിരിക്കുക സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. സോ നിങ്ങളിവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാണ്. നിങ്ങളും കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര അടിപൊളിയാക്കിയിട്ട് പോകാം. ഓക്കെ, ഒന്നും മാറ്റേണ്ട, ഇതുപോലെ അങ്ങ് പോയാൽ മതി. ഇത് മതി സർ, ക്ലിയർ ആണ്? മനസ്സിലായി? സെറ്റ്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ സിൻസ് വി ഹാവ് കംപ്ലീറ്റഡ് ദി topic of plane mirror, let's do the spherical mirror. Okay, so എന്താണ് spherical mirror എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഒരു പ്ലെയിൻ മിറർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നീ ഇത് സ്പെരിക്കൽ മിറർ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് ആക്ച്വലി ഒരു സ്ഫിയർ, ഒരു ഗോളം. അതിൽ നീ ഒരു പെർട്ടിക്കുലർ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്, അതിനെ മാറ്റി അതിനെ പെർട്ടിക്കുലറായിട്ട് പഠിക്കാൻ വെക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി നോൺ ആസ് എന്താ പറയുക, that's basically known as a spherical mirror. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ 2 ടൈപ്പ് മിറേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വൺ ഇസ് എ കോൺകേവ് മിറർ, അനദർ ഇസ് എ കോൺവെക്സ് മിറർ. എങ്ങനെയാണ് ഓർക്കുക? കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം, കേർവ്ഡ് ഭാഗമായിരിക്കും റിഫ്ലക്റ്റിംഗ്. അതെങ്ങനെ ഓർത്തിരിക്കുക, മനസ്സിലാക്കുക. കോൺകേവ് എന്ന് പറഞ്ഞാൽ കേവ്, കുഴി, ഓക്കെ ആണല്ലോ, ഒരു ഗുഹ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് കുഴിഞ്ഞ ഭാഗമായിരിക്കും അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫേസ്. കോൺവെക്സ് ആവട്ടെ അതിൻ്റെ പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗമായിരിക്കും എന്ത്, റിഫ്ലക്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇന്നർ സർഫേസ് ആണെങ്കിൽ കോൺകേവ്, ഔട്ടർ സർഫേസ് ആണെങ്കിൽ കോൺവെക്സ്. ഓക്കെ ആണല്ലോ? വെരി ബേസ്. ഓക്കെ, റേ ഓപ്റ്റിക്സ് വരുന്ന ഈ ക്വസ്റ്റ്യൻ സ്റ്റഫാണോ? നമ്മൾ പ്രീവിയസ് ആയി ചോദിച്ച അറൗണ്ട് ഒരു 10-20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ടഫാണ് ഈസിയാണ്. ക്വസ്റ്റ്യൻസ് ആർ ബേസിക്കലി ഈസി, ലൈക്ക് ഇഫ് യു ലേൺ വിത്ത് മീ നമുക്കത് എല്ലാം എളുപ്പമാക്കാം കേട്ടോ. ആൻഡ് ദി നെക്സ്റ്റ് തിങ്, സൈൻ കൺവെൻഷൻ. അപ്പോൾ സൈൻ കൺവെൻഷൻ ബേസിക്കലി ഓരോ ലൈക്ക് എവറി ഫാക്കൾട്ടി ടീച്ചേഴ്സ് ഇൻ ദെയർ ഓൺ വേ ആൻഡ് എവ്രി വൺ ഹാവ് ദെയർ ഓൺ കൺസെപ്റ്റ്സ് റിഗാർഡിങ് സൈൻ കൺവെൻഷൻ. അപ്പം ഞാൻ ആരും പറയുന്നത് തെറ്റാണ്, ആരും പറയുന്നത് ശരിയാണെന്നൊന്നും പറയാൻ പോകാറില്ല. ഞാൻ പഠിച്ച രീതി അല്ലെങ്കിൽ ഞാൻ റേ ഓപ്റ്റിക്സ് ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ പഠിച്ച മെത്തഡ് ഇതാണോ എന്നൊന്നും എനിക്കറിയില്ല, ബട്ട് യു നോ എവ്രി വൺ ഹാവ് ദെയർ ഓൺ വേ. മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെപ്പോഴും
ഒബ്ജക്റ്റ് എവിടെയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വരുന്ന ഡയറക്ഷൻ ആദ്യം തന്നെ വരച്ചിടാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഇതാണ് ലൈറ്റ് വരുന്ന ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ, ഇതാണ് ലൈറ്റ് വരുന്ന ഡയറക്ഷൻ. ആൻഡ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഇസ് ലൈറ്റ് പോകുന്ന ഡയറക്ഷനിലാണ് നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എങ്കിൽ ആ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ആണെങ്കിൽ that will be positive. അല്ല, if it is opposite the direction of light, that will be negative. അത് ക്ലിയർ ആയി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണ്? കാരണം എനിക്ക് രണ്ട് സൈഡിൽ നിന്നും ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, ശരിയാണല്ലോ. അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഡിസ്റ്റൻസ് എപ്പോഴും മെഷർ ചെയ്യുന്നത് നമ്മുടെ പോളിൽ നിന്ന്. ഓക്കെ ആണല്ലോ, പോളിൽ നിന്നാണ് മെഷർ, അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ് മെഷർ ചെയ്യുക. സപ്പോസ് എനിക്ക് പോളിൽ നിന്ന് സെൻറ്റർ ഓഫ് കർവേച്ചർ ഫോക്കസ് ഒക്കെ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഫിയറിൻ്റെ സെൻറ്ററിനാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ, ആ പോളിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ മിഡ് പോയിൻ്റ് ആണ് ഫോക്കസ്. ഓക്കെ ആണല്ലോ. സോ എനിക്കറിയേണ്ടത് പോളിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യാറ്, ഞാൻ പോളിൽ, അതായത് ഇവിടെ സ്കെയിൽ വെക്കും. ഇവിടെ സ്കെയിൽ വെച്ചിട്ട് സ്കെയിലിൻ്റെ 0 ഇവിടെ ആയിരിക്കും, 1, 2, 3 ഇങ്ങനെയാണ് മെഷർ ചെയ്യുക. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ഞാൻ ഈ ഡയറക്ഷനിലായിരിക്കും മെഷർ ചെയ്യുക എന്ന ബോധം നിങ്ങൾക്ക് വേണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങളുടെ സ്കെയിലിൻ്റെ 0 വെക്കേണ്ടത്, മനസ്സിൽ നിങ്ങൾ 0 വെക്കേണ്ടത് പോളിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്, ശരിയാണല്ലോ. ആൻഡ് ലൈറ്റ് ആവട്ടെ, ലൈറ്റ് ഇങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലെഫ്റ്റിലേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ഡിസ്റ്റൻസും നെഗറ്റീവ് ആവാനുള്ള കാരണം ഇതാണ്. കാരണം ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേ. ഓക്കെ ആണല്ലോ. അപ്പോൾ നേരെ മറിച്ച് നിങ്ങൾ ഒരു ഇമേജ് ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവുകയാണ്, അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ സ്കെയിൽ വെക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് 0, 1, 2 ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് പോകുന്ന അതേ ഡയറക്ഷൻ അല്ലേടാ നിങ്ങൾ മെഷർ ചെയ്യുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആവും. മനസ്സിലായോടാ? ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ഇനി മുകളിലേക്ക്, ഇനി അടുത്ത ചോദ്യം ഹൈറ്റ് ആണ്. ഇപ്പോൾ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക്, അതായത് ഇത് നിങ്ങൾ ജസ്റ്റ് വൈ ആക്സിസ് ആലോചിച്ചാൽ മതി. വൈ ആക്സിസ് മുകളിലേക്ക് പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ മുകളിലേക്ക് ഒരു ഹൈറ്റ് മെഷർ ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, താഴേക്ക് മെഷർ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആകെ 2 നിയമങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുക. എനിക്ക് 5-6 നിയമങ്ങളൊന്നുമില്ല. ഒന്ന്, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് പോസിറ്റീവ്, എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് നെഗറ്റീവ്, കഴിഞ്ഞു. എബവ് ദി ആക്സിസ് പോസിറ്റീവ്, ബിലോ ദി ആക്സിസ് നെഗറ്റീവ്. എന്നെ സംബന്ധിച്ച് എൻ്റെ റൂൾ ഓഫ് സൈൻ കൺവെൻഷൻ വെറും 2 റൂളാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് എല്ലാം ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായോ എന്ന് നിങ്ങൾ ചാറ്റിൽ പറയണം. കാരണം വിത്തൗട്ട് ലേണിംഗ് സൈൻ കൺവെൻഷൻ ദർ ഇസ് നോ പോയിന്റ് ഇൻ പ്രോഗ്രസിങ്. ഓക്കെ ആണല്ലോ. സൈൻ കൺവെൻഷൻ വെച്ചാണ് നമ്മളിനി മുന്നോട്ട് മൊത്തമായിട്ട് സഞ്ചരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഒന്ന് ഷോർട്ട് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിക്കാം. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറയാം കേട്ടോ. ചാറ്റ് മാക്സിമം ഒന്ന് ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ചധികം നേരം സംസാരിക്കേണ്ടതുകൊണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് നിങ്ങൾക്ക് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളും എൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. നമുക്ക് ഒരുമിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ സൈൻ കൺവെൻഷൻ ഓക്കെ ആണല്ലോ. അപ്പോൾ സൈൻ ഞാൻ പറഞ്ഞു പോൾ എന്നാണ് മെഷർ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് പോസിറ്റീവ്, എബവ് പ്രിൻസിപ്പൽ ആക്സിസ് പോസിറ്റീവ്. ഓക്കെ ആണല്ലോ. ലെഫ്റ്റ് ടു റൈറ്റ് ക്ലിയർ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദിസ് ഇസ് ഞാൻ പറഞ്ഞല്ലോ, വാട്ട് എവർ ഐ എം സേയിങ് ഇസ് ഓൾ കമ്മിങ് ഫ്രം വാട്ട് ഐ ഹാവ് ലേൺഡ്. ഞാനിങ്ങനെ ഒരു ഇന്ന ബുക്ക് നിന്നിട്ട് അങ്ങനെയല്ല ഞാൻ എടുക്കാറ്. ഞാൻ പഠിച്ച കാര്യം, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ എവറിത്തിങ് ഇസ് ആസ് ഫാർ ആസ് ഐ ആം തിങ്കിങ്. എല്ലാ ചാപ്റ്ററും ഞാൻ അങ്ങനെ തന്നെ എടുക്കാറ്. ഒരു ഇന്ന ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതാണ്, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവുകൾ എന്തായാലും നോട്ട്സിൽ ഉണ്ടാവും. ഓക്കെ, കാരണം ദിസ് കംസ് ഫ്രം മൈ ബ്രെയിൻ. ഓക്കെ, ഞാൻ പഠിച്ച കാര്യങ്ങൾ ടെക്സ്റ്റ് നോക്കി എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് നോക്കി എടുക്കുന്നതാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ദി സൈൻ കൺവെൻഷൻ. ഓക്കെ, എല്ലാവരും ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്, എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ഫൈൻ. സോ അതിനൊരു ചെക്ക് ബോക്സ് ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അതും വ്യക്തമായിട്ട് തീർത്തു. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് അറിയണം നമ്മുടെ സ്ഫെറിക്കൽ മിററിൻ്റെ. ഒന്നുമില്ല, ആദ്യം നിങ്ങൾ അറിയേണ്ടത് മിറർ ഫോർമുലയാണ്. ഓക്കെ, മിറർ ഫോർമുല. ഓക്കെ, സോ അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീഷൻ അത് പറയണം. മിറർ ഫോർമുല എന്ന് പറയുന്നത് 1/f is equal to
1/v plus 1/u. അപ്പോൾ എന്താണ് 1/f is equal to 1/v plus 1/u. അതാണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിൽ റിലേഷൻ ഉണ്ട്. f is equal to r/2. അതുപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ആണ്. അതിനെ നമ്മൾ -v/u എന്നുകൂടെ പഠിക്കും. നിങ്ങൾ ഇത്രയും വാല് 2 വാലാണ് മാഗ്നിഫിക്കേഷൻ പഠിച്ചത്. സാർ 2 വാലും കൂടെ എക്സ്ട്രാ തരാം. ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു f/f-u. ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു f-v/f. അപ്പോൾ ഇങ്ങോട്ട് നിങ്ങൾ മാഗ്നിഫിക്കേഷൻ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത്തും അതുപോലെ തന്നെ ഇമേജിൻ്റെ ഡിസ്റ്റൻസും തന്നിട്ട് നിങ്ങളോട് ഹൈറ്റ് ഓഫ് ഇമേജ് ചോദിക്കുകയാണെങ്കിൽ നേരെ ഈ ഫോർമുലയും കണക്ട് ചെയ്യാം. അല്ല ഇങ്ങനെ തരുന്ന വെച്ചാൽ അതായത് നിങ്ങൾക്ക് ഹൈറ്റ് ഓഫ് ഇമേജ് ഹൈറ്റ് ഓഫ് ഇത് രണ്ടും തന്നിട്ടുണ്ട്. അതായത് ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് തന്നിട്ട് ഫോക്കൽ ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ദിസ് ഫോർമുല. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് വാട്ട് the connection regarding magnification. Okay ആണല്ലോ. Fine. So that is regarding the mirror formula. Okay, so I hope what mirror formula എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ട്. So let's move to the next thing. Okay, ഈ ഒരു കാര്യം ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യമാണ്. ആൻഡ് ദിസ് ഇസ് സംതിങ് വിച്ച് യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ യുവർ മൈൻഡ്. അതായത് നിങ്ങൾ ഒരു മിറർ എടുത്തിട്ട് അതിനെ നിങ്ങളൊരു കെറോസീനിലേക്കോ ഒരു ഗ്ലിസറിൻക്കോ എന്തെങ്കിലും ഒരു ലിക്വിഡിലേക്ക് ടിപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നോ ചേഞ്ച് ഹാപ്പൻസ് ഇൻ ടു ഇറ്റ് ഫോക്കൽ ലെങ്ത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഒരു മിറർ എടുത്തിട്ട് അതിനെ ഒരു ലിക്വിഡിലേക്ക് സബ്മേർജ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഫോക്കൽ ലെങ്ത്തിന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. ഫോക്കൽ ലെങ്ത് എഫ് റിമെയിൻസ് സെയിം. ഓക്കെ ആണല്ലോ. ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് what happens to focal length. This remains same. So there should not be any controversy regarding this topic. This should be made clear here. അപ്പോൾ ഒരുപാട് പേര് എന്താ സാർ ഇങ്ങനെ പറയാം? അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് ഒരുപാട് പേര് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് ഈ കാര്യമൊക്കെ. അതുകൊണ്ടാണ് ഞാനത് ഇത്രയും എക്സ്ക്ലമേഷൻ ഇട്ട് പറഞ്ഞു. ഞാൻ ഇതുവരെ ഒരു ഫാക്റ്റും ഇതേപോലെ പറഞ്ഞിട്ടില്ല. ദ റീസൺ ബീങ് ആരും ഇത്രയും ഡൗട്ട് വെച്ച വേറൊരു ടോപ്പിക് ഇല്ല. ഓക്കെ, next we are coming into something called as an magnification. Okay ആണല്ലോ. സോ മാഗ്നിഫിക്കേഷൻ ബേസിക്കലി നിങ്ങളെല്ലാവരും ഒരൊറ്റ മാഗ്നിഫിക്കേഷൻ ആണ് പഠിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ദി നോർമൽ മാഗ്നിഫിക്കേഷൻ അല്ലേ? ഓക്കെ, സോ ആ നോർമൽ മാഗ്നിഫിക്കേഷനെ ഞാൻ വിളിക്കുന്ന പേര് ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ അപ്പാർട്ട് ഫ്രം ദിസ് ഐ വോണ്ട് ടു ടീച്ച് യു 2 more മാഗ്നിഫിക്കേഷൻ. ഓക്കെ, 2 മാഗ്നിഫിക്കേഷൻ കൂടെ ഞാൻ റേ ഒപ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് തിങ് ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ. അടുത്ത എന്താണ്? Longitudinal magnification. And the third one is called as superficial magnification. Okay, next one is known as superficial magnification. So magnification ഇലോട്ട് ഒന്നല്ല 3 ആണ്. Transverse magnification, longitudinal magnification and superficial magnification. Okay ആണല്ലോ. Fine. സോ എന്താണ് ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പഠിച്ച സാധനം ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതാണ് ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഒരു 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഒബ്ജക്റ്റ്, അത് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുമ്പോൾ അത് എത്ര സെൻറ്റിമീറ്റർ ആയിട്ട് നീളും? 3 സെൻറ്റിമീറ്റർ, ചിലപ്പോൾ 4 ആവും, 5 ആവും, 6 ആവും, അങ്ങനെ എത്ര സെൻറ്റിമീറ്റർ നീണ്ടു എന്ന് നമ്മൾ നോക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ. എത്ര നീള വ്യത്യാസം വന്നു, നീളത്തിൽ എത്ര ചേഞ്ച്, അല്ലെങ്കിൽ എത്ര കൂടുതൽ അല്ലെങ്കിൽ എത്ര കുറവ് വന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ ലെങ്ത് എലോങ് പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ചേഞ്ച്, അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ ഞാൻ ML എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ML എന്ന് വിളിക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ dv/du. അതായത് ചേഞ്ച് നമ്മൾ ആക്ച്വലി അത് എങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആദ്യം അതിൻ്റെ ഒരു എൻഡ് എടുക്കും, എന്നിട്ട് ഈ എൻഡിന് ഒരു ഒബ്ജക്റ്റായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അടുത്തത് അതിൻ്റെ അടുത്ത ടെയിൽ എൻഡിനെ നമ്മൾ അടുത്തൊരു ഒബ്ജക്റ്റായിട്ട് കണക്കാക്കും, എന്നിട്ട് അതിൻ്റെ ഇമേജ് എടുക്കും. എന്നിട്ട് ഈ u2 - u1 ചെയ്യുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ ലെങ്ത് എത്ര ഉണ്ടെന്ന് അറിയാം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു v2 - v1 ചെയ്താൽ അവസാനത്തെ ലെങ്ത് പറയും. അപ്പോൾ അതിനങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ ആയി. സോ ദാറ്റ് ഈസ് ബേസിക്കലി dv/du. ഓക്കെ ആണല്ലോ. അതിപ്പോൾ കൺഫ്യൂഷൻ അങ്ങ് പേടിക്കേണ്ട, സാർ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി -v/u the whole square. അഥവാ ദിസ് ഇസ് ആക്ച്വലി നമുക്കറിയാം v/u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് ബേസിക്കലി m². സോ ml എന്ന് പറയുന്നത് എത്രയാടാ? dv/du. ദാറ്റ് ഈസ് ഈക്വൽ ടു -v/u whole square
or minus m square. അപ്പോൾ ഇതിനെ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് v1 മൈനസ് v2 ബൈ u2 മൈനസ് u1. വേറെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ദ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്. ഓക്കെ, കണ്ടോ, v1 മൈനസ് v2 കണ്ടുപിടിക്കുക, u2 മൈനസ് u1 കണ്ടുപിടിക്കുക. അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ എന്ന് കിട്ടും. ഓക്കെ, വി ബൈ യുയിലുള്ള നെഗറ്റീവ് സൈന് സിഗ്നിഫിക്കൻസ് ഉണ്ടോ? ഉണ്ട്. ആ നെഗറ്റീവ് സൈൻ കൊടുത്ത് തന്നെ ചെയ്യണം. അത് നമ്മൾ ഡെറിവേഷനിൽ നമുക്ക് കിട്ടുന്ന നെഗറ്റീവാണ്, നമ്മൾ ആഡ് ചെയ്യുന്നതല്ല. ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷനിൽ വി ബൈ യു ആണ്, മിററിൻ്റെ മാഗ്നിഫിക്കേഷനിൽ മൈനസ് വി ബൈ യു ആണ്. ഈ രണ്ട് പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അടുത്ത കാര്യമാണ് സൂപ്പർഫിഷ്യൽ മാഗ്നിഫിക്കേഷൻ. സോ സൂപ്പർഫിഷ്യൽ മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, ചോദിക്കാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. സൂപ്പർഫിഷ്യൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റ് ഒരു 1 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്, അല്ലേ? അല്ല, സപ്പോസ് നിങ്ങളുടെ ഒബ്ജക്റ്റ് ഒരു 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് മൊത്തത്തിൽ വലുതാവും, ശരിയാണല്ലോ, ഇങ്ങനെയായിരിക്കും വലുതാവുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, അതായത് ഏരിയ ഓഫ് ദി ഇമേജ്. സോ സൂപ്പർഫിഷ്യൽ മാഗ്നിഫിക്കേഷൻ MS എന്ന് പറയുന്നത് എന്താ അറിയൂടാ, ഏരിയ ഓഫ് ഇമേജ് ബൈ ഏരിയ ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൂപ്പർഫിഷ്യൽ മാഗ്നിഫിക്കേഷൻ വിളിക്കുന്നത്. ആൻഡ് ഫോർ അവർ ബ്ലെസ്സിങ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എം സ്ക്വയർ. നമ്മുടെ മാഗ്നിഫിക്കേഷൻ്റെ സ്ക്വയർ തന്നെയാണ് സൂപ്പർഫിഷ്യൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 3 ടൈപ്പ് മാഗ്നിഫിക്കേഷൻ പഠിച്ചു. വി ലേൺഡ് അബൌട്ട് ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ, വി ലേൺഡ് അബൌട്ട് ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ, വി ലേൺഡ് അബൌട്ട് സൂപ്പർഫിഷ്യൽ മാഗ്നിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ, അപ്പോൾ ഈ 3 ടൈപ്പ് മാഗ്നിഫിക്കേഷനും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് പറയാൻ മനസ്സിലായെന്ന്. ഫസ്റ്റ് വണ്ണാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സാമിന് ആവശ്യം വരിക, ബാക്കി രണ്ടും അറിഞ്ഞിരിക്കുക. കാലം തെറ്റി ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. വിത്ത് ദാറ്റ് നോട്ട് വി ആർ കമ്മിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഇസ് നോൺ ആസ് ദി പവർ ഓഫ് മിറർ. അല്ലേ, നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഒരു മിററിൻ്റെ പവറിനെ കുറിച്ചാണ്. എന്താണ് മിററിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കൺസെപ്റ്റ് പറഞ്ഞാൽ വാട്ട് ചെയ്യുമ്പോൾ പവർ ഓഫ് എ മിറർ. ഒരു ലെൻസ് എടുത്തു, ലെൻസിൽ കാണിച്ചു തരാം. സോ ഇഫ് ദിസ് ഇസ് ദി ഫോക്കസ്, ഈ ഒരു ഇത് ഇങ്ങനെ വളയ്ക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ, അടുത്ത കാര്യം ഇതിനെ ഇങ്ങനെ ആക്കി. ഓക്കെ, അടുത്തൊരാൾ ഇതിനെ ഇങ്ങനെ ആക്കി. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും 3 ലെൻസസ് ഉണ്ട്. ഒരാൾ ഫോക്കസിന് മുന്നേ തന്നെ വളച്ചു, അടുത്ത ആൾ ഫോക്കസിന് അതിനേക്കാളും മുന്നേ വളച്ചു, അടുത്ത ആൾ ഫോക്കസ് കഴിഞ്ഞിട്ടാണ് വളയ്ക്കുന്നത്. സോ പവർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ദിസ് ഈസ് ആക്ച്വലി ദി എബിലിറ്റി ഓഫ് എ മിറർ ഓർ ലെൻസ് ടു കൺവേർജ് ദി റേ. അതായത് റിഫ്രാക്ഷനോ കഴിഞ്ഞ് വരുന്ന ഒരു റേനെ എത്ര കണ്ട് ബെൻഡ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ലെൻസിന് അതായത് റിഫ്ലക്ഷൻ കഴിഞ്ഞ് അപ്പം തന്നെ അതിൻ്റെ അടുത്തേക്ക് ഏറ്റവും അടുത്തേക്ക് തന്നെ ബെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് കൂടുതൽ പവർ ഉണ്ട്. അല്ലാതെ നല്ല ദൂരത്തിൻ്റെ അപ്പുറമാണ് ബെൻഡ് ചെയ്തെത്തുന്നതെങ്കിൽ അതിൻ്റെ പവർ കുറവാണ്. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഈസ് ബേസിക്കലി റിഗാർഡിങ് ദി പവർ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രാക്ഷനോ കഴിഞ്ഞ റേനെ എത്രയ്ക്ക് അല്ലെങ്കിൽ എത്ര കണ്ട് അതിനെ വളയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനെ ബെൻഡ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു മെഷറാണ് പവർ എന്ന് പറയുന്നത്. സോ പവർ ഈസ് ഈക്വൽ ടു 1 by focal length in meter. ഓക്കെ ആണല്ലോ, ഇത് നമ്മളൊരു മൈനസ് കൊടുക്കണം. സോ പവർ ഇസ് ഈക്വൽ ടു -1 by f. നമ്മൾ പവർ യൂഷ്വലി ഡിഫൈൻ ചെയ്യുന്ന ലെൻസിനാണ്, പക്ഷേ മിററിനും ഉണ്ടെന്നും മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും, സാർ ഇത് സെൻറ്റിമീറ്ററിനാണെങ്കിൽ എന്താ ചെയ്യുക? ഇതാണ് ഉത്തരം കേട്ടോ, 100 by f in centimeter എന്ന് കൊടുത്താൽ മതി. സോ പവർ ഇസ് ഈക്വൽ ടു -1 by f in meter വിച്ച് ഇസ് ഈക്വൽ ടു 100 by f in സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ, എഫ് ഇൻ സെൻറ്റിമീറ്റർ. ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് പോയിട്ടില്ല കേട്ടോ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് പവർ. ഓക്കെ, ക്ലിയർ ആണ്, സെറ്റാണ്. ഓക്കെ, എല്ലാവരും ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. അവസാനം ചാപ്റ്ററൊക്കെ കഴിഞ്ഞ് സാർ അപ്പം എന്താ പറഞ്ഞു, ഇത് നിങ്ങൾ നോട്ട്സ് പോലെ എഴുതുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ജസ്റ്റ് സാർ അധികം ഒന്നും സെൻറ്റൻസ് ആയിട്ട് ഒന്നും പറയുന്നില്ല, എല്ലാ ഫോർമുലാസ് മാത്രമാണ് ജസ്റ്റ് എഴുതി വയ്ക്കാൻ. നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷനൊക്കെ റയോപ്റ്റിക്സ് ഓടിച്ചു വിടാൻ പറ്റിയൊരു നോട്ടായിട്ട് ഇത് മാറും. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ദി പവർ ഓഫ് മിറർ. നെക്സ്റ്റ് തിങ്, ഒരു കുറുക്ക് വഴിയായിട്ടുള്ളൊരു ഫോർമുല, ദിസ് ഇസ് നോൺ ആസ് ന്യൂട്ടൺസ് ഫോർമുല, ഒരു ന്യൂട്ടോണിയൻ ഫോർമുല ഓഫ് റയോപ്റ്റിക്സ്. ഓക്കെ, എന്താണ് ന്യൂട്ടൺ ഫോർമുല പറയുന്നത്? ന്യൂട്ടൺ ഫോർമുലയിൽ നമ്മൾ 3 കാര്യങ്ങൾ അറിയണം. x1 എന്താണെന്ന് അറിയണം, x2 എന്താണെന്ന് അറിയണം, f എന്താണെന്ന് അറിയണം. ഓക്കെ, x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ്. ഓർത്തിരിക്കുക, ദിസ് ഇസ് ഫ്രം ഫോക്കസ്, നോട്ട് പോൾ.
ഓക്കെ, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തന്നെ തരും. ഓക്കെ, പോൾ എന്നുള്ള ഡിസ്റ്റൻസ് അല്ല, ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ദിസ് ഇസ് ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ്. എഴുതുമ്പോൾ തന്നെ പറയും ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ്, എഗെയിൻ നോട്ട് പോൾ. ഓക്കെ, ആൻഡ് എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺ സാറ് പറഞ്ഞത് x1 ഇൻറ്റു x2 എന്ന് പറയുന്നത് എഫ് സ്ക്വയർ ആണ്. എന്താണ് x1 ഇൻറ്റു x2 എന്ന് പറയുന്നത് എഫ് സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് നോൺ ആസ് ദി ന്യൂട്ടൺസ് ഫോർമുല. അപ്പോൾ ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ ഇഫ് ദിസ് ഇസ് എ കോൺകേവ് മിറർ, ഇവിടെ ഒരു ഫോർ ആൻ ഇൻസ്റ്റൻസ് ഒരു റേ ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ അറിയാമല്ലോ അല്ലേ. എഫ് സി ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണ്. ആദ്യത്തെ റേ വന്നു, പാസ് ത്രൂ ദി ഫോക്കസ്, അടുത്തൂടെ വന്നു ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇത് എവിടെ വീഴുക? ഇത് ആക്ച്വലി ഇവിടെ എവിടെയെങ്കിലും വീഴും, തൽക്കാലം ഇങ്ങനെ എടുക്കാം, കുഴപ്പമില്ല, നമ്മൾ വരച്ച തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ x1 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇറ്റ് ഷുഡ് ബി ഫ്രം ഫോക്കസ്. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് ദി ഒബ്ജക്റ്റ്, ദിസ് ഇസ് ദി ഇമേജ്. x1 എന്ന് പറയുന്നത് ഫോക്കസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് x2 എന്ന് പറയുന്നത് ഫോക്കസിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ x2? വാട്ട് ഡു യു മീൻ ബൈ ഇമേജ്? x2 എന്ന് പറയുന്നത് ഫോക്കസിൽ നിന്ന് ഇമേജിലേക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ന്യൂട്ടൺസ് ഫോർമുല? ന്യൂട്ടൺസ് ഫോർമുല ഈസ് x1 ടൈംസ് x2 ഇസ് എഫ് സ്ക്വയർ. x1 ടൈംസ് x2 ഇസ് എഫ് സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇത് എവിടെയെങ്കിലുമൊക്കെ ചൂണ്ടും, എപ്പോഴാണ് ചൂണ്ടുകയെന്ന് അറിയില്ല, ബട്ട് എവിടെയെങ്കിലും എനിക്കിത് 2-3 തവണ എനിക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് ഡിസ്റ്റൻസ് ഫ്രം പോൾ അവർ ഫോക്കസ് എന്നായിരിക്കും തരിക. അപ്പോൾ ചില പണ്ടത്തെ ഗൈഡൊക്കെ നോക്കുന്നവർ ഈ ക്വസ്റ്റ്യൻ കണ്ട് ഈ ഇക്വേഷൻ കണ്ട് വണ്ടർ അടിച്ചിരുന്നവരുണ്ട്, ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ന്യൂട്ടൺസ് ഫോർമുല. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. അടുത്തത് ഇതും എഗെയിൻ ദിസ് വാസ് സംതിങ് വിച്ച് വാസ് എ കോമൺ ഗസ്റ്റ് ഇൻ ദി എയിംസ് എക്സാം. നമ്മുടെ പണ്ട് എയിംസും ജിപ്മറൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ഥിരം അതിഥിയായിട്ട് കണ്ടിരുന്നൊരു ക്വസ്റ്റ്യനാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺകേവ് മിറർ ഉണ്ടാവും. ഓക്കെ, ഒരു കോൺകേവ് മിറർ ഉണ്ടാവും. അതിലേക്ക് ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, ഇത് ഇതിൻ്റെ ഫോക്കസ് ആണ്, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ ഒക്കെ ഉണ്ട്. അതിലേക്ക് ഒരു ഒബ്ജക്റ്റ് അപ്രോച്ച് ചെയ്യാണ് വിത്ത് ഒരു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് യു, അല്ല ഒരു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്, നമുക്ക് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്ന് എന്തെങ്കിലും എടുക്കാം. ഓക്കെ, വി ഡോണ്ട് നോ വാട്ട് ഇസ് ഇറ്റ്. ഒരു വെലോസിറ്റി ആയിട്ട് അപ്രോച്ച് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ഇമേജ്. ഓക്കെ ആണല്ലോ. ഒരു ഒബ്ജക്റ്റ് കോൺകേവ് മിററിലേക്ക് ഒരു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് വരികയാണ്. ഓക്കെ, നമുക്കറിയില്ല വെലോസിറ്റി എത്രയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര വെലോസിറ്റിയിലായിരിക്കും അതിന് ഇമേജ് മൂവ് ചെയ്യുന്നതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, ഞാൻ ഇങ്ങനെ തന്നെ എഴുതരാം. വെലോസിറ്റി ഓഫ് ഇമേജ് എന്ന് പറയുന്നത് ഓരോ ഫോർമുലയും പഠിച്ചോ. ദിസ് ഇസ് മൈനസ് ഉണ്ട്, കാരണം ഒബ്ജക്റ്റ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇമേജ് പോവുക, അതുകൊണ്ടാണ് മൈനസ് ഉള്ളത്. എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലീനിയർ മാഗ്നിഫിക്കേഷൻ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഡു യു മീൻ ബൈ വെലോസിറ്റി ഓഫ് ഇമേജ്? വെലോസിറ്റി ഓഫ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -m² ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. ഗ്രേറ്റ്. സോ വെലോസിറ്റി ഓഫ് ഇമേജ് ഇസ് ഈക്വൽ ടു -m² ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. എവിടെയാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലായല്ലോ. എല്ലായിടത്തും കൊണ്ടുപോയി അടിച്ച് തെറ്റിക്കരുത്. ഇതാകെ നമ്മൾ കോൺകേവ് മിററിൽ മാത്രമേ ഈ സാധനം വർക്ക് ആവുള്ളൂ കേട്ടോ. കോൺകേവ് മിററിൽ മാത്രമേ ചോദിക്കുകയുള്ളൂ. കോൺവെക്സിൽ ഈ ഒരു കാര്യം അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഇമേജ് ഫോം ചെയ്യുന്ന വിർച്വൽ ആയിട്ട് സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ എൻറ്റയർ ഡെറിവേഷൻ മാറും. അപ്പോൾ എന്താണ് ഒരു വെലോസിറ്റി, നമുക്ക് വെലോസിറ്റി അറിയില്ല, ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഒരു കോൺകേവ് മിററിലേക്ക് ഒരു ഒബ്ജക്റ്റ് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇമേജിൻ്റെ വെലോസിറ്റി -m² ഇൻറ്റു വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. ഗ്രേറ്റ്. സോ ദാറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ഇമേജ് ഓഫ് മൂവിങ് ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് ദി ഫസ്റ്റ് പോർഷൻ. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് റിവ്യൂ തന്നെ, ഇത്രയും എടുത്ത കാര്യങ്ങൾ മനസ്സിലായോ? എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും നേരത്തെ റേ ഓപ്റ്റിക്സ്? ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് ചെക്ക് ബോക്സ് കംപ്ലീറ്റ് ആവുകയാണ് റിഫ്ലക്ഷൻ്റെ ചെക്ക് ബോക്സ് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടിയോ, വേണ്ടതുപോലെ കിട്ടിയോ എന്ന് നിങ്ങൾ എന്നോട് പറയണം. ഓക്കെ ആണല്ലോ. ഇതേപോലെ തന്നെ റിഫ്രാക്ഷൻ, പ്രിസം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എടുത്താൽ മതിയോ എന്നുകൂടെ പറഞ്ഞാൽ ഐ ആം സോ ഹാപ്പി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അങ്ങ് കിടക്കാം. നിങ്ങൾ എനിക്ക് റിവ്യൂസ് തരണം കേട്ടോ, കാരണം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സാർ ഇങ്ങനെ പറയായിരുന്നു എന്ന് പറയരുത്, ഇപ്പം പറയണം, കാരണം റിഫ്ലക്ഷനേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും നമുക്ക് പറയാനുണ്ട്. ഓക്കെ,
ഓക്കെ സെറ്റ് തംസ് അപ്പ് മനസ്സിലായി സർ സെറ്റാണ് പെർഫെക്റ്റ് ഓക്കെ സർ പൊളിയാണ് ഓക്കെ ഫൈൻ ഗ്രേറ്റ് സോ ദാറ്റ് ഇസ് ഇനഫ് അപ്പോൾ പഠിപ്പിക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയാണ് നിങ്ങളുടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എനിക്ക് വേണ്ടത് നമുക്ക് ഞാൻ ഇടുന്ന ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ ഇടണം ഓക്കെ ആണല്ലോ ആരും ഇടാണ്ടിരിക്കരുത് എല്ലാവരും അതിൻ്റെ ഉത്തരം നോക്കണം ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകുന്നത് കേട്ടോ ഓരോ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്താണ് ജസ്റ്റ് ചെയ്യുന്നതല്ല ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 40 cm ഫ്രം എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 15 cm ഒന്ന് വരച്ചാലോ ഒരു കോൺകേവ് മിറർ ഉണ്ട് അതിൻ്റെ ഫോക്കൽ ലെങ്ത് എഫ് എന്ന് പറയുന്നത് 15 cm ആണ് ഓക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ശ്രദ്ധിച്ചേ ഇവിടെയാണ് ഫോക്കസ് വരാം ഓക്കെ നമ്മൾ ഇവിടെയാണ് ഒബ്ജക്റ്റ് വയ്ക്കാം ഇവിടുന്ന് ഇങ്ങോട്ടാണ് ലൈറ്റ് വരുന്നത് ഓക്കെ ആണല്ലോ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ലൈറ്റ് വരുന്നത് ഓക്കെ ഡിഡ് എനിത്തിങ് ഹാപ്പൻ ടു ലൈവ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണേ എൻ്റെ ഡിസ്പ്ലേ എന്തോ പറ്റി ലെറ്റ് മീ ജസ്റ്റ് ക്രോസ് ചെക്ക് ഓക്കെ ഓക്കെ ഫൈൻ അപ്പോൾ ഒരു കുഴപ്പമില്ല ഓക്കെ ഫൈൻ എൻ്റെ ഡിസ്പ്ലേ ഓഫ് ആയി പോയതാണ് ശരിയായിട്ടോ ഓക്കെ സോ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു ലൈറ്റ് വരുന്നത് ഈ ഡയറക്ഷനിലാണ് നമ്മൾ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യാൻ പോകുന്നത് ഇവിടെ സ്കെയിൽ വെച്ച് ഇവിടെ പൂജുന്നു ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഓക്കെ ലൈറ്റ് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഇവിടുന്ന് ഇങ്ങോട്ട് സോ എഫ് ഇസ് നെഗറ്റീവ് ആ ഒരു കാര്യം ക്ലിയർ ആണല്ലോ ഗ്രേറ്റ് സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഹിയർ ഫോക്കൽ ലെങ്ത് ഇസ് -15 cm നമ്മൾ ഫോക്കൽ ലെങ്ത് ഐഡൻറ്റിഫൈ ചെയ്തു അതിനുള്ള നമ്മൾ സൈൻ കൊടുത്തു ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇത്രയും ഡീറ്റെയിൽ ആവുന്നത് ബാക്കിയുള്ളതൊക്കെയാണ് ജസ്റ്റ് പെട്ടെന്ന് വരച്ച് പറയുള്ളൂ കേട്ടോ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ് ഇവിടെ ഇത് 15 cm ആണ് ഓക്കെ നമുക്ക് 15 cm ആണെന്ന് മനസ്സിലാക്കി ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് ഓക്കെ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ഇസ് 40 cm അല്ലേ സോ ഇത് 40 cm ആണ് ഓക്കെ അപ്പോൾ എഗെയിൻ ലൈറ്റ് ഈ ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് സോ എഗെയിൻ എന്തായി നമ്മുടെ യു അത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും നെഗറ്റീവായി -40 cm ആയി ഓക്കെ ആണല്ലോ ഫൈൻ ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇനി നമ്മൾ എന്താ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 20 cm അതായത് 40 cm ഉള്ള സാധനം 20 cm നീക്കി ഇവിടെ വെക്കുകയാണ് അതായത് ഒരു 20 cm നീക്കി ഇപ്പോൾ അതായത് 20 cm മുന്നോട്ട് നീക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ആദ്യം 40 cm ആയിരുന്നു മിററുന്നുണ്ടായിരുന്നത് 20 cm മുന്നോട്ട് നീക്കിയാൽ ഇപ്പോൾ അതിൻ്റെ ഫൈനൽ പൊസിഷൻ 20 cm ഫ്രം ദി മിററാണ് ഓക്കെ ആണല്ലോ 20 cm വെച്ച് ഇപ്പോൾ ഉള്ള ഡിസ്റ്റൻസ് 20 cm ആണ് അങ്ങനെയാണെങ്കിൽ ഇമേജ് എത്ര നീങ്ങും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഗ്രേറ്റ് അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം ആദ്യം എഫ് -15 40 cm ആണുള്ളത് ഓക്കെ സോ 1/f is equal to 1/v minus 1/u 1/v plus 1/u ഓക്കെ ആണല്ലോ അപ്പോൾ 1/-15 is equal to 1/v1 ആദ്യം നമുക്ക് v1 എന്ന് എടുക്കാം ഓക്കെ ആണല്ലോ -1/40 ഓക്കെ ആണല്ലോ ഇത് നമുക്ക് v1 ആണ് കാണേണ്ടത് -1/40 അങ്ങോട്ട് എടുക്കാം സോ 1/v1 is equal to 1/40 minus 1/15 ഓക്കെ ആണല്ലോ സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്യണം ഇത് നിങ്ങൾക്ക് v1 is equal to 24 cm -24 cm എന്നാണ് കിട്ടുക കേട്ടോ LCM എടുത്താൽ മതി 1540 LCM എടുക്കാൻ അറിയാലോ ജസ്റ്റ് പരസ്പരം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ v1 -24 cm എന്ന് കിട്ടും ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം ഇതിനെ നീക്കി ഇങ്ങോട്ട് വെച്ചു അപ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം പുതിയ u1 is equal to -20 cm ഓക്കെ ആണല്ലോ 40 cm നീക്കി 20 cm ആണ് കൊണ്ടുവന്ന് വെച്ചു എഗെയിൻ f is equal to -15 cm ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ 1/-15 is equal to 1/v2 plus 1/u2 u2 is -20 അഥവാ 1/v2 is equal to -1/20 minus 1/15 ഓക്കെ ആണല്ലോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് v2 equal to -60 cm എന്ന് കിട്ടി ഓക്കെ ആണല്ലോ അപ്പോൾ ആദ്യം -24 cm ആദ്യം
ഇവിടുന്ന് 24 സെൻറ്റിമീറ്ററിലായിരുന്നു ഈ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നത്, ഇമേജ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 60 സെൻറ്റിമീറ്ററിലേക്ക് മാറി. ഓക്കെ ആണല്ലോ, ഇത് 60 സെൻറ്റിമീറ്ററിലേക്ക് മാറി. നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം, ഇമേജ് നീക്കുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് നീക്കുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസ് ഇമേജ് നീങ്ങുന്ന. ആദ്യം 24 ആയിരുന്നു, ഇപ്പോൾ 60 ആയി. സോ എത്ര നീങ്ങി? 60 മൈനസ് 24, അത് 36 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്ത് പറ്റി? 36 സെൻറ്റിമീറ്റർ ഇമേജ് നീങ്ങി. ആൻസർ 36 ആണ്. ആൻഡ് ദി ആൻസർ ഇസ്, അതും എങ്ങോട്ടുണ്ടായത്? അതായത് ആദ്യം 24 ആയിരുന്നു, പിന്നെ 60 ആയി. അതായത് ഡിസ്റ്റൻസ് കൂടി, അഥവാ മിററിൽ നിന്ന് ദൂരേക്ക് പോയി. അതായത് 36 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി മിറർ. ഓക്കെ ആണല്ലോ, 36 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി മിറർ, 36 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി മിറർ. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ ഇസ് 36 സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി മിറർ. ആൻസർ ഇസ് ബി. ഹുദ പറഞ്ഞിട്ടുണ്ട്, അബ്ദുള്ള ബി, സോനു യെസ് കറക്റ്റാണ്, ആദിർ പറഞ്ഞു കറക്റ്റോ, എല്ലാവരും പറഞ്ഞ കറക്റ്റാണ്. ആൻസർ ഇസ് ബി. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ നിങ്ങൾക്ക് വായിക്കാം, നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ചെയ്യാം. ഓക്കെ ആണല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ? എ ബീം ഓഫ് ലൈറ്റ് ഫ്രം എ സോഴ്സ് എൽ ഈസ് ഇൻസിഡൻറ്റ് നോർമലി ഓൺ എ പ്ലെയിൻ മിറർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്ലെയിൻ മിറർ വരയ്ക്കാം. ഓക്കെ, ഒരു പ്ലെയിൻ മിറർ വരച്ചു. ദിസ് ഈസ് യുവർ പ്ലെയിൻ മിറർ. ഇതിലേക്ക് ഒരു ബീം ഓഫ് ലൈറ്റ്, ഇവിടെ ഒരു സോഴ്സ് എൽ ഉണ്ട്. ഓക്കെ, അതൊന്ന് നോർമൽ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ ഇൻസിഡൻറ്റ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അപ്പോൾ ഇൻസിഡൻറ്റ് നോർമൽ ഓഫ് പ്ലെയിൻ മിറർ ഫിക്സ്ഡ് അറ്റ് എ സർട്ടൈൻ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി സോഴ്സ്. അതായത് നമ്മുടെ സോഴ്സ് നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ഈ പെർട്ടിക്കുലർ മിറർ ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെന്താ ചെയ്തത്? ദ ബീം ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ആസ് എ സ്പോട്ട് ഓൺ എ സ്കെയിൽ ജസ്റ്റ് എബവ് ദി സോഴ്സ് എൽ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലിൽ തന്നെ വന്ന് മുട്ടി. വെൻ ദ മിറർ ഈസ് റൊട്ടേറ്റഡ് ത്രൂ എ സ്മോൾ ആംഗിൾ തീറ്റ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? നമ്മൾ നമ്മുടെ മിററിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, സോ ആ ഒരു ആംഗിളിനെ തീറ്റ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, തീറ്റ ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. ശരിയാണല്ലോ, കാരണം ഇവിടെ വെച്ച സാധനം തിരിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. ഓക്കെ, സോ ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ, ഇങ്ങനെ വന്നിട്ടുണ്ടാവും. സോ ഇതായിരിക്കും നമ്മുടെ പുതിയ ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ, നമുക്കതിനെ വൈ എന്ന് വിളിക്കാം. അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്, വൈ മുകളിലേക്ക് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തീറ്റ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതായിരുന്നു ആദ്യത്തെ റിഫ്ലക്റ്റഡ് റേ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റിഫ്ലക്റ്റഡ് റേ. ഞാൻ പറയുകയുണ്ടായി, നമ്മൾ ഇങ്ങനെ വെച്ച മിററിനെ ഒരു തീറ്റ ഡിഗ്രി തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിഫ്ലക്റ്റഡ് റേ 2 തീറ്റ റൊട്ടേറ്റ് ചെയ്യുന്നു. സാറ് പറഞ്ഞതാണോ? പറഞ്ഞതാണ്. സോ ഞാൻ പറഞ്ഞതൊന്നുകൂടെ മനസ്സിൽ വയ്ക്കുക. ഇഫ് ദ മിറർ ഇസ് റൊട്ടേറ്റഡ് ബൈ ആൻ ആംഗിൾ തീറ്റ, ദ റിഫ്ലക്റ്റഡ് റേ വിൽ ബി റൊട്ടേറ്റഡ് ബൈ ആൻ ആംഗിൾ 2 തീറ്റ. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ റിഫ്ലക്റ്റഡ് റേ അല്ലേ? അതായത് നോർമലി തിരിച്ചു വന്നു. നമ്മൾ തിരിച്ച സമയത്ത് ഇതാണ് നമ്മുടെ പുതിയ റിഫ്ലക്റ്റഡ് റേ, അതിന് നമ്മൾ 2 തീറ്റ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ 2 തീറ്റ മാറി. ഓക്കെ ആണല്ലോ. നമ്മളോട് തീറ്റ ചോദിച്ചില്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ട്രയാങ്കിൾ, ഇത് 90 ഡിഗ്രിയാണ്. സോ ഈ ട്രയാങ്കിളിൽ ടാൻ തീറ്റ എടുത്തേ. വാട്ട് ഈസ് ടാൻ 2 തീറ്റ? ടാൻ 2 തീറ്റ ഈസ് y ബൈ എക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊരു സ്മോൾ ആംഗിളാണ്, ചെറുതായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ടാൻ 2 തീറ്റ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു 2 തീറ്റ. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ 2 തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ്. നമ്മളോട് ചോദിച്ചത് തീറ്റയാണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ 2x. തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ 2x. ആൻഡ് ദി ആൻസർ ഇസ് ഡി. ഓക്കെ ആണല്ലോ, ഡി. ഓക്കെ, അയ്യോ ഇത് എവിടെയും തീരാനായിട്ടില്ല, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ PDF ഒന്ന് ഷെയർ ചെയ്യുമോ? ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞാൽ മതി വേണം എന്നുള്ളത്. എനിക്കാരും പറയാറില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. ഓക്കെ, നന്ദന ഡി കറക്റ്റാണ്, ഡി എല്ലാവരും പറയുന്നത് കറക്റ്റാണ് കേട്ടോ. ഇന്നലെ രാത്രി വന്ന് കട്ട പോസ്റ്റായിരുന്നു. ഐ എം സോറി. ഇന്നലെ ആക്ച്വലി ഞാൻ ഓൾറെഡി ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞതായിരുന്നു. പേഴ്സണലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻസർ ഇസ് വൈ ബൈ 2x. എടാ, ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എടുത്ത കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. വിത്ത് കൺസെപ്റ്റ്
വിത്ത് റിലവൻറ്റ് തിയറി എടുത്തിട്ട് തന്നെയാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോയെന്ന് എല്ലാവരും ഒന്ന് പറയണേ. തൊട്ട് മുന്നേ അന്നുജ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയറി ആൻസർ പറയുന്ന സമയത്ത് തിയറി കൂടെ പറയണമെന്ന്. സോ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഇതിലിരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് പറയണം. ഓക്കെ, ഇത് ജസ്റ്റ് യൂട്യൂബിൽ ഫ്രീ ആയിട്ടുള്ള കണ്ടൻറ്റ് ഒന്നുമല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ക്ലാസ് ആണ്. സോ നിങ്ങൾ ഡോപ്പ സ്റ്റുഡൻ്റ് ആണെങ്കിലും നോൺ ഡോപ്പ സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒക്കെ ഫോർ മീ യു ആർ ഓൾ സ്റ്റുഡൻസ്. നിങ്ങളെല്ലാവരും എനിക്ക് ഒരേപോലെയാണ്. സോ യു ക്യാൻ ബേസിക്കലി സേ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ അറിയാമെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യം ക്ലിയർ ആണെന്ന് ഇടയ്ക്കൊന്ന് റിവ്യൂ തരണം കേട്ടോ. കാരണം എനിക്കറിയില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ മുന്നിൽ ഇരിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ല നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന്. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. വി ആർ മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു APMT മെയിൻസിലെ 2012 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? എ റോഡ് ഓഫ് ലെങ്ത് 10 centimeter lies along a principal axis of concave mirror. Concave mirror എന്ന് പറഞ്ഞാൽ അപ്പോഴേ ആലോചിക്കണം F is equal to negative. അപ്പോൾ നെഗറ്റീവ് ബാക്കി കിട്ടാൽ മതി. ഓക്കെ ഓക്കെ സോ ഓക്കെ സോ ദിസ് ഇസ് എ concave mirror. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് യുവർ concave mirror. ദിസ് ഇസ് യുവർ concave mirror. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ എ റോഡ് ഓഫ് ലെങ്ത് 10 centimeter. ഒരു റോഡ് ഉണ്ട്, അതിൻ്റെ ലെങ്ത്ത് 10 centimeter ആണ്. ഓക്കെ, ഒരു 10 centimeter നീളമുള്ള റോഡുണ്ട്. അലോങ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 10 centimeter. സോ F is -10 centimeter. അതും നമ്മൾ തീർത്തു. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ കോൺകേവ് മിറർ ഫോക്കൽ ലെങ്ത് 10 in such a way that its end closer to the pole is 20 centimeter away from the mirror. അതായത് ഇതാണ് ആ ഒരു പോള്, അതിൻ്റെ എൻഡ് വിച്ച് ഇസ് ക്ലോസർ ടു ദ മിറർ. ഈ എൻഡാണ് നമ്മുടെ മിററിന് ക്ലോസ് ആയിട്ടുള്ളത്. അത് 20 centimeter ഫ്രം ദി മിറർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, സോ ദിസ് പെർട്ടിക്കുലർ എൻഡ് ഇസ് 20 centimeter ഫ്രം ദി മിറർ. ഓക്കെ ആണല്ലോ, 20 centimeter മാറിയിട്ടാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലെങ്ത് ഓഫ് ദി ഇമേജ് ആണ്, അതായത് ഇതിൻ്റെ ഇമേജിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഫോക്കൽ ലെങ്ത് ഇസ് -10 centimeter. ഓക്കെ ആണല്ലോ, സോ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ഒരു എൻഡ് കണ്ടോ, ഇതിന് ഞാൻ UA എന്ന് എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ, സോ ഇതിന് ഞാൻ AB എന്ന് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ദി ഇനീഷ്യൽ പൊസിഷൻ ഓഫ് A. ഓക്കെ ആണല്ലോ, സോ ഇവിടെ UA എന്ന് പറയുന്നത് 20 centimeter ഫ്രം ദി മിറർ. സോ ദിസ് ഇസ് -20 centimeter. ഓക്കെ ആണല്ലോ, സോ 1/F is equal to 1/V plus 1/UA. ഓക്കെ ആണല്ലോ, അപ്പോൾ നമ്മൾ ആദ്യം 1/VA കണ്ടുപിടിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് 1/ ഇവിടെ ഇപ്പം എന്ത് വന്നു? സോ അതൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തരാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1/-10 F എന്ന് പറയുന്നത് -10 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 1/VA പ്ലസ് 1/UA എന്ന് പറയുന്നത് -20 ആണ്. ഓക്കെ ആണല്ലോ, UA എന്ന് പറയുന്നത് -20 ആണ്. ഓക്കെ ആണല്ലോ, സോ 1/VA is equal to 1/20 minus 1/10. ഓക്കെ ആണല്ലോ, സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് -20 centimeter എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ VA എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് -20 അഥവാ 20 centimeter മാറിയിട്ടാണ്. ഓക്കെ ആണല്ലോ, ഇത് 20 centimeter മാറിയിട്ടാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതെടുക്കുക, UB എടുക്കാം. ഇതാണ് അടുത്ത എൻഡ്. ഓക്കെ ആണല്ലോ, സോ ദിസ് ഇസ് UB. ഇത് 20 centimeter ആണ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എൻറ്റയർ ലെങ്ത്, ഈ ലെങ്ത് 10 centimeter ആണെന്ന് തന്നിട്ടുണ്ട്. സോ 20 + 10 ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 centimeter ആണ്. ഓക്കെ ആണല്ലോ, സോ ദിസ് എൻറ്റയർ ഡിസ്റ്റൻസ് ഇസ് 30 centimeter. അപ്പോൾ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, UB എന്ന് പറയുന്നത് 30 centimeter ആണ് മൈനസ്. ഓക്കെ ആണല്ലോ, സോ ദിസ് ഇസ് -30 centimeter. F പണ്ടത്തെ പോലെ തന്നെ F is equal to -10 centimeter. സോ 1/V is equal to നേരത്തെ പോലെ തന്നെ ഇത് -1/30 ഇതേപോലെ ഫ്രണ്ടിലേക്ക് വരും. ഓക്കെ ആണല്ലോ, സോ ദിസ് വിൽ ബിക്കം 1/30 minus 1/10. ഓക്കെ ആണല്ലോ, ഇതന്നെ സാധനം കേട്ടോ. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടെ -10 കൊടുത്തു, ഇവിടെ എന്ത് വന്നു -30 കൊടുത്തു, -30 ഇങ്ങോട്ട് വന്നാൽ 1/30 വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം വിൽ ബി -15 centimeter ആണ്. ഓക്കെ ആണല്ലോ, സോ VB എന്ന് കിട്ടുന്നത് ദിസ് ഇസ് -15 centimeter. ഓക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് VAയും കിട്ടി VBയും കിട്ടി അല്ലേ. സോ VA is equal to -20 centimeter, VB is equal to -15 centimeter. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും ഇവിടെ VA 20 centimeter, അതായത് ഇവിടെയുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ VA ഇവിടെ VB ആണെങ്കിൽ
VB ആയിരിക്കില്ലേ കൂടുതൽ വരേണ്ടത്, കാരണം ഇവിടെ VB 15 ഉള്ളൂ, VA 20 ഉണ്ട്. അതെങ്ങനെയാണ് വന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദർ ഈസ് എൻ ഇൻവേർഷൻ ഓഫ് ഒബ്ജക്റ്റ് അല്ലേ. നമുക്കറിയാം ഒബ്ജക്റ്റ് ലാറ്ററലി ഇൻവേർട്ട് ആവും. അപ്പോൾ ലാറ്ററലി ഇൻവേർട്ട് ആകുമ്പോൾ A ബാക്കിലേക്ക് പോകും, B മുന്നിലേക്ക് വരും. അതേ കാര്യമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, സോ വാട്ട് ഇസ് ദി, ഇപ്പോൾ നമ്മളോട് വെച്ചിട്ടുള്ളത് എന്താണ്? നമ്മളോട് വെച്ചിട്ടുള്ളത് ലെങ്ത് ഓഫ് ദി ഇമേജ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് 20 കിടക്കുന്നു, ഒന്ന് 15 കിടക്കുന്നു. അപ്പോൾ 20 - 15 അങ്ങ് ചെയ്യാം. ഓക്കെ, ആൻസർ ഇസ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളത് ലെങ്ത് ഓഫ് ഇമേജ് തുറന്നത് മോഡുലസ് ഓഫ് VA മൈനസ് മോഡുലസ് ഓഫ് VB എന്നാണ് പറയുക. സോ ദാറ്റ് ഇസ് 20 - 15 എടുക്കുക. ആൻസർ ഇസ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ, ആൻസർ ഇസ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻസർ ഇസ് D. ആൻസർ ഇസ് D. അബ്ദുള്ള പറഞ്ഞിട്ട് കറക്റ്റാണ്. പവിത്ര പറഞ്ഞത് 15 ആയിപ്പോയി, എന്തോ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ പവിത്ര, ഒന്ന് നോക്കി നോക്ക് കേട്ടോ. റേ ഓപ്റ്റിക്സിന് എത്ര ക്വസ്റ്റ്യൻ ചോദിക്കും? 3 or 4, 3 or 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ബേസിക്കലി എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന നല്ലൊരു എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നെയാണത്. ഓക്കെ, ഗ്രേറ്റ്. മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, മനസ്സിലായോ എന്നുള്ള കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഫാക്റ്റ് 2000 ഇസ് ആക്ച്വലി ദി ഇയർ വിച്ച് ഐ ബോൺ. 2000 നമ്മളൊക്കെ പുറത്ത് വന്നത്. സോ ആ ഒരു വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്? എ ടോൾ മാൻ ഓഫ് ഹൈറ്റ് 6 feet വാണ്ട് ടു സീ ഹിസ് ഫുൾ ഇമേജ്, ദെൻ ദ റിക്വയർഡ് മിനിമം ലെങ്ത്. അപ്പോൾ 6 feet ഹൈറ്റുള്ള ഒരു ഒബ്ജക്റ്റിന്, 6 feet ഹൈറ്റുള്ള ഒരു ആളെ നമുക്ക് മിററിൽ കാണാൻ എത്ര ലെങ്ത് വേണം? ഞാൻ പറഞ്ഞു എത്രയാണോ ഹൈറ്റ് അതിൻ്റെ പകുതിയാണ് വേണ്ടത് അല്ലേ. സോ 6 feet ആണെങ്കിൽ 3 feet. ആൻസർ ഇസ് B. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ഷാരോൺ ചോദിക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് പറയാം. സോ എന്താണ് ക്വസ്റ്റ്യൻ? ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കോൺകേവ് മിററിൻ്റെ മുന്നിൽ ഒരു റോഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു റോഡ് വെച്ചിട്ടുണ്ട്. ആ റോഡിൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ. ഒരു വടിയുണ്ട്, ആ വടിയുടെ നീളം 10 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം, അതായത് ഏറ്റവും മുന്നത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മിററിന് 20 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗം, അതായത് അങ്ങേ അറ്റം എന്ന് പറയുന്നത് നമുക്കറിയില്ല, അങ്ങനെയാണുള്ളത്. ഓക്കെ, സോ ഇത് 10 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇത് 20 സെൻറ്റിമീറ്റർ മാറിയാണ് അതിൻ്റെ ഫ്രണ്ടത്തെ ഭാഗം ഉള്ളത് അല്ലേ. അപ്പോൾ ബാക്കത്തെ ഭാഗത്തിലായിരിക്കും 20 + 10 30 സെൻറ്റിമീറ്റർ മാറിയിട്ടാവും. അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ ആണല്ലോ. സോ ഇത് 30 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് ഉള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം ഇതിൻ്റെ ഇമേജ് എത്ര ലെങ്ത് ഉണ്ടാവും എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം ഈ U എടുക്കാം. അത് 20 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ്. ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ മിറർ ഫോമിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ V എനിക്ക് കിട്ടി. ആ A ഫോം ചെയ്യുന്നത് ഇവിടെ, ദാറ്റ് ഈസ് 20 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ എന്ത് ചെയ്യാണ്? ഈ UB എടുക്കുകയാണ്. അത് ഓൾറെഡി 30 സെൻറ്റിമീറ്റർ മാറിയിട്ടാണുള്ളത്. അതിൽ നമ്മൾ മിറർ ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ VB കിട്ടും, ദാറ്റ് ഈസ് ആക്ച്വലി 15 സെൻറ്റിമീറ്റർ. പക്ഷെ അതിലുള്ള പ്രശ്നം എന്താ അറിയോ? ഒന്നിൽ 20ഉം ഒന്നിൽ 15ഉം ആണ്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താ? ഒബ്ജക്റ്റ് ലാറ്ററലി ഇൻവേർട്ട് ആയിട്ടുണ്ട്. അതായത് ഇവിടെ VA അടുത്തും VB അടുത്താണ്. അതായത് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുമ്പോൾ അടുത്ത് Bയും ദൂരെ Aയും ആണ്. അതിൻ്റെ കാരണം ഇമേജ് ലാറ്ററലി ഇൻവേർട്ട് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒന്ന് 20ഉം ഒന്ന് 15ഉം കിട്ടി. അത് 20 - 15 ചെയ്യുകയാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ കിട്ടി. അതാണ് ആൻസർ. ഓക്കെ, സാറിൻ്റെ കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്, ബട്ട് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കിട്ടില്ല. അതാണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടോട്ടലി മനസ്സിലാവുന്നുണ്ടോ നോക്കാം. എന്നിട്ട് നിങ്ങൾ ഈ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒറ്റയ്ക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഒറ്റയ്ക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കുക, ഈ സൊല്യൂഷൻ നോക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. അല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കുക. ജസ്റ്റ് കാരണം ഇതെനിക്ക് ഞാൻ പറയുന്നില്ല, റേ ഒപ്റ്റിക്സ് ഒരുപാട് പേർക്ക് ഭയങ്കര ടഫാണ്. ഞാൻ പറഞ്ഞില്ല, ഡിപ്പെൻസ് ഓൺ പീപ്പിൾ. ഓരോരുത്തർക്ക് ഓരോ ഐക്യമാണ്, ഓരോ പോലെയാണ് അത് മനസ്സിലാവുക. ഐ വോണ്ട് കംപ്ലെയിൻ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ബട്ട് നമുക്ക് ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ തവണ നിങ്ങളത് നോക്കുകയാണെങ്കിൽ കിട്ടും. ഇല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാപ്പാടം പഠിച്ചാലും മതി. ഓക്കെ, ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ അങ്ങ് ചെയ്യുക എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കഴിച്ചിലായി പോകാം. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. So that is regarding it. Okay ആണല്ലോ, മനസ്സിലായല്ലോ? So with that note we have successfully completed the concept of reflection. Okay ആണല്ലോ? ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്, കാരണം നമുക്ക് ഇനിയും ഒരുപാട് പോർഷൻ ബാക്കിയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. സോ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് പോർഷൻ വിച്ച് ഇസ് റിഫ്രാക്ഷൻ. അപ്പോൾ റിഫ്ലക്ഷൻ വിത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് റിഫ്രാക്ഷനിലേക്ക് കയറാൻ റെഡി ആണെങ്കിൽ ഒരു തംസ് അപ്പ് തരിക. നമ്മൾ ചാപ്റ്റർ ഇനിയും കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കോഫി എന്തെങ്കിലും വേണമെങ്കിൽ അമ്മയോട് പറയാം. ഓക്കെ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. യെസ്, തൈസർ എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.
നിങ്ങൾക്കൊരു വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്കൊരു ചെറിയൊരു കോഫിയൊക്കെ സിപ്പ് എടുക്കാം, കുഴപ്പമില്ല, ദാറ്റ്സ് ഫൈൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് വേറെ എന്തെങ്കിലും അറിയാനോ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ദിസ് ഇസ് ദ ലാസ്റ്റ് കോമ്പി. പ്രോബബ്ലി ഇപ്പോൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ 12th എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. സോ മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു ടോപ്പിക്സ് എടുക്കാൻ വേണ്ടി ഐ വിൽ ബി കമ്മിങ് നോട്ട് ഇൻ കോമ്പി സെഷൻസ് ബട്ട് ആസ് ചെക്ക് ലിസ്റ്റ്. അതിൽ നമ്മൾ തിയറി ഒക്കെ കുറവായിരിക്കും, കൂടുതൽ ലൈക്ക് മെയിൻ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവുക ചെയ്യാം. Okay, fine. So we are moving into the next topic, which is refraction. എന്താണ് റിഫ്രാക്ഷൻ? നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റിഫ്ലക്ഷനിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതായത് ഇൻസിഡൻറ്റ് ചെയ്യുന്നതും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതും ഒരു മീഡിയത്തിലേക്കായിരുന്നു. ഓക്കെ ആണല്ലോ, ഒരു മീഡിയത്തിലേക്കായിരുന്നു. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു റിഫ്രാക്ഷൻ നിങ്ങൾക്ക് കാണാം അല്ലേ, ഒരു മീഡിയത്തിൽ നിന്ന് കയറി റിഫ്രാക്റ്റ് ചെയ്ത് അടുത്ത മീഡിയത്തിലേക്ക് കയറി അവിടുന്ന് എക്സിറ്റ് ചെയ്ത് പോവാണ്. സോ ദിസ് ഈസ് ആക്ച്വലി ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയ ടു അനദർ മീഡിയ. ഓക്കെ ആണല്ലോ, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ലൈറ്റിനുണ്ടാവുന്ന ഡയറക്ഷണൽ ചേഞ്ചിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഗ്രേറ്റ്. സോ 2 റോ ആണ് നമുക്കറിയാം അല്ലേ. ആദ്യത്തെ കാര്യം നമ്മൾ റിഫ്ലക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇൻസിഡൻറ്റ് റേ, റിഫ്രക്റ്റഡ് റേ, നോർമൽ. ഇതിനെ 3 നിങ്ങൾക്ക് ഒരു പ്ലെയിൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ കൊണ്ട് തൊടാൻ കഴിയും. ഓക്കെ ആണല്ലോ. അടുത്ത കാര്യമായിരുന്നു എന്ത്, നമ്മുടെ സ്നെൽസ് ലോ എന്ന് പറയുന്ന എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് സൈൻ ഐ. ഓക്കെ, എങ്ങനെയാണ് സ്നെൽസ് ലോ എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഇൻസിഡൻറ്റ് റേ, ഇതാണ് ഐ, ഇതൊന്ന് റിഫ്രാക്റ്റ് ചെയ്ത് പോയി, ഇതാണ് ആർ. ദിസ് ഇസ് μ1, ദിസ് ഇസ് μ2. എങ്ങനെയാണ് നിങ്ങൾ സ്നെൽസ് ലോ അപ്ലൈ അറിയോ? ആദ്യം നിങ്ങൾ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് എഴുതുക, എന്നിട്ട് ആ മീഡിയത്തിൽ സംഭവിച്ച ഒരു ഫിനോമിനൻ്റെ ആംഗിൾ. ഇപ്പോൾ ഇവിടെ ഇൻസിഡൻസാണ് സംഭവിച്ചത്, സോ μ1 ഇൻറ്റു സൈൻ ഐ ഇസ് ഈക്വൽ ടു ഇവിടെ μ2 ഇൻറ്റു ഇവിടെ സംഭവിച്ചത് റിഫ്രാക്ഷൻ, സോ സൈൻ ആർ. ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും റിഫ്രാക്ഷൻ്റെ സ്നെൽസ് ലോ എഴുതുമ്പോൾ തെറ്റിക്കില്ല. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ μ1 സൈൻ ഐ ഇസ് ഈക്വൽ ടു μ2 സൈൻ ആർ. ഓക്കെ ആണല്ലോ, അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾക്ക് അടുത്ത മെയിൻ അറിയുന്ന കാര്യങ്ങളുണ്ടാവും അല്ലേ, ഡെൻസർ മീഡിയം, റെയറർ മീഡിയം. സോ റെയറർ മീഡിയത്തിന് ലൈറ്റിന് സ്പീഡ് കൂടുതലായിരിക്കും, ഡെൻസർ മീഡിയത്തിന് ലൈറ്റിന് സ്പീഡ് കുറവായിരിക്കും. അതുപോലെ തന്നെ വെയിൽ മൂവ്സ് ഫ്രം റെയറർ ടു ഡെൻസർ. ഡെൻസറിലേക്ക് വരുമ്പോൾ ടുവേർഡ്സ് നോർമൽ ആയിരിക്കും, റെയറിലേക്ക് വരുമ്പോൾ എവേ ഫ്രം നോർമൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യണമെന്ന് എഴുതി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന കോമൺ കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഈ കോമ്പിനേഷൻ ഓഫ് മീഡിയാസ്, ഒന്നിൽ കൂടുതൽ മീഡിയാസ് ആണ്, അത് ഒരുമിച്ച് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. സി, ഇവിടെ μ1 എഴുതാം, ദിസ് ഇസ് സൈൻ θ1, സോ ദിസ് ഇസ് സൈൻ θ1 ഈസ് ഈക്വൽ ടു ഇവിടെ μ2, ഇവിടെയുള്ള ആംഗിൾ θ2, സൈൻ θ2. ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ μ3, ഇവിടെ ഉള്ളത് θ3, സോ സൈൻ θ3. ദിസ് ഇസ് ഈക്വൽ ടു ഇത് μ4 സൈൻ θ4. ദിസ് ഇസ് ഈക്വൽ ടു ഇത്, പിന്നെ ഇതങ്ങനെ എന്ത് ചെയ്യും, സോ ദിസ് ഇസ് ഈക്വൽ ടു θ1. ഇത് ഈ θ1 ഇത് ഈക്വൽ ആയിരിക്കില്ല, നിങ്ങൾക്ക് അറിയാം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ്. സോ ദിസ് ഇസ് μ1 സൈൻ θ1. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു സ്നെൽസ് ലോ അപ്ലൈ ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. സോ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഒരു മീഡിയത്തിലുള്ള ആംഗിൾ, ആ മീഡിയത്തിന് തൊട്ടപ്പുറത്തുള്ള അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ ആണല്ലോ. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പനി കുറവുണ്ടോ സാർ? ഹോപ്പ്ഫുള്ളി പനി മാറി, ക്ഷീണമുണ്ട്. ആക്ച്വലി എനിക്കിപ്പോൾ സർജറി പോസ്റ്റിംഗ് ആണ്, അപ്പോൾ മിക്കവാറും ദിവസങ്ങൾ ഓപ്പറേഷൻ സർജറീസ് ഒക്കെ കാണാൻ പോകണം. അപ്പോൾ രാവിലെ 8 മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ രാത്രി ഉച്ചയ്ക്ക് 2 മണി 3 മണിക്കൊക്കെ വരിക. അപ്പോൾ ലൈക്ക് ലോങ് ആയിട്ട് 5-6 മണിക്കൂറൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണം ഇപ്പോൾ ഉണ്ട് മൊത്തത്തിൽ. പിന്നെ ഇപ്പോൾ മഴയാണ്, സോ ഡെഫിനറ്റ്ലി അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. സാർ എൻ്റെ ആധാർ കാർഡ് ഇതുവരെ അപ്ഡേറ്റ് ആയി കിട്ടിയില്ല, SSLC സർട്ടിഫിക്കറ്റ് മതിയാവും ഐ ഡി ആയിട്ട്? മതി, SSLC സർട്ടിഫിക്കറ്റ് ഐ ഡി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെ ആധാർ കാർഡ് ആണെങ്കിൽ പോലും നീ അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആധാർ കാർഡ് അയച്ചു തരുന്നതിന് മുന്നേ നമ്മുടെ UPI ലൈക്ക് ആധാറിൻ്റെ വെബ്സൈറ്റിൽ കിട്ടും. അപ്പോൾ നീ ജസ്റ്റ് ആധാറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിനക്ക് ആ പുതിയ ID കാർഡ് കിട്ടും. അത് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിന് ആധാർ പറഞ്ഞ കാര്യമുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ആധാർ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് എന്താ പറയുക, പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആ റെയർ ടു ഡെൻസർ സംഭവം എന്ന് പറഞ്ഞുതരാം.
സോ മീഡിയത്തിനെ നമ്മൾ ബേസിക്കലി രണ്ടായി ഡിവൈഡ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഇസ് എ റെയറർ മീഡിയം, സെക്കൻഡ് വൺ ഇസ് എ ഡെൻസർ മീഡിയം. ഓക്കെ, സോ റെയറർ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലൈറ്റിൻ്റെ സ്പീഡ് ഇസ് 3 × 10⁸. അപ്പോൾ റെയറർ ഡെൻസർ എന്ന് പറയണമെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി കമ്പാരിറ്റേറ്റീവ്. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് മാത്രമേ ഒരു മീഡിയം മറ്റൊരു മീഡിയം അപേക്ഷിച്ച് ഡെൻസർ ആണോ റെയറർ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നീ എ എടുത്തു, ബി എടുത്തു, ഇതിൽ ഏതിലാണോ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതൽ, ഇപ്പോൾ സപ്പോസ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ ഇസ് ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ബി, അതായത് എയിൽ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ എ ഈസ് റെയറർ. മനസ്സിലായോ? സോ റെയറർ ഡെൻസർ ഇസ് ഓൾവേസ് കമ്പാരിറ്റേറ്റീവ്. ഓക്കെ ആണല്ലോ? സോ എ ഈസ് റെയറർ ആൻഡ് ബി ഈസ് ഡെൻസർ. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈറ്റ് റേ വരികയാണെന്ന് വിചാരിക്കാം. ഇവിടെ 30 ഡിഗ്രി ഉണ്ട്. അപ്പോൾ റെയറിൽ നിന്ന് ഡെൻസർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ പറയുക, പവറൊക്കെ കൂടിയ മീഡിയ. അതായത് ഡെൻസറിലേക്ക് വരുമ്പോൾ ലൈറ്റിനെ അടുത്തേക്ക് വലിക്കും, കാരണം ഭയങ്കര ഡെൻസറാണ്. അപ്പോൾ സ്പീഡ് കൂടും, ആൾ വല്ലാണ്ട് ശോഷിക്കും, പവറൊക്കെ കുറയും, അപ്പോൾ അടുത്തേക്ക് വലിക്കും. സോ ഒരു ഡെൻസറിലേക്ക് കയറുന്ന സമയത്ത് ലൈറ്റ് ഈസ് പുൾഡ് ടുവേർഡ്സ് ദി നോർമൽ. ഓക്കെ, സോ ഇത് 30 ആണെങ്കിൽ ഇവിടെ ഒരു 20 ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഇത് ബി ആണ്. ഓക്കെ, ഇത് ബി ആണ്, ഇവിടെ 30 ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇത് എയിലേക്ക്, ദിസ് ഇസ് ഡെൻസർ, ദിസ് ഇസ് റെയർ. ഇത് ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ് വരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അടുത്ത് വന്ന ലൈറ്റാണ് അല്ലേ, ഇതിനെ നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ, റെയറിലേക്ക് വിടുമ്പോൾ ഫ്രീ ആയി. ഇത് നേരെ നോർമൽ, എനിക്ക് നോർമലിലൂടെ നടക്കാൻ വയ്യ, ഞാൻ ദൂരേക്ക് പോവാണെന്ന് പറഞ്ഞ് ഇത് ഇങ്ങനെ പോകും. സോ 30 ചിലപ്പോൾ 45 ആവാം. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ സ്പീഡിനെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് എ ഡെൻസർ ഓർ റെയർ മീഡിയം. സോ ഇതാണ് സോന് ചോദിച്ച കാര്യം. എല്ലാവർക്കും മനസ്സിലായോ എന്ന് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഞാൻ ഒരു കാര്യം, അതായത് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ പഠിച്ച സമയത്തും എന്നെ പഠിപ്പിച്ച സമയത്തും ഒരുപാട് സാറന്മാർ ഈ റയോപ്റ്റിക്സ് എന്നോട് ആദ്യം പറഞ്ഞത്, റയോപ്റ്റിക്സ് ഇസ് എ ടോപ്പിക് വിത്തൗട്ട് കൺസെപ്റ്റ്സ്. നിങ്ങൾ അത് ഇതേപോലെ അങ്ങ് പഠിക്കുക, ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, അത് കാണാപ്പാഠം പഠിക്കുക. എന്നാൽ അങ്ങനെയല്ല, റയോപ്റ്റിക്സ് ഈസ് എ ബ്രാഞ്ച് വിത്ത് ലോട്ട് ഓഫ് കൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പം ഞാൻ റയോപ്റ്റിക്സ് കംപ്ലീറ്റ് ഓർത്തിരിക്കുന്നത്, ഐ ജസ്റ്റ് ഗോട്ട് സം ചെയിൻ ഓഫ് കൺസെപ്റ്റ്സ്. അത് ഞാനിങ്ങനെ ലോക്ക് ചെയ്താണ് ഞാൻ റയോപ്റ്റിക്സ് ഓർത്ത് വയ്ക്കാറ്. സോ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നെവർ കമ്പയർ വൺ ഫാക്കൾട്ടി വിത്ത് അനദർ. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള വേ ഓഫ് ടീച്ചിങ് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കമ്പയർ, ദാറ്റ് സാർ ഇങ്ങനെ എടുക്കും, അങ്ങനെയല്ല. യു ഹാവ് ടു അപ്രീഷിയേറ്റ് ഹൗ SR takes, like everyone have different concepts. ഓക്കെ, അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു സാറിൻ്റെ പെർട്ടിക്കുലർ വേ ഓഫ് ടീച്ചിങ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മീൻ ആ സാറിന് ഏറ്റവും ബെസ്റ്റ്. വേറെ സാറുമാരുണ്ടടാ, ചിലപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന വേറെ കുട്ടികളുണ്ടാകും. ഓക്കെ, നമ്മളെല്ലാവരും യൂണീക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചിങ് സ്കിൽസും. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ്. പെർട്ടിക്കുലർലി വൺ തിങ്, ഇതൊന്നും ഞാൻ MSc ഫിസിക്സ് അല്ല. ഓക്കെ, ഞാൻ 12th കഴിഞ്ഞ് ഐ ഹാവ് ഇൻ ലേൺ എനിത്തിങ് ന്യൂ ഓൺ ഫിസിക്സ്. ഞാൻ പഠിച്ചത് കംപ്ലീറ്റ് ബയോളജിയാണ്. സോ ഐ ക്യാൻ സ്പീക്ക് ഹവേഴ്സ് ഓൺ ബയോളജി, എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് ഒരുപാട് സംസാരിക്കാം. ബട്ട് ഫിസിക്സിൽ എൻ്റെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എൻ്റെ നോളജ്, അപ്പോൾ 11th 12th ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. മിസ്റ്റേക്സ് വരാം, മനുഷ്യന്മാരാണ്, മിസ്റ്റേക്സ് വരാം, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഞാൻ യൂസ് ചെയ്ത കുറച്ച് കുറുക്ക് വഴികളും എനിക്ക് ശരിയാണെന്ന് തോന്നിയ കൺസെപ്റ്റ്സാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ ബുക്കിൽ പോലും എഴുതാത്തതാണ്, എനിക്ക് അറിയുന്ന കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ആണ്. സോ ഇഫ് ദർ ഇസ് എ മിസ്റ്റേക്ക്, ഐ എം സോറി ഫോർ വാട്ട് എവർ ഐ ഡിഡ്. ബട്ട് തെറ്റുകളൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എന്തായാലും അത് കാരണം നിങ്ങൾക്ക് നീറ്റൊന്നും നഷ്ടപ്പെടില്ല, ഐ പ്രോമിസ് യു ഫോർ ദാറ്റ്. Okay, with that we are coming into next topic, real depth and apparent depth. Okay ആണല്ലോ, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരൻറ്റ് ഡെപ്ത് ആണ്. ഓക്കെ, സോ കമ്മിങ് ടു റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരൻറ്റ് ഡെപ്ത്. എന്താണ് റിയൽ ഡെപ്ത്? ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, സപ്പോസ് ഇവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ഇതൊക്കെ എനിക്ക് വരയ്ക്കാൻ മടിയായതുകൊണ്ടാണ് ഇതിനൊക്കെ ഇമേജ് ഓൾറെഡി വരച്ചിട്ടത് കേട്ടോ. അപ്പോൾ ഇതിന്ന് ഒരു റേ വരികയാണ്. ഓക്കെ, ഒരു റേ വരികയാണ്. ഇത് വാട്ടറാണ്, ഇത് എയറാണ്. ഇത് എയർ വാട്ടർ മീഡിയത്തിലെത്തി. നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബേസിക്കലി എ ഡെൻസർ മീഡിയം കമ്പയർഡ് ടു എയർ അല്ലേ. വാട്ടറാണ് ഡെൻസർ. അപ്പോൾ എയർക്ക് വരുമ്പോൾ എന്താവും, നോർമൽ അതിന്ന് വളഞ്ഞങ്ങ് പോകും, അല്ലെ ഇറ്റ് വിൽ ഗോ എവേ ഫ്രം ദി നോർമൽ. സെയിം തിങ് ഹാപ്പൻസ് ഹിയർ. അപ്പോൾ അങ്ങനെ ഇവർ ഡൈവേർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവർ ഒരിക്കലും ഇമേജ് ഉണ്ടാക്കില്ല എന്ന് തോന്നും. പക്ഷെ നമ്മൾ അവന്മാരെ ഒന്ന് പുറകോട്ട് വലിച്ചാൽ ഇത്
കുറച്ച് മുകളിൽ ഒരു ഇമേജ് ഉണ്ടാവുന്നതായി കാണപ്പെടും. ഓക്കെ ആണല്ലോ ഫൈൻ. സോ നമ്മൾ ആദ്യത്തെ കാര്യം ഇമേജ് ഇസ് ലൈക്ക് റേസ് ഗോയിങ് ഫ്രം മീഡിയം 1, ഇതിനാണ് മീഡിയം 2 ടു മീഡിയം 1. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം μ2 ഇസ് ഗ്രേറ്റർ ദാൻ μ1. അതായത് μ2 എന്ന് പറയുന്നത് ഡെൻസറാണ്, μ1 എന്ന് പറയുന്നത് റയറാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് ഒ പി. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് ഒ പി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒ പി ബൈ ഈ ഒരു ഒ പി, ആ ഒരു ഒ പി ഒബ്ജക്റ്റ് ആണ് അല്ലേ, അതിരിക്കുന്നത് μ2-ലാണ്. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി അടുത്തത് പി ഐ. ഓക്കെ ആണല്ലോ. പി ഐ എന്ന് പറയുന്നത് ആക്ച്വലി പി ഐ എവിടെ ഫോം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഇതിൻ്റെ പുറത്തുള്ള, അതായത് μ1 ആണ്. കാരണം എത്ര ഡൈവേർജ് ചെയ്ത് പോകുന്നു അതിനനുസരിച്ച് പി ഐൻ്റെ ലെങ്ത് മാറാം. സോ പി ഐൻ്റെ ലെങ്ത് ഈസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ μ2, ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ μ1. ഈ ഒരു ഫോർമുല നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. ഇതാണ്, ദിസ് ഇസ് ആക്ച്വലി ദി ഫോർമുല ഫോർ അപ്പാരന്റ് ഡെപ്ത് ആൻഡ് റിയൽ. സോ ഒ പി ബൈ μ2 ഇസ് ഈക്വൽ ടു പി ഐ ബൈ μ1. ഒ പി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് μ2 ആണ്. അപ്പോൾ അത് ഈ ഐ പി എത്ര ഉണ്ടാവും എന്ന് തീരുമാനിക്കുന്നത് ആ റിഫ്രാക്ട് ചെയ്ത് പോയ റേസിനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എത്ര അത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു അത്രയും അത് അടുത്തേക്ക് വരും. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇതൊന്ന് പി ഐ കണ്ടുപിടിക്കണം. സോ പി ഐ ഇസ് ഈക്വൽ ടു, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ μ1 ബൈ μ2 ഇൻറ്റു ഒ പി. ഓക്കെ ആണല്ലോ. ഈ ഒ പിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ, ഈ ഒരു ഡിസ്റ്റൻസ് ഇതിനെ നമ്മളിവിടെ എക്സ് എന്ന് വിളിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു μ1 ബൈ μ2 ഇൻറ്റു എക്സ്. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഐ എപ്പോഴും ഒ പിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ, കണ്ടോ, പി ഐ എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് പി ഐ എപ്പോഴും ഒ പിനെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ദർ ഇസ് അനദർ തിങ് കോൾഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം റേ ഡൈവേർജ് ചെയ്തു പോയി. അപ്പോൾ വാട്ട് ഇസ് എ ഷിഫ്റ്റ് നിങ്ങളോട് എടുത്ത് ചോദിക്കും. സോ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കാണാപ്പാടം പഠിക്കുക, എക്സ് ഇൻറ്റു 1 മൈനസ് μ1 ബൈ μ2. ഓക്കെ ആണല്ലോ. ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 മൈനസ് μ1 ബൈ μ2. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് റിയൽ ഡെപ്ത് ആൻഡ് അപ്പാരന്റ് ഡെപ്ത് ഇഫ് ദ റേ ഈസ് ഗോയിങ് ഫ്രം മീഡിയം 2 ടു മീഡിയം 1. ഇനി നേരെ തിരിച്ച് മീഡിയം 1 നിന്ന് മീഡിയം 2ലേക്കാണ്. ഓക്കെ ആണല്ലോ. ഇത് μ1 ആണ്. μ1 നമുക്കറിയാം, μ1 എന്ന് പറയുന്നത് μ2നേക്കാൾ കുറവാണ്. ദിസ് ഇസ് റെയറർ, ദിസ് ഇസ് ഡെൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റ് വരുന്നു, ഇറ്റ് ബെൻസ് ടുവേർഡ്സ് നോർമൽ അല്ലേ, അപ്പോൾ എന്ത് പറ്റി, നേരത്തെ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റ് മുകളിലേക്ക് കയറിയാണ് ഇമേജ് ഉണ്ടാക്കിയത്. ഇവിടെ ഇമേജ് ഉണ്ടാവുന്നത് താഴെയാണ് അല്ലേ, ഇത് താഴെയാണ് ഉണ്ടാവുന്നത്. സോ നമ്മൾ ഉപയോഗിച്ച അതേ കാര്യം ഇവിടെ ഒ പി ഉണ്ടാക്കാൻ കാരണം ആരാണ്, μ1 ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് പി ഐ എന്ന് പറയുന്നത് ഈ ഇമേജ് ആണ്. ഇത് എത്ര താഴത്തേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് μ2 എത്ര ഇതിനെ ഡൈവേർജ് ചെയ്യുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. സോ പി ഐ ബൈ μ2. ഓക്കെ ആണല്ലോ. അത് അഗൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പി ഐ ഇസ് ഈക്വൽ ടു μ2 ബൈ μ1 ഇൻറ്റു ഒ പി എന്ന് കിട്ടും. ദാറ്റ് ഈസ് അഗെയിൻ μ2 ബൈ μ1 ഇൻറ്റു ഈ ഡിസ്റ്റൻസിനാണ് നമ്മളിവിടെ എക്സ് എടുക്കുന്നത് കേട്ടോ. ദിസ് ഒ പി ഈസ് ഓൾവേസ് ടേക്കൺ ആസ് എക്സ് ഇൻറ്റു എക്സ്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ μ1 എന്ന് പറയുന്നത് μ2നേക്കാൾ കുറവാണ്. ഇവിടെ പി ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ ഒ പി. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം. എന്താണ്, പി ഐ ഇസ് ഗ്രേറ്റർ ദാൻ ഒ പി. ഇവിടെ സംബന്ധിച്ച് നേരത്തെ സ്ഥലത്ത് പി ഐ വാസ് ലെസ് ദാൻ ഒ പി. എപ്പോഴാണ്, ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ. നേരെ മറിച്ച് റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും, അപ്പാരന്റ് ഡെപ്ത് വിൽ ബി മോർ ദാൻ ആക്ച്വൽ ഡെപ്ത്. ഓക്കെ ആണല്ലോ. സോ വെൻ ഇറ്റ് ഗോസ് ഫ്രം ഡെൻസർ ടു റെയറർ, അപ്പാരന്റ് ഡെപ്ത് ഇസ് ലെസ് ദാൻ നോർമൽ ഡെപ്ത്. ആൻഡ് വെൻ ഇറ്റ് ഗോസ് ഫ്രം റെയറർ ടു ഡെൻസർ, അപ്പാരന്റ് ഡെപ്ത് വിൽ ബി മോർ ദാൻ ആക്ച്വൽ ഡെപ്ത്. ഓക്കെ ആണല്ലോ. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവണം. ഇവിടെയും ഷിഫ്റ്റ് ഉണ്ട്. ഹിയർ ദ ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു μ2 ബൈ μ1 മൈനസ് 1. ഷിഫ്റ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു μ2 മൈനസ് μ1 മൈനസ് 1. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് റിഗാർഡിംഗ് യുവർ അപ്പാരന്റ് ഡെപ്ത് ആൻഡ് റിയൽ ഡെപ്ത്. ഓക്കെ ആണല്ലോ. നിങ്ങൾ വായിച്ച പോലെ ആയിരിക്കില്ല സാർ പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് ആകെ ചോദിക്കുന്നത് മനസ്സിലായെന്ന് മാത്രമാണ്. അതിനുള്ള ഒരു കാര്യം എനിക്ക് തന്നേ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഡിഡ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ എല്ലാവരും. ഇത് ഓക്കെ ആണെങ്കിൽ, ഇത് താനോസിൻ്റെ സ്നാപ്പ് അല്ല, ദിസ് ഇസ് ഓക്കെ അല്ലേ. സോനു തോമസ് ആണ് ഇങ്ങനെയുള്ള സാധനം ഇടുന്നത്, മറ്റേ സ്വാഗിൻ്റെ അവർ ഇതിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, നോക്കിക്കോളാം. നെക്സ്റ്റ് തിങ്, we are coming into next topic which is
ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് സ്ലാബ്. എന്താണ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് സ്ലാബ്? ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ ഒരു റൈറ്റ് റേ പോവാണ്. ഇവിടെ വെച്ച് ഇറ്റ് ബെൻസ് ടുവേർഡ്സ് ദി നോർമൽ, എഗെയിൻ റിഫ്രാക്ഷൻസ് ഹാപ്പനിങ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് അല്ലേ. അപ്പോൾ പോയ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഒബ്ജക്റ്റ് ഇസ് ബേസിക്, ഈ ലൈറ്റ് റേ ഇസ് ഗോയിങ് ടു ഇൻഫിനിറ്റി അല്ലേ, ഇതിങ്ങനെ പോവാണ്, എവിടെയും കൂട്ടിമുട്ടില്ല. അപ്പം നിങ്ങളതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് അത് മീറ്റ് ചെയ്യും, ആൻഡ് ദാറ്റ് ഈസ് ദി ഇമേജ്. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് ദി ഇമേജ്. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റും ഇമേജിനിടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതിനെ ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. നിങ്ങളോട് ചോദിച്ചാൽ വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോസ് ദ തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബ് ഇസ് ടി. ഓക്കെ, തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബ് ഇസ് ടി ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് സ്ലാബ് ഇസ് മ്യൂ. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് ടി ഇൻറ്റു 1 മൈനസ് 1/μ ആയിരിക്കും. ഓക്കെ ആണല്ലോ, എക്സ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു 1 മൈനസ് 1/μ. ക്ലിയർ? മനസ്സിലായി? യെസ് സാർ, യെസ് സാർ. ഓക്കെ, എല്ലാവരും യെസ് പറയുന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു 1 മൈനസ് 1/μ. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഈസ് ബേസിക്കലി യുവർ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് സ്ലാബിൻ്റെ ഇമേജ് ഓഫ് ഇത്. ഡിസ്റ്റൻസ് ശ്രദ്ധിക്കുക, എക്സ് ഇസ് ആക്ച്വലി ദ ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം ഒബ്ജക്റ്റോ. ഒബ്ജക്റ്റ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ഗ്ലാസ് സ്ലാബാണ്. മ്യൂ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് സ്ലാബാണ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ഗ്ലാസ് സ്ലാബ്. അടുത്തൊരു കൺസെപ്റ്റാണ് ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ശ്രദ്ധിക്കുക, ഒരു ലൈറ്റ് റേ വരാണ്, ദാറ്റ് ഈസ് ബേസിക്കലി റിഫ്രാക്റ്റിംഗ് ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് അപ്പ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ പോയി, നിങ്ങൾ ഈ ഒരു ഇൻസിഡൻറ്റ് റേനെ നേരെ ട്രേസ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ഇൻസിഡൻറ്റ് റേനെ നേരെ ട്രേസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഗൈ ഈസ് ഗോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ അല്ലേ. അതായത് ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ, ഇതാണ്, ഇതിലൂടെയായിരുന്നു ഇൻസിഡൻറ്റ് റേ ശരിക്കും പോവേണ്ടിയിരുന്നത്. അപ്പോൾ ഇവർക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ശരിയാണല്ലോ. ദേ ആർ ഹാവിങ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്ററൽ ഷിഫ്റ്റ് അഥവാ സ്മോൾ ലെറ്റർ ഡി എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് എമർജൻ അല്ലേ. ഇതാണ് ഇൻസിഡൻറ്റ് റേ, ഓക്കെ, ഇത് എമർജൻ റേ. അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് സ്ലാബ് ആണ് കേട്ടോ. ടി ബൈ കോസ് ആർ. ആർ എന്ന് പറയുന്നത് ഈ ആണ്, അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, ഇൻറ്റു സൈൻ ഓഫ് ഐ. ഐ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, മൈനസ് ആർ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. സോ ലാറ്ററൽ ഷിഫ്റ്റ് ഡി ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ കോസ് ആർ ഇൻറ്റു സൈൻ ഓഫ് ഐ മൈനസ് ആർ. ഓക്കെ ആണല്ലോ, അതാണ് ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എല്ലാം പറയുന്നുണ്ട് കേട്ടോ, ഐ എം ബേസിക്കലി എക്സ്പ്ലെയിനിങ് ഓൾ ദി തിങ്സ്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ഗെറ്റിംഗ് ക്ലിയർ ഫോർ യു. ഓക്കെ ആണല്ലോ, നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു അനദർ കൺസെപ്റ്റ് വിച്ച് ഇസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഓക്കെ ആണല്ലോ, സോ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വരാണ്. യു ക്യാൻ ജസ്റ്റ് ടേക്ക് ഒരു 30 സെക്കൻഡ്സിൻ്റെ ബ്രേക്ക് എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വരാം കേട്ടോ, ഒരു 30 സെക്കൻഡ്സ് ഇപ്പോൾ വരാം. Okay, so I'm back. Okay. ഹലോ ഗായ്സ്, സുഖമല്ലേ എന്നൊക്കെ ഷാരോൺ ചോദിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒരു, ഞാൻ സുഖമാണ്, ബാക്കി എല്ലാവരും ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് ചെയ്യാൻ വെച്ച ചാപ്റ്ററാണ്. താങ്ക് യു സർ അശ്വതി, ദാറ്റ് മീൻസ് എ ലോട്ട്. നിങ്ങളുടെ ആക്ച്വലി നിങ്ങളുടെ റിവ്യൂസ് ആണ് ദാറ്റ് ഹെൽപ്സ് us ടു ടേക്ക് ക്ലാസ്. ഓക്കെ ആണല്ലോ, അപ്പോൾ താങ്ക് യു ഫോർ ദാറ്റ് റിവ്യൂ. സോ വാട്ട് ഡു യു മീൻ ബൈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ശ്രദ്ധിക്കും,
എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. അതിന്ന് ഒരു ലൈറ്റ് റേ വരികയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇൻസിഡൻറ്റിങ് അല്ലേ? ദാറ്റ് ഈസ് ഇൻസിഡൻറ്റിങ്. നിങ്ങൾക്കറിയാം ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അണ്ടർഗോ റിഫ്രാക്ഷൻ അല്ലേ? ഇതിങ്ങനെ പോവും, ഇതിങ്ങനെ പോവും. അങ്ങനെ ഇതിങ്ങനെ, അതായത് നിങ്ങൾ നേരെ വെക്കുകയാണെങ്കിൽ ദിസ് റേ, അതായത് ഒരു നോർമലായി 90 ഡിഗ്രി വരികയാണെങ്കിൽ ഇത് നേരെ പോവും. പിന്നെ ഇങ്ങനെ വരും, ഇങ്ങനെ പോവും, ഇങ്ങനെ വരും, ഇങ്ങനെ പോവും. ഇതിങ്ങനെ വളഞ്ഞ് പോവും. അങ്ങനെ അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ വിച്ച് ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ ആംഗിൾ ഓർ തീറ്റ സി, ഈ റേ ഇങ്ങനെ പോയിരുന്ന റേ വളഞ്ഞ് ഇറ്റ് വിൽ ഗോ പാരലൽ ടു ദ സർഫേസ്. അതായത് അതിന് നേരെ എയറിലേക്കല്ല പോവുക, അത് നമ്മുടെ ഗ്ലാസ് സ്ലാബിൻ്റെ മുകളിലൂടെ തട്ടി പാരലായിട്ട് പോകും. ഇനി നീ തീറ്റാസിന് ഒന്നുകൂടെ കൂട്ടുകയാണെങ്കിൽ, അതായത് നീ കുറച്ചും കൂടെ ആ തീറ്റാസി കൂട്ടുകയാണെങ്കിൽ എന്ത് പറ്റും? ഇനി അത് റിഫ്രാക്റ്റ് ചെയ്ത് പോവില്ല, പരസ്പരം അത് ഉള്ളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ടോട്ടലായിട്ട്, അതായത് ഒരു സർഫസിൽ തട്ടി നമ്മളിവിടെ ഒന്നും ചെയ്തില്ല, നമ്മൾ സിൽവറിങ് ഒന്നും ചെയ്യാണ്ട് താനെ ആ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് തന്നെ വരും. അങ്ങനെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. മനസ്സിലായോ? ദാറ്റ് സ്റ്റഫ് ഇസ് നോൺ ആസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. സോ തീറ്റ സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ കണ്ടീഷൻ ടു ടേക്ക് ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടു ഹാപ്പൻ? ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ തീറ്റ സി. തീറ്റ സി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ശ്രദ്ധിച്ചേ, വാട്ട് ഹാപ്പൻസ് ഇൻ തീറ്റ സി? ക്രിട്ടിക്കൽ ആംഗിളിൽ തട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ പാരലൽ ടു ദ സർഫേസ് കേട്ടോ. അത് നേരെ നമ്മുടെ ഗ്ലാസ് സ്ലാബിന് തട്ടിപ്പോവും, നേരെ നമ്മുടെ എയറിലേക്ക് പോവില്ല. അതിനേക്കാളും ഒരു 0.1 ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ അത് നേരെ ഉള്ളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? വൺ തിങ്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ തിങ് നമ്മുടെ ഈ ഒരു കാര്യം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഇതെപ്പോഴും ഡെൻസർ മീഡിയം ആയിരിക്കണം, ഇത് റെയർ മീഡിയം ആയിരിക്കണം. അതായത് ലൈറ്റ് ഷുഡ് ഓൾവേസ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയർ. മനസ്സിലായോടാ? ലൈറ്റ് ഷുഡ് ഓൾവേസ് ട്രാവൽ ഫ്രം ഡെൻസർ ടു റെയറർ. ഓക്കെ ആണല്ലോ? സോ ഇവിടെ സൈൻ തീറ്റ സി എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബ്ലി ഡെൻസർ ആണ് റെയർ ആണോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് മീഡിയം പറഞ്ഞുതരാം. ഇത് ഗ്ലാസ് നിന്ന് എയറിലേക്ക് പോവുകയാണെങ്കിൽ റെയർ എന്ന് ഡെൻസർ ആണ്. അല്ല വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോവുകയാണെങ്കിൽ ഡെൻസർ ടു റെയർ ആണ്. അല്ല ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് പോവുകയാണെങ്കിലും ഡെൻസർ ടു റെയർ ആണ്. ഈ കേസിലൊക്കെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. സോ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് വരാണ്, അല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് എയറിലേക്ക് വരാണ്, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് വരാണ്. സോ വാട്ട് എവർ തിങ് ഇസ് ഹാപ്പനിങ്, ഇതിനകത്തൊക്കെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നിരിക്കും. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. ഓക്കെ. സോ അടുത്തൊരു കാര്യം ഇത് നിങ്ങൾക്ക് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് താഴെ ഉണ്ടാവും കേട്ടോ, ഒരു വെള്ളത്തിന് താഴെ, ഒരു ടാങ്കിൻ്റെ താഴെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് തന്നിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? ആ ഒരു ടാങ്കിൽ എച്ച് ഹൈറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നിട്ട്, ഇവിടുന്ന് ഒരു റേ വന്നിട്ട് അത് ക്രിട്ടിക്കൽ ആംഗിളിൽ തട്ടി പോവാണ്. ഓക്കെ, അതായത് തീറ്റ സിയിൽ തട്ടി പാരലായിട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ സെൻറ്റർ ഭാഗം, അതായത് ഇത് നോർമലി ഇങ്ങനെയാണല്ലോ പോവുക, ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഇത് പോവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ് മനസ്സിലാക്കാം. പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ലൈറ്റ് റേ ഇതിന്ന് ഒരു ഒബ്ജക്റ്റായി നിന്ന് ലൈറ്റ് റേ വരികയാണ്. ഈ ലൈറ്റ് റേ എന്ത് ചെയ്തു? നമ്മുടെ സർഫസിലെത്തി, ക്രിട്ടിക്കൽ ആംഗിൾ തട്ടി, ദിസ് ഈസ് ഗോയിങ് പാരലൽ ടു ഗ്ലാസ് സ്ലാബ്. ഓക്കെ, നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ആ ഒരു ടാങ്കിൻ്റെ സെൻട്രൽ നിന്ന് ഈ ഒരു ക്രിട്ടിക്കൽ ആംഗിൾ, അല്ലെങ്കിൽ ആ എവിടെ വെച്ച് തട്ടിയിട്ടാണോ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിട്ടിക്കൽ ആംഗിൾ ആയത്, ഈ ഡിസ്റ്റൻസ് ആർ എത്രയാണെന്ന് നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കും. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അങ്ങനെ ആറിൻ്റെ വാല്യൂ ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു എച്ച് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എത്ര ലെവൽ വെള്ളം നിറച്ചിട്ടുണ്ട്, എച്ച് ബൈ റൂട്ട് ഓഫ് മ്യൂ സ്ക്വയർ മൈനസ് 1. ആർ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ മ്യൂ സ്ക്വയർ മൈനസ് 1 ആണ്. ഓക്കെ ആണല്ലോ? സോ ആർ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ മ്യൂ സ്ക്വയർ മൈനസ് 1. ദിസ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ഫോർമുല വിച്ച് യു ഷുഡ് ലേൺ കേട്ടോ. സാർ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ കോമ്പസിഷൻ കണ്ട് തുടങ്ങിയേ ഉള്ളൂ. എനിക്ക് തോന്നും മേ ബി എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നാലും എനിക്ക്
കോംബി സെഷൻ മാത്രം പഠിച്ചാൽ മതി, എനിക്ക് 100% ഉറപ്പ്. ഓക്കെ, ദാറ്റ് ആക്ച്വലി മീൻസ് എ ലോട്ട്. കാരണം യുനോ ഒരു കോംബി സെഷൻ, കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് വി ഡിഡ്ന്റ് ഹാവ് എനി കൈൻഡ് ഓഫ് ക്ലാസ്സസ് ഇതേപോലെ ഒരു 1 hourലൊക്കെ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ റേ ഓപ്റ്റിക്സ് എടുക്കാറ്, നിങ്ങൾക്ക് ഇത് എടുത്ത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഒരുപാട് സ്കിപ്പ് ചെയ്താൽ പോകുന്നത്. ഐ യൂസ് ടു ടേക്ക് ലൈക്ക് ഒരു 20 hours എങ്കിലും എടുത്ത് തീർക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു എന്താണ് നമ്മുടെ റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തീർത്ത് തരാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പേസിൽ എടുത്താലേ തീരുള്ളൂ, അതുകൊണ്ടാണ്. സോ കോംബിസേഷൻസ് ആർ ലൈക്ക് വെരി ഗുഡ്. നമുക്ക് അത്രയും കൺസൈസായി പ്രിസൈസായി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. സോ ഹെവൻ ഹൂഎവർ ഇറ്റ് ഇസ്, ഐ ഡോണ്ട് നോ യുവർ റിയൽ നെയിം, ലൈക്ക് ദീസ് മെസ്സേജസ് മീൻസ് എ ലോട്ട് ടു അസ്. ഓക്കെ, ഒരുപാട് മെസ്സേജസ് കമൻസിൽ കാണാറുണ്ട്, അതെല്ലാം ഞാൻ വായിക്കാറുണ്ട്. ഓക്കെ, സോ വി വിൽ ബി ലൈക്ക് ആസ് ടീച്ചേഴ്സ് വി ആർ സോ ഹാപ്പി ടു സീ യുവർ ഫീഡ്ബാക്സ്. നിങ്ങളുടെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ആൻഡ് ദീസ് തിങ്സ് മീൻസ് എ ലോട്ട് ടു അസ്. ഓക്കെ, ദീസ് ആർ ആക്ച്വലി ദ സപ്പോർട്ട് വിച്ച് വി ഗെറ്റ്. നമ്മൾ യൂട്യൂബിലൂടെ ഈ ഒരു ഇത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് എല്ലാ കുട്ടികൾക്കും സ്ട്രീം ചെയ്യുന്നതാണ്. സോ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങളിടുന്ന ഇങ്ങനത്തെ പോസിറ്റീവ് റെസ്പോൺസസ് ആണ്. ആൻഡ് യു നോ ദോസ് തിങ്സ് വിൽ ഡെഫിനറ്റ്ലി സ്റ്റേ വിത്ത് us forever. A fish sees a bird flying above. Will the fish see the blood closer or farther? Okay, fish sees a bird flying above. അല്ലേ, ഫിഷ് താഴെയാണ്, ബേർഡ് മുകളിലാണ്. ഓക്കെ, സോ വിൽ ദ ഫിഷ് സീ ദ ബേർഡ് ക്ലോസർ ഓർ ഫാർദർ? അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുന്ന കേസാണ്. കാരണം ദിസ് ഇസ് എയർ, ദിസ് ഇസ് വാട്ടർ. അപ്പോൾ അതിങ്ങോട്ട് വന്നു, ശ്രദ്ധിച്ചേ, നമ്മുടെ ഇവിടെ ഇതാണ് കാര്യം, റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരികയാണ്. സോ ദിസ് വിൽ ബി സീൻ, ഒബ്ജക്റ്റിൻ്റെ മാറി മുകളിലാണ് ഇമേജ് കിട്ടുക. സോ ഇറ്റ് വിൽ ബി സീൻ ഫാർദർ. ഓക്കെ ആണല്ലോ, എത്ര ഫാർദർ കിട്ടി? P1. അതായത് എത്ര ഫാർദർ കിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വെള്ളത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ എത്ര ഡിസ്റ്റൻസ് താഴെയാണ്, എത്ര ഡിസ്റ്റൻസ് മുകളിലാണ് ഫിഷ് പറക്കുന്നത് എന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക ഷാരോൺ. Okay, so with that note, we have successfully completed that question also. ഇനി റിഫ്രാക്ഷൻ ആയിട്ട് ട്രാൻസ്പെറൻറ്റ് കർവ്ഡ് സർഫേസ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അത് തട്ടി നേരെ റിഫ്രാക്ട് ചെയ്ത് ഉള്ളിലേക്ക് പോയി. ഓക്കെ ആണല്ലോ. സോ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, നത്തിങ് μ2/v, അതായത് v എന്ന് പറയുന്നത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ ആണല്ലോ. സോ μ2/v മൈനസ് μ1/u എന്ന് പറയുന്നത് μ2 മൈനസ് μ1/r ആയിരിക്കും കേട്ടോ. μ2/v മൈനസ് μ1/u എന്ന് പറയുന്നത് μ2 മൈനസ് μ1/r. ഓക്കെ ആണല്ലോ. സോ വിത്ത് ദാറ്റ് നോട്ട്, വിത്ത് ദിസ് മച്ച് ഓഫ് തിയറി, we have successfully completed the refraction. So checklist reflection is over. Checklist number 2, refraction is over. And it's 1.5 hours. 1.5 മണിക്കൂർ കൊണ്ട് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. And lens is remaining, prism is remaining, optical instruments is remaining. Definitely I need 1.5 hours more. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ടത് 1.5 മണിക്കൂറുടെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമോ എൻ്റെ കൂടെ, അതോ ഞാൻ ഒന്ന് സ്പീഡാക്കി ഇത് നിങ്ങൾക്കൊരു 3/4 മണിക്കൂർ കൊണ്ട് തീർത്ത് തരേണ്ടി വരുമോ? നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഇഫ് യു ആർ വില്ലിംഗ് ടു സിറ്റ്, ഐ എം സോ ഹാപ്പി ടു സിറ്റ് വിത്ത് യു. അല്ല, നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഇരിക്കാൻ മടുത്ത് തുടങ്ങി, നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് തീർക്കണം എന്നാണെങ്കിൽ നിങ്ങൾ പറയാം. ഇഫ് യു ഗൈസ് സേ ഐ വിൽ ഡു ദാറ്റ്, വാട്ട് എവർ ഇസ് ഓക്കെ ഫോർ മീ. നമ്മൾ തിയറി ഒന്ന് കോംപ്രമൈസ് ചെയ്ത് കുറച്ച് ഇക്വേഷൻസ് പെരിഫറലായിട്ട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ തീർക്കാം. എനിത്തിങ് ഇസ് ഫൈൻ ഫോർ മീ, നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ റിഫ്രാക്ഷൻ കഴിഞ്ഞു, റിഫ്ലക്ഷൻ കഴിഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഡ്രീമി ഗേൾ ഇസ് സെയിങ് ഹായ്. ഓക്കെ, സോ അനാമിക വെള്ളോടൻ ഒരു ഇമോജി കണ്ട്. സോ ഹാപ്പി ടു സീ ന്യൂ പീപ്പിൾ ഇൻ ദി ചാറ്റ്. ഞാൻ എല്ലാവരും വായിക്കാറുണ്ട്, ഞാൻ ആരെയും അവോയ്ഡ് ചെയ്യാറുന്നില്ല, എല്ലാവരുടെ ചാറ്റ്സും വായിക്കാറുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് നിങ്ങളാണല്ലോ. ഓക്കെ, so we are moving into the next question. നമ്മളിരിക്കും ലേശം ഒരു പൊടിക്ക് സ്പീഡാക്കുക. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഒരു പൊടിക്കൊന്ന് സ്പീഡാക്കിയിട്ട് ഒരു മാക്സിമം ഒരു 1 hour ഞങ്ങൾക്ക് തീർക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ ക്വസ്റ്റ്യൻ കണ്ടോളൂ. എന്താണ് ക്വസ്റ്റ്യൻ? ആൻ എയർ ബബിൾ ഇൻ ഗ്ലാസ് സ്ലാബ് വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഈസ് 5 centimeter deep when viewed from one surface and 3 centimeter deep when viewed from the opposite face. ഓക്കെ ആണല്ലോ. ദ തിക്നെസ് ഓഫ് ദ സ്ലാബ് ഈസ്, ഇതാണ് നിങ്ങളുടെ സ്ലാബ്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും μg ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ സപ്പോസ് L ഈസ് ദ ലെങ്ത് ഓഫ് ദി ഗ്ലാസ് സ്ലാബ്. ഓക്കെ, ഗ്ലാസ് സ്ലാബിൻ്റെ ലെങ്ത് L ആണ്. ഓക്കെ, സോ ഇവിടെ ആയിക്കോട്ടെ നമ്മുടെ
എന്തിരിക്കുന്നത്, നമ്മുടെ എയർ ബബിൾ ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് എക്സ് ആണ്, മൊത്തം ഡിസ്റ്റൻസ് എൽ ആണ്. അപ്പോൾ ദിസ് വിൽ ബി എൽ മൈനസ് എക്സ്. സംശയമുണ്ടോ? ഇല്ല. സോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് ഒരു സൈഡിൽ നിന്ന് 5 മറ്റേ സൈഡിൽ നിന്ന് 3. അപ്പോൾ ഇത് നോക്കുന്നത് സബ്ജക്റ്റീവായിട്ട് നോക്കുകയാണ് അല്ലേ, അതായത് ആക്ച്വൽ അല്ല, സബ്ജക്റ്റീവാണ്. സോ ദിസ് ഈസ് ബേസിക്കലി ദി അപ്പാരൻറ്റ് ഡെപ്ത്. ഓക്കെ, അപ്പാരൻറ്റ് ഡെപ്ത് എത്രയാടാ? 5 + 3 വിച്ച് ഇസ് 8 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ, 5 + 3 8 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യം ശ്രദ്ധിക്കാം. എഗെയിൻ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, x/μ, അതായത് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ഉണ്ടാവാൻ കാരണം ഈ ഗ്ലാസ് സ്ലാബ് തന്നെയാണ്, പ്ലസ് L - x ബൈ എഗെയിൻ ഇവിടെ എന്താ പറ്റുന്നത്, ഇത് വേറൊരു സൈഡിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അപ്പാരൻറ്റ് ഡിസ്റ്റൻസ് ആണ്. ഇതിനും കാരണം ആരാണ്? നമ്മുടെ ഗ്ലാസ്സിനെയാണ്. സോ ദിസ് ഈസ് ഓൾസോ μ. അപ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള അപ്പാരൻറ്റ് ഡിസ്റ്റൻസ് ഇസ് x/μ, അപ്പുറത്തെ ഡിസ്റ്റൻസ് ഇസ് L - x/μ. സോ ദിസ് ഇസ് ദ ടോട്ടൽ അപ്പാരൻറ്റ് ലെങ്ത് അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ അപ്പാരൻറ്റ് ലെങ്ത് കിട്ടുക. അത് 8 ആണ്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? സോ ഇതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു സോൾവ് ഇറ്റ്, ഇതിൽ നിങ്ങൾക്ക് x/μ പ്ലസ് L/μ മൈനസ് x/μ ഈസ് ഈക്വൽ ടു 8. x/μ വെട്ടിപ്പോയി, അഥവാ L/μ 8 ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. അഥവാ L എന്ന് പറയുന്നത് 8μ ആണ്, അത് 8 × 1.5 ആണ്, അത് 12 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത്? നമ്മളോട് ചോദിച്ചു വാട്ട് ഈസ് ദ തിക്നെസ് ഓഫ് ദ സ്ലാബ് ആണ്, ദാറ്റ് ഈസ് 12 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ദ ആൻസർ ഇസ് C, വിച്ച് ഇസ് 12 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ മൈക്രോസ്കോപ്പ് ഈസ് ഫോക്കസ്ഡ് ഓൺ എ മാർക്ക് ഓൺ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ദെൻ എ സ്ലാബ് ഓഫ് തിക്നെസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 സെൻറ്റിമീറ്റർ ഇസ് പ്ലേസ്ഡ് ഓഫ് ദി മാർക്ക്. ഒരു മാർക്ക് ഉണ്ട്, അതിൻ്റെ മുകളിൽ നമ്മളൊരു സ്ലാബ് വെക്കുകയാണ്, അതിൻ്റെ μ 1.5 ആണ്, തിക്നെസ് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യണം, അതായത് നമ്മൾ മൈക്രോസ്കോപ്പ് മുകളിലേക്ക് നീക്കണോ താഴേക്ക് നീക്കണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചേ, നമുക്കിവിടെ അറിയേണ്ടത് അപ്പാരൻറ്റ് ഡെപ്ത് ആണ്. ഓക്കെ, അപ്പാരൻറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിയൽ ഡെപ്ത് ബൈ μ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ നമ്മുടെ അപ്പാരൻറ്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ μ. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു റിലേഷനാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് അപ്പാരൻറ്റ് ഡെപ്ത് ഇൻറ്റു μ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇവിടെ ചെയ്ത് കണ്ടോ. ഇവിടെ ആക്ച്വലി അപ്പാരൻറ്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ μ. ഇതറിയുമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ അപ്പാരൻറ്റ് ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കുറച്ച് സ്ലോ ആക്കുമോ സാർ? തിയറി വേണമെങ്കിൽ കൂട്ടിക്കോ. ഓക്കെ, അങ്ങനെ ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒന്ന് സ്ലോ ആക്കാം. സോ അപ്പാരൻറ്റ് ഈസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ μ. ഓക്കെ ആണല്ലോ. സോ ഇവിടെ റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് തിക്നെസ് 3 ആണ്, μ എന്ന് പറയുന്നത് 1.5 ആണ്. സോ ദാറ്റ് ഈസ് 3/2. 3 വെട്ടിപ്പോയി. സോ 2 മുകളിലേക്ക് വന്നാൽ 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അപ്പോൾ എന്താ പറ്റിയേ, നമ്മളൊരു ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു മാർക്ക് മുകളിലേക്ക് വരികയാണ് ചെയ്യുക. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഈ ഒരു മാർക്ക് മുകളിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ സെയിം തിങ് ഇസ് ഹാപ്പനിങ് ഹിയർ. ഇവിടെയും ആ മാർക്ക് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. സോ ഇറ്റ് ഈസ് ഗോയിങ് 2 സെൻറ്റിമീറ്റർ അപ്വേർഡ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സാറിൻ്റെ റൊട്ടേഷൻ മോഷൻ ക്ലാസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. എ ഗ്രേറ്റ് താങ്ക്സ് ടു യു സാർ. ഓക്കെ, ദാറ്റ് മീൻസ് എ ലോട്ട്. ഞാൻ ഇപ്പോഴും കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ദാറ്റ് റിഗാർഡിങ് റൊട്ടേഷണൽ മോഷൻ, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ. ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഗൈസ് ആർ എൻജോയിങ് ദ ക്ലാസ്. കുറച്ച് പേര് എസ് ബ്ലോക്കും ഡൈജഷനും കണ്ടിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ഓൺലി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്ലാസ്സസ് ഐ ടുക്ക് ഫോർ യു. ആക്ച്വലി ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഹാപ്പി ഐ എം ലൈക്ക് സീയിങ് യുവർ ഓൾ യുവർ കമൻറ്റ്സ്. അപ്പോൾ ഞാനതിങ്ങനെ പറയണമെന്ന് വിചാരിക്കും. ബട്ട് യു നോ ലൈക്ക് ഇറ്റ്സ് ഗുഡ് ടു സീ അല്ലേ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേര് കാണുന്നുണ്ട് ക്ലാസ്. ഐ തിങ്ക് ഗ്രാവിറ്റേഷൻ ഹാസ് ക്രോസ്ഡ് മോർ ദാൻ 15,000 വ്യൂസ് ആൻഡ് ഈവൻ അതർ ക്ലാസ്സസ്, മെനി ക്ലാസ്സസ് ഹാവ് സ്കോർഡ് എബവ് 5,000. ഓക്കെ ആണല്ലോ, ഫൈൻ. സാർ ഈ തിക്നെസ് ആൻഡ് റിയൽ ഡെപ്ത് സെയിം ആണോ? യെസ്, റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ ആ തിക്നെസ് ആയിട്ട് തന്നെയാണ് എടുക്കുക കേട്ടോ. റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ആ ഒരു ഇവിടുന്ന്, അതായത് സർഫസിൽ നിന്ന് എത്ര മാറിയിട്ടാണ് ആ ഒബ്ജക്റ്റ് ഉള്ളതെന്നാണ് ചോദിക്കുക. അത് രണ്ടായിട്ടും വരാറുണ്ട്. ബട്ട് ഫോർ ദ ടൈം ബീങ് നിങ്ങൾ സെയിം ആണെന്ന് പഠിച്ചു വെച്ചാലും മതി, കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. എ റേ ഓഫ് ലൈറ്റ് ട്രാവലിംഗ് ഇൻ എയർ ഹാവിംഗ് വേവ് ലെങ്ത് ലാംഡ, ഫ്രീക്വൻസി n, വെലോസിറ്റി v, ഇൻറ്റൻസിറ്റി i. ഇഫ് ദിസ് റേ എൻറ്റേഴ്സ് ഇൻ ടു വാട്ടർ ദ പാരാമീറ്റേഴ്സ് ആർ, എല്ലാത്തിനും പാരാമീറ്റേഴ്സ് മാറിയിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻ റിഫ്രാക്ഷൻ വാട്ട് ഹാപ്പൻസ് ഇസ് നിങ്ങളുടെ ഫ്രീക്വൻസി വിൽ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഒരു റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ഫ്രീക്വൻസി വിൽ നോട്ട് ചേഞ്ച്,
ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ മാറും. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻ എ റിഫ്രാക്ഷൻ ദ ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റന്റ്. സോ ദി ആൻസർ ഇസ് ബി, അതായത് n വിൽ ബി ഈക്വൽ ടു n ഡാഷ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബബിൾ ഇൻ ഗ്ലാസ് സ്ലാബ്. ഓക്കെ, ഒരു ബബിൾ ഉണ്ട് ഇൻ എ ഗ്ലാസ് സ്ലാബ്. വെൻ വ്യൂഡ് ഫ്രം വൺ സൈഡ് അപ്പിയേഴ്സ് 5 സെൻറ്റിമീറ്റർ. ഇവിടെയാണ് ബബിൾ എന്ന് വിചാരിക്കുക. ഒരു സൈഡ് നോക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ്, മറ്റേ സൈഡ് നോക്കുമ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ നിങ്ങൾ ടോട്ടൽ അപ്പാരൻറ്റ് ഡെപ്ത് എടുക്കുക. ടോട്ടൽ അപ്പാരൻറ്റ് ഡെപ്ത് ഒക്കെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ടോട്ടൽ അപ്പാരൻറ്റ് ഡെപ്ത് എടുക്കാൻ രണ്ടും കൂട്ടുക, 5 + 2, ദാറ്റ് വിൽ ബി 7 സെൻറ്റിമീറ്റർ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നമുക്കറിയാം മ്യൂ എന്താടാ? റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത്. ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ ആണല്ലോ? ഈ റിയൽ ഡെപ്ത് തന്നെയാണ് തിക്നെസ്സും, അതും നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, സോ മ്യൂ ഇസ് ഈക്വൽ ടു റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത്. സോ റിയൽ ഡെപ്ത് എത്രയാണ്? റിയൽ ഡെപ്തിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം, അപ്പാരൻറ്റ് ഡെപ്തിന് വൈ എന്ന് എടുക്കാം. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു വൈ. ഇവിടെ മ്യൂ എത്രയാണ്? മ്യൂ 1.5 ആണ്. അതുപോലെ വൈ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് വിൽ ബി 10.5 സെൻറ്റിമീറ്റർ. ആൻസർ വിൽ ബി 10.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇപ്പോൾ ആരും ആൻസർ ഇടുന്നില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദ റീസൺ. നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സിലാവാഞ്ഞിട്ടാണോ അതോ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ റിപ്ലൈ ചെയ്യണേ. ഞാൻ പറഞ്ഞു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഞാൻ ക്ലാസ് നിർത്തും. ഓക്കെ, കാരണം ഇപ്പോൾ തന്നെ 1 hour 40 minutes ആയി. എന്നോട് മാക്സിമം പറഞ്ഞാൽ 1.5 hours ആണ്. ബാക്കി എടുക്കുന്നതൊക്കെ എൻ്റെ റിസ്കിൽ എടുക്കുന്നതാണ്. ഓക്കെ, സോ അതാണ് പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു റെസ്പോൺസ് കിട്ടിയാൽ എനിക്ക് എടുക്കുമ്പോൾ ഒരു ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയട്ടോ മനസ്സിലായോ ഇല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം മ്യൂ ഇസ് ഈക്വൽ ടു റിയൽ ബൈ അപ്പാരൻറ്റ്. അപ്പാരൻറ്റ് വിൽ ബി ദ തിക്നെസ് ഓഫ് ദി സ്ലാബ്. ഓക്കെ ആണല്ലോ? റിയൽ വിൽ ബി ദ തിക്നെസ് ഓഫ് ദി സ്ലാബ്. അപ്പാരൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ 2 ഡിസ്റ്റൻസ് അങ്ങ് കൂട്ടാം. അതങ്ങ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലാസ് സ്ലാബിൻ്റെ ഉത്തരം കിട്ടും. നിങ്ങൾക്ക് ആർക്കും ഒരു തിയറി അറിയില്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? സോ അത് നോക്കിയാൽ മതി. ഓക്കെ, ഫൈൻ. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, യു ക്യാൻ ഡു ഇറ്റ്. ജസ്റ്റ് 1-2 തവണ പ്രാക്ടീസ് ചെയ്യുക. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇതേപോലെ അങ്ങ് ഓർത്ത് വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അത് കിട്ടും കേട്ടോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 ക്വസ്റ്റ്യൻ. ഇൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ for the pair of median contact, what will be the angle of refraction? ശ്രദ്ധിച്ചേ, ഇതാണ് ഒബ്ജക്റ്റീവ്. ഇതൊന്ന് ക്രിട്ടിക്കൽ ആംഗിൾ θc ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ എന്ത് പോവുക? റിഫ്രാക്റ്റഡ് റേ പോവുക. സോ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലേ? ഇറ്റ് വിൽ ജസ്റ്റ് സ്ലൈഡ് ത്രൂ ദി സർഫേസ്. സോ ദ ആംഗിൾ ഇസ് 90 degree. ആൻസർ ഇസ് എ. ആൻസർ ഇസ് എ, അഥവാ 90 degree കേട്ടോ. ഓക്കെ, അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? നമുക്കറിയാം വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ, നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്റ്റ് ഇതാണ് പോകുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പാരൻറ്റ് ആൻഡ് റിയൽ ഡെപ്ത്, അതിന് കാരണം റിഫ്ലക്ഷൻ അല്ല, റിഫ്രാക്ഷൻ ആണ്. സോ ബി ഉത്തരമാണ്. മിറാഷിന് ഉത്തരം നിങ്ങൾക്ക് അറിയാലോ. മിറാഷിന് ഉത്തരം ഇങ്ങനെ, അതായത് ഒരു ഒബ്ജക്റ്റ് വരുന്ന സാധനം റിഫ്ലക്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് ഇമേജ് ഫോം ചെയ്യുന്നതാണ് കേട്ടോ. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് അറിയാലോ, ഉള്ളിൽ കിടന്ന് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. സോ ദ ആൻസർ ഇസ് ബി. ഓക്കെ ആണല്ലോ? ദ ആൻസർ ഇസ് ബി. ഹിയർ ഇസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, so a disk is placed on a surface of pond which has refractive index 5/3. Okay, ഒരു ഡിസ്ക് വെച്ചിട്ടുണ്ട്, ഒരു സർഫേസ് ഓഫ് പോണ്ടിലാണ് വെച്ചിട്ടുള്ളത്. എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് 4 meter ബിലോ ദ സർഫേസ് ഓഫ് ലിക്വിഡ്. മ്യൂ തന്നിട്ടുണ്ട്, അത് 4/3 ആണ്. ദ മിനിമം റേഡിയസ് ഓഫ് ഡിസ്ക് സോ ദാറ്റ് ലൈറ്റ് ഈസ് നോട്ട് കമ്മിങ് ഔട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസിലാണ് ലൈറ്റ് പുറത്തേക്ക് വരിക, അതായത് ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആയിട്ട് പോകുന്ന ഡിസ്റ്റൻസ്. ഞാൻ തൊട്ട് മുന്നേ ഒരു കേസ് കാണിച്ചു തന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല. ഈ ഒരു കേസ് ഇതിൻ്റെ അപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ? അയ്യോ പോയോ? വി ഹാവ് കെയിം എ ലോങ് വേ. യെസ്, ഇതിൻ്റെ ഈ ക്വസ്റ്റിൻ്റെ അപ്ലിക്കേഷനാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചോ. കണ്ടോ, ഇതേപോലെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഹിയർ ആർ ഇസ് ഈക്വൽ ടു h/√μ²-1. ഓക്കെ ആണല്ലോ? ഇവിടെ h എന്ന് പറയുന്നത് 4 ആണ്, ബൈ റൂട്ട് ഓഫ് മ്യൂ എന്ന് പറയുന്നത് എന്താടാ? മ്യൂ എന്ന് പറയുന്നത് 5/3 the whole square minus 1. So this is 4/√25/9 minus 1. Okay, so this is 4/√25 minus 9/9. So this is equal to 4/√16/9. So this is 4/√16 is 4, √9 is 3. So this is 1/1/3, or it is 3 meter. Answer is B.
ഓക്കെ ആണല്ലോ? ആൻസർ ഇസ് ബി. മനസ്സിലായോടെ? ആൻസർ ഇസ് ബി. ഓക്കെ, പവിത്ര പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ആദർ പറഞ്ഞിട്ടുണ്ട് ബി. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? വിത്ത് ദാറ്റ് വി ആർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷനും ഇതോടെ തീരുകയാണ്. 1 hour 45 minutes ആയിട്ടുണ്ട്. മാക്സിമം ഒരു 45 minutes കൂടെ അതിനുള്ളിൽ നമുക്ക് ലെൻസ് തീർക്കണം, പ്രിസം തീർക്കണം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് തീർക്കണം. നമുക്ക് മാക്സിമം ശ്രമിക്കാം. ഓക്കെ, സോ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ മനസ്സിലായോടാ? എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ ചാറ്റിൽ മനസ്സിലായോ എന്നുള്ള കാര്യം, മനസ്സിലായെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നോക്കട്ടെ. ക്ലിയർ ആവുന്നുണ്ടോ? കാരണം 1.25 മണിക്കൂർ കൊണ്ട് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ തീർക്കാൻ പറഞ്ഞാൽ വലിയ കാര്യമാണ് കേട്ടോ. മനസ്സിലായെന്നൊന്ന് പറയണേ. ഓക്കെ, എന്താണ് ലെൻസ് പറഞ്ഞതൊന്നും ഞാൻ ഇനി കുറച്ച് സ്പീഡ് ഔട്ടാണ്, മനഃപൂർവ്വം സ്പീഡ് ഔട്ടാണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയം കിട്ടാൻ വേണ്ടിയിട്ട്. ലെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. 2 റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്, R1 R2. R1 ഇങ്ങനെയാണ്, ഇങ്ങോട്ടാണ് ഉണ്ടാവുക അല്ലേ? ഇങ്ങനെ ലെങ്ത് ലൈറ്റ് വരും. R1 ഇസ് മെഷേർഡ് ഇങ്ങോട്ട്, സോ R1 വിൽ ബി പോസിറ്റീവ്, കാരണം ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മെഷർ ചെയ്യും. R2 ഇങ്ങോട്ടാണ്, സോ R2 വിൽ ബി യൂഷ്വലി നെഗറ്റീവ്. ഓക്കെ ആണല്ലോ? R1 വിൽ ബി പോസിറ്റീവ്, R2 വിൽ ബി നെഗറ്റീവ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അത് രണ്ടും മനസ്സിൽ വയ്ക്കുക. നെക്സ്റ്റ് തിങ് ഇസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്താണ്? ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഫോക്കസ്, റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ ആണല്ലോ? എന്താ പറയുന്നത്? 1/f ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം -1 ഇൻറ്റു 1/r1 ഇൻറ്റു 1/r2. ഓക്കെ ആണല്ലോ? അതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. മാഗ്നിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ അതേ സാധനം, ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. മറ്റേത് -v/u ആയിരുന്നു, ഇവിടെ v/u ആണ്. f/f+u ഇസ് ഈക്വൽ ടു f - v/f. ഓക്കെ ആണല്ലോ? സൈൻ കൺവെൻഷൻ നോക്കിക്കോ. റിയൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ u നെഗറ്റീവ് ആയിരിക്കും, v പോസിറ്റീവ് ആയിരിക്കും. വിർച്വൽ ഒബ്ജക്റ്റിൽ v പോസിറ്റീവ് ആയിരിക്കും, വിർച്വൽ ഇമേജിൽ v നെഗറ്റീവ് ആയിരിക്കും. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഹിയർ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇസ് ഇമ്പോർട്ടൻറ്റ്. 1/f ഇസ് ഈക്വൽ ടു μl ബൈ μm -1 ഇൻറ്റു 1/r1 - 1/r2. ഓക്കെ, ഇനി പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് ലെൻസ് അറിയാലോ? പവർ ഓഫ് ലെൻസ് പറഞ്ഞത് 1/, ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റർ ആണ്, അഥവാ 100/, ഫോക്കൽ ലെങ്ത് ഇൻ സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യാനാണ് കേട്ടോ. അടുത്തതാണ് ടൈപ്പ്. ഇത് ഞാൻ ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു, ഇതെങ്ങനെ വന്നത് എന്നുള്ളത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ഇനഫ് ടൈം ഫോർ ദിസ്. ഒന്നുമില്ല, നമ്മളിത് ആക്ച്വലി ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1/f ഇസ് ഈക്വൽ ടു μl minus μm -1 ഇൻറ്റു 1/r1 - 1/r2 ആണ് ഫോർമുല. ജസ്റ്റ് ഒരെണ്ണത്തിൻ്റെ മാത്രം പറഞ്ഞുതരാം, സെയിം അപ്ലൈസ് ഫോർ എവറിത്തിങ്. ആദ്യം നിങ്ങൾ പ്ലാനോ കോൺവെക്സ് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ R1 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, ഈ ഡിസ്റ്റൻസ് അല്ലേ? ഈ ഡിസ്റ്റൻസ് ആണ് R1. സോ R1 പോസിറ്റീവാണ്, +r ആണ്. R2 എന്ന് പറയുന്നത് പ്ലെയിൻ മിററാണ്, സോ ഇൻഫിനിറ്റി ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം ഇത് μl എന്ന് പറയുന്നത് മ്യൂ, മറ്റേത് μm എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്താണ് എയർ ആണ്, ദാറ്റ് ഈസ് 1. സോ ഇതിലെന്താ പറ്റുക? 1/f ഇസ് ഈക്വൽ ടു μ/1 -1 ഇൻറ്റു 1/r - 1/∞. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/f ഇസ് ഈക്വൽ ടു μ - 1 ഇൻറ്റു 1/r. പ്ലാനോ കോൺകേവ് ലെൻസ് ആണ്, ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ R1 ഇങ്ങോട്ടാണ്, അപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്യും, സോ അത് -r ആവും. ഓക്കെ ആണല്ലോ? സോ ഇതെന്ത് പറ്റി? 1/-r - 1/∞. ഇത് പോയി. സോ ദ ആൻസർ ഇസ് 1/f ഇസ് ഈക്വൽ ടു μ -1 ഇൻറ്റു -1/r. ഓക്കെ ആണല്ലോ? അത് നോട്ട് ചെയ്യാം. ദിസ് ഇസ് ഇക്വി കോൺവെക്സ് ലെൻസ്. ഓക്കെ ആണല്ലോ? ഇക്വി കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ 1/f ഇസ് ഈക്വൽ ടു μ - 1 ഇൻറ്റു 2/r. ഓക്കെ ആണല്ലോ? ഇത് വേറെ ഒന്നുമില്ല, ഇത് 1/r - 1/-r. കണ്ടോ? ഒന്ന് ഇങ്ങോട്ടല്ലേ, അപ്പോൾ ഇതെടുക്കുമ്പോൾ 2/r എന്ന് വരും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് ഇത് വന്നത്. ഇക്വി കോൺകേവ് ലെൻസ് ആകുമ്പോൾ -2/r വരും, കാരണം 1/-r ഇത് R2 +r വരും, അപ്പോൾ -1/r. സോ -2/r എന്ന് വരും കേട്ടോ. അങ്ങനെയാണ് ഇത് വന്നത്. 1/f ഇസ് ഈക്വൽ ടു μ - 1 ഇൻറ്റു -2/r. ഇത് നിങ്ങൾ എൻ്റെ കൂടെ എഴുതി പോവാം കേട്ടോ. കോൺകേവോ കോൺവേവ് ലെൻസ് ഇതേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. R1 R2 ഉണ്ട്, 1/r1 - 1/r2. കോൺവെക്സ് കോൺകേവോ ലെൻസ് ആണെങ്കിൽ 1/f ഇസ് ഈക്വൽ ടു μ - 1 ഇൻറ്റു 1/r1 - 1/r2. ഓക്കെ ആണല്ലോ? ഫൈൻ. അടുത്തതാണ് കോമ്പിനേഷൻ ഓഫ് ലെൻസ്. അപ്പോൾ രണ്ട് രീതിയിൽ കോമ്പിനേഷൻ വെക്കാം. ഒന്നാമത്തത്, രണ്ട് ലെൻസ് പരസ്പരം മുട്ടി വയ്ക്കാം. അങ്ങനെ മുട്ടിച്ച് വയ്ക്കുകയാണെങ്കിൽ പവർ വിൽ ബി P1 + P2.
അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് വിൽ ബി 1/f1 plus 1/f2. Power is equal to P1 plus P2. 1/f is equal to 1/f1 plus 1/f2. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. ഇതാണ് അടുത്ത കേസ്. ഇവിടെ എന്താ പറ്റുന്നത്? രണ്ട് ലെൻസ് ഉണ്ട്, പക്ഷെ അവർക്ക് ഇടയ്ക്കുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് ഡി ആണ്. ഓക്കെ ആണല്ലോ? ആ ഡിസ്റ്റൻസ് ഡി ആണ്. അങ്ങനെയാണെങ്കിൽ 1/f എന്ന് പറയുന്നത് 1/f1 plus 1/f2 minus d/f1 f2. എന്താണ്? 1/f is equal to 1/f1 plus 1/f2 minus d/f1 f2. ഓക്കെ ആണല്ലോ? ആൻഡ് പവർ P is equal to P1 plus P2 minus d P1 P2. Power is equal to P1 plus P2 minus d P1 P2. Okay ആണല്ലോ? So that is regarding the power. Okay, great. ഇവിടെയും നമുക്കൊരു ന്യൂട്ടൺ ഫോർമുല ഉണ്ട്. ന്യൂട്ടൺ ഫോർമുല എന്ന് പറയുന്നത് F is equal to മറ്റോടത്ത് x1 x2 ആയിരുന്നു, ഇവിടെ റൂട്ട് ഓഫ് x1 x2 ആണ്. F is the focal length. x1 എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ഓഫ്, അത് പറഞ്ഞുതരാം, ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ഫസ്റ്റ് ഫോക്കസ്. നിങ്ങൾക്കറിയാലോ രണ്ട് ഫോക്കസ് ഉണ്ട് അല്ലേ? F1 ഉണ്ട്, ദിസ് ഇസ് F1, ദിസ് ഇസ് F2. അപ്പോൾ F1 നിന്ന് ഒബ്ജക്റ്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതിനെയാണ് x1 എന്ന് വിളിക്കുന്നത്. x2 എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ഓഫ് ഇമേജ്. ഓക്കെ ആണല്ലോ? ഇമേജ്, ഇവിടെ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇവിടെ ഇമേജ് ആണ്. ഫ്രം, നേരത്തെ ഫസ്റ്റ് ഫോക്കസ് ആയിരുന്നു, ഇവിടെ സെക്കൻഡ് ഫോക്കസ് ആണ്. ഓക്കെ ആണല്ലോ? സോ ന്യൂട്ടൺസ് ഫോർമുല F is equal to root of x1 into x2. x1 is the distance of object from first focus. x2 is the distance of image from second focus. ഓക്കെ ആണല്ലോ? സോ F is equal to root of x1 into x2. അടുത്തതാണ് കട്ടിങ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ലെൻസിനെ നിങ്ങൾക്ക് എലോങ് അതിൻ്റെ ഡയമീറ്റർ കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും ഫോക്കൽ ലെങ്ത് എഫ് തന്നെ ആയിരിക്കും, അതുപോലെ തന്നെ പവർ പി തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നീ അതിനെ നടുക്ക് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഫോക്കൽ ലെങ്ത് വിൽ ബി ഡബിൾഡ്. ഇവിടെ എഫ് ആയിരിക്കും, ഇവിടെ 2f ആയിരിക്കും. ഓക്കെ ആണല്ലോ? 2f ആകുമ്പോൾ പവറും എന്തായിരിക്കും? പവർ വിൽ ബി ഓൾസോ 2p. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് കട്ടിങ് കേട്ടോ. നിങ്ങൾ ട്രാൻസ്വേഴ്സ് ആയി കട്ട് ചെയ്യുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത്തിന് ഒരു ചേഞ്ചും വരില്ല, എഫ് തന്നെയാണ് ഉണ്ടാവുക. വെർട്ടിക്കലി കട്ട് ചെയ്യുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് ഡബിൾ ആവും. ഓക്കെ ആണല്ലോ? ഇറ്റ് വിൽ ബിക്കം 2f. അടുത്തൊരു കാര്യം, ലെൻസ്, ഇഫ് ദ ലെൻസ് ഈസ് മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ, അതായത് ഇപ്പോൾ ഈ ഒരു ലെൻസ് രണ്ട് മെറ്റീരിയലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അങ്ങനെ ഒരു ലെൻസ് ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളോട് ചോദിക്കുന്നത് എത്ര ഇമേജ് ആണ് അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ എത്ര, നിങ്ങൾ ആദ്യം എണ്ണി നോക്കേണ്ടത് അത് എത്ര ടൈപ്പ് മെറ്റീരിയൽ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ രണ്ട് മെറ്റീരിയൽ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇമേജ് വിൽ ബി 2. ഇപ്പോൾ 3 മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാക്കി, അതായത് mu1, mu2, mu3, അങ്ങനെ 3 എന്താ പറയുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒബ്ജക്റ്റ് ലൈക്ക് മെറ്റീരിയൽസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് 3 ആവും. ഓക്കെ, സോ എത്ര ഉണ്ട് അത്രയും നമ്പർ ഓഫ് ഇമേജസ് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ? അവർ പറയുന്നത് ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ഓരോ ഇമേജ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഗ്രേറ്റ്. നെക്സ്റ്റ് വൺ ഇസ് റിഗാർഡിംഗ് ദി ക്രൊമാറ്റിക് അബിറേഷൻ ഓഫ് ലെൻസ്. എന്താണ് ക്രൊമാറ്റിക് അബിറേഷൻ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചേ, നമ്മുടെ ഒരു വൈറ്റ് ലൈറ്റ് ഓക്കെ ഇൻഫിനിറ്റിയിൽ നിന്ന് വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചൊരു കാര്യം 1/f is equal to mu minus 1 into 1/r1 minus 1/r2. ശരിയാണല്ലോ? അതായത് 1/f എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു mu minus 1. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? പക്ഷെ നമുക്കറിയാം mu is actually inversely proportional to lambda. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/λ, അഥവാ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. അതായത് ഫോക്കൽ ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏതിനാണോ കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്, നമുക്കറിയാം വേവ് ലെങ്ത് ഓഫ് റെഡ് ഈസ് മോർ ദാൻ വേവ് ലെങ്ത് ഓഫ് വയലറ്റ്. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ലെൻസ് വെക്കുകയാണെങ്കിൽ അതിനകത്ത് റെഡ് ആയിരിക്കും അപ്പുറത്ത്, അതായത് ദൂരെ ഫോക്കസ് ചെയ്യുക, വയലറ്റ് അടുത്ത് ഫോക്കസ് ചെയ്യും. അങ്ങനെ രണ്ട് സൈഡിൽ രണ്ട് ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ദർ വിൽ ബി ആൻ അൺസർട്ടനിറ്റി ഇൻ ദി ഇമേജ് ഫോർമേഷൻ ആൻഡ് ദാറ്റ് അൺസർട്ടനിറ്റി ഈസ് നോൺ ആസ് ക്രൊമാറ്റിക് അബിറേഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് വി. അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. Focal length of red is greater than
ഫോക്കൽ ലെങ്ത് ഓഫ് വി. മനസ്സിലായോ? അതാണ് ക്രോമാറ്റിക് അബറേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് നോൺ ആസ് സിൽവറിങ് ഓഫ് ലെൻസ്. ഓക്കെ, സിൽവറിങ് ഓഫ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളൊരു ലെൻസ് എടുക്കുക, വെദർ ഇറ്റ്സ് കോൺകേവ് ലെൻസ് ഓർ കോൺവെക്സ് ലെൻസ്, അതിൻ്റെ ഒരു സൈഡ് നമ്മൾ സിൽവർ അടിക്കുകയാണ്. ദാറ്റ് ഈസ് നോൺ ആസ് സിൽവറിങ് ഓഫ് ലെൻസ്. അങ്ങനെ നമ്മൾ സിൽവർ അടിക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? വാട്ട് വിൽ ബി ദി എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്? അപ്പോൾ അതിന് -1 എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 2 ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് -1 ഫോക്കൽ ലെങ്ത് ഓഫ് മിറർ. ഓക്കെ ആണല്ലോ? അതായത് ആദ്യം ഇത് നമ്മുടെ ലെൻസ് ആയിരുന്ന സമയത്ത് ഇതിനൊരു ഫോക്കൽ ലെങ്ത് ഉണ്ട്, അതിന് ഫോക്കൽ ലെങ്ത് ഓഫ് എൽ എന്ന് വിളിക്കും. പിന്നെ നമ്മൾ പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ ഈ സർഫസ് ഒരു മിറർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. പിന്നെ അതിലൂടെ റിഫ്രാക്ഷൻ സംഭവിക്കില്ല, തട്ടുന്ന റേസ് തിരിച്ചു വരും. സോ ദാറ്റ് ഈസ് ബേസിക്കലി റിഫ്ലക്ഷൻ ഇസ് ഹാപ്പനിങ് അല്ലേ? അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി കോമ്പിനേഷൻ ഓഫ് ലെൻസ് പ്ലസ് മിറർ. ഇങ്ങനെയാണ് നമ്മളതിനെ സിൽവറിംഗ് എന്ന് പറയുക. പക്ഷെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. സോ 1/f എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 2 ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് -1 ഫോക്കൽ ലെങ്ത് ഓഫ് മിറർ. ഓക്കെ ആണല്ലോ? സോ ആൻഡ് പവർ P എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 2 പവർ ഓഫ് ലെൻസ് പ്ലസ് P പവർ ഓഫ് മിറർ. ഓക്കെ ആണല്ലോ? ഇത് രണ്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു 3 കേസ് എന്ന് പറയുന്നത്. ഓക്കെ, യു ക്യാൻ ഐദർ സ്ക്രീൻഷോട്ട് ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഒരു ഡബിൾ കോൺവെക്സ് ലെൻസിൻ്റെ ഒരു സൈഡ് സിൽവർ ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഇതാണ് കേട്ടോ. 2 × μ-1 × 1/r1 -1/r2 -2/r2. ഓക്കെ ആണല്ലോ? ഈ ഒരു ഇമേജ് എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കില്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു കോൺവെക്സ് ലെൻസ് തരും, അതിൻ്റെ ഒരു സൈഡ് മിറർ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും വാട്ട് വിൽ ബി ദി എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ സാധനം നോക്കുക, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു പ്ലാനോ കോൺവെക്സ്. ഓക്കെ ആണല്ലോ? ഒരു പ്ലാനോ കോൺവെക്സ് ആണെങ്കിൽ എഫ് എഫക്റ്റീവ് ഈസ് -r/2 × μ-1. അതുപോലെ തന്നെ ഒരു പ്ലാനോ കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേർവ്ഡ് സർഫസ്, ഒന്നിൽ നമ്മൾ പ്ലെയിൻ സർഫസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സിൽവർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സിൽവർ ചെയ്യുന്നത് എന്താടാ? ഇവിടെ നമ്മൾ സിൽവർ ചെയ്യുന്നത് അതിൻ്റെ കേർവ്ഡ് സർഫസ് ആണ്. സോ r1 is infinity, r2 is -r, എഫക്റ്റീവ് ഈസ് -r/2 μ. ഓക്കെ ആണല്ലോ? കേസ് ഇനി അടുത്തൊരു കാര്യമുണ്ട്, കേസ് 4 വേറൊന്നുമല്ല. ഒരു ലെൻസ് ഉണ്ട്, ആ ലെൻസിനെ നമ്മളൊരു പ്ലെയിൻ മിററായിട്ട് കോണ്ടാക്ട് വയ്ക്കുകയാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് -f/2 ആയിരിക്കും, അതിൻ്റെ പവർ 2p ആയിരിക്കും. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. സോ ഒന്ന് ഓടിച്ചു പോയതാണ് ഇത് ജസ്റ്റ് ഫോർമുലാസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് തിയറി ഡെഫിനറ്റ്ലി എനിക്ക് എടുത്തു തന്നാലും ഡെറൈവ് ചെയ്ത് തീരില്ല, അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. ഓക്കെ, സോ അടുത്തതാണ് ക്രോമാറ്റിസം. അതായത് ഞാൻ പറഞ്ഞു ക്രോമാറ്റിസം ഉണ്ടാവാനുള്ള കാരണം രണ്ടെണ്ണം തമ്മിൽ, അതായത് ഒന്ന് ദൂരെയും ഒന്ന് അടുത്തും വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ കൂടെ ഒരു കോൺകേവ് ലെൻസ് അങ്ങ് കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ ക്രോമാറ്റിക് കാര്യം അല്ലെങ്കിൽ ക്രോമാറ്റിക് അബറേഷൻ പോവും. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ω1/ω2 ഇസ് ഈക്വൽ ടു -f1/f2 അഥവാ ω/fy പ്ലസ് വേണ്ട, നിങ്ങൾക്ക് ആ ഫോർമുല വേണ്ട, ജസ്റ്റ് ഇത് പഠിച്ചാൽ ω1/ω2 ഇസ് ഈക്വൽ ടു f1/f2. അതായത് ω1 എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതിൻ്റെ പോളറൈസിങ് പവർ അല്ലെങ്കിൽ ക്രോമാറ്റിക് പവർ എന്നാണ് പറയുക. പണ്ടൊക്കെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇട്ടു നേടും കേട്ടോ. ω1/ω2 ഇസ് ഈക്വൽ ടു -f1/f2. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. അങ്ങനെ നമ്മൾ ലെൻസ് ഒന്ന് പെട്ടെന്ന് അങ്ങ് തീർത്താണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിടാൻ നോക്കട്ടെ. സമയം 1 മണിക്കൂർ 58 മിനിറ്റ്. ഓക്കെ, നമുക്ക് അപ്പം ഒരു വിത്തിൻ ഒരു മാക്സിമം ഒരു ഹാഫ് ആൻ അവർ, ഒരു 20-30 മിനിറ്റ്സ് കൊണ്ട് somehow we have to finish the chapter. Okay, so we are starting with the questions. എന്താണ് ടു സിമിലർ ഇക്വി-കോൺവെക്സ് ലെൻസസ്? അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ തിയറി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതിയോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തിയറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല 2 hour 30 minutes ആവുന്ന വരെ എത്ര സമയമുണ്ടോ അത്രയും ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അതോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകണം. അങ്ങനെയാകുമ്പോൾ 2 മണിക്കൂർ 30 minutes കൂടുതൽ എന്തായാലും പോയാൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ്. എന്താ വേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ അതേപോലെ ചെയ്യാം. ഐദർ ഷുഡ് ഐ ഗോ ലൈക്ക് ദിസ്, അതോ തിയറി മൊത്തം എടുത്തു കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു റൗണ്ടിലായിട്ട് അങ്ങ് ചെയ്താൽ മതിയോ നിങ്ങളൊന്ന് പറയൂ. പെട്ടെന്ന് പറയൂടാ, പെട്ടെന്ന് പറയണേ, സമയമല്ല.
ഓക്കെ, തിയറി എന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയുമോടെ, പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തീരുമാനം എടുക്കാം. 2 മണിക്കൂർ അടുപ്പിച്ചായി. ഇത് മതി. ദ പ്രോബ്ലം ഇസ് ഇത് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം തീരില്ല എന്നുള്ളതാണ്. മേ ബി നോക്കി നോക്കാം. ഓക്കെ, എന്താണ് ശ്രദ്ധിച്ചേ, 2 സിമിലർ തിൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ അങ്ങനെ ചെയ്യാം. 2 സിമിലർ തിൻ ഇക്വി കോൺവെക്സ് ലെൻസസ് ഓഫ് ഫോക്കൽ ലെങ്ത് എഫ് ഈച്ച് ആർ കെപ്റ്റ് കോആക്സിലി ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 ലെൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, പരസ്പരം മുട്ടിച്ച് വെക്കുകയാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ ഇവർ രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് F1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇടയ്ക്കുള്ള സ്പേസിൽ എന്ത് ചെയ്യാണ്, ഈസ് ഫിൽഡ് വിത്ത് ഗ്ലിസറിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലിസറിൻ നിറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ദ സ്പേസ് ബിറ്റ്വീൻ ഇസ്, തിയറി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഓക്കെ, എല്ലാവരും അത് പറഞ്ഞു. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് തിയറിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ഈ 2 ലെൻസിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് എന്ത് ഫില്ല് ചെയ്യാണ്, നമ്മൾ കുറച്ച് ഗ്ലിസറിൻ ഫില്ല് ചെയ്യാണ്. ഓക്കെ ആണല്ലോ, കുറച്ച് ഗ്ലിസറിൻ ഫില്ല് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പുതിയ ഫോക്കൽ ലെങ്ത് F2 ആണ്. അങ്ങനെയാണെങ്കിൽ F1/F2 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തു അല്ലേ. സോ 1/F is equal to mu minus 1 into 1/R1 minus 1/R2. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എന്താ പറ്റിയ, 1/F is equal to mu minus 1 into, so this is 1/R minus 1/-R. ഓക്കെ ആണല്ലോ, ഒന്ന് R ആയിരിക്കും, ഒന്ന് -R ആയിരിക്കും. ഓക്കെ ആണല്ലോ, കൺഫ്യൂഷൻ അല്ലല്ലോ. സോ ദാറ്റ് ഈസ് 1.5 minus 1 into 1, ഇത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. ഇപ്പോൾ 1/R plus 1/R 2/R. ഓക്കെ, സോ ദിസ് ഇസ് 1.5 minus 1 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ. അതിനെനിക്ക് 1/2 എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് 2/R. സോ ദിസ് ഇസ് 1/R. ഓക്കെ ആണല്ലോ, അതാണ് ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. അപ്പോൾ നമ്മൾ 2 എണ്ണം ഒരുമിച്ച് വെക്കുകയാണ്, അതിനാണ് F1 എന്ന് വിളിച്ചത്. ശരിയാണല്ലോ, 2 എണ്ണത്തിൽ ഒരുമിച്ച് വെച്ചതാണ് F1 എന്ന് വിളിച്ചത്. സോ ദാറ്റ് F1 ഇസ് ഈക്വൽ ടു 1/F plus 1/F. അത് 2/F ആണ്, രണ്ടും സിമിലർ ആണ്. അപ്പോൾ F എന്ന് എടുത്താൽ 2/F ആണ്. സോ F1 ഇസ് ഈക്വൽ ടു F/2. അതായത് F എന്ന് പറയുന്നത് എത്രയാണ്, R ആണ്. സോ ദാറ്റ് ഈസ് R/2. ഓക്കെ ആണല്ലോ. സോ F1 ഇസ് ഈക്വൽ ടു R/2. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളതിനകത്ത് ഗ്ലിസറിൻ നിറയ്ക്കുകയാണ്. സോ ഗ്ലിസറിൻ നിറച്ച ഭാഗം ഇങ്ങനെയല്ലേ ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് എ സെപ്പറേറ്റ്, സോ ദാറ്റ് വിൽ ബി എ സെപ്പറേറ്റ് ഇക്വി concave lens. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് വിൽ ബി ആൻ ഇക്വി കോൺകേവ് ലെൻസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ 1/F dash വിൽ ബി ഈക്വൽ ടു, അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താ വരിക, 1.5 minus 1 into ഇക്വി കോൺകേവ് ലെൻസിന് -2/R എന്നാണ് വരിക കേട്ടോ. കാരണം രണ്ടും, ദിസ് വിൽ ബി -R, ദിസ് വിൽ ബി +R. സോ 1/-R minus 1/R. സോ -2/R എന്നാണ് വരിക. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.5 into -2/R. So that is 1/2 into -2/R, or this is -1/R. Okay ആണല്ലോ. സോ 1/F dash എന്ന് പറയുമ്പോൾ എത്രയാടാ, -1/R എന്ന് വന്നു. ഓക്കെ ആണല്ലോ, 1/F dash എന്ന് പറയുന്നത് 1/R എന്ന് വന്നു. ഇനി നമുക്കറിയേണ്ടത് വാട്ട് ഈസ് ദ കോമ്പിനേഷൻ. അപ്പോൾ ഈ കോമ്പിനേഷൻ 1/F2 എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ലെൻസ് പ്ലസ് ഇടയ്ക്കുള്ള ഗ്ലിസറിൻ പ്ലസ് രണ്ടാമത്തെ ലെൻസ്. സോ ആദ്യത്തെ ലെൻസിൻ്റെ 1/F, രണ്ടാമത്തെ ലെൻസിൻ്റെ 1/F dash, മൂന്നാമത്തെ ലെൻസിൻ്റെ 1/F. ഓക്കെ ആണല്ലോ. അപ്പോൾ 1/F നമുക്കറിയാം 1/R ആണ്. ഇനി 1/F dash എന്ന് പറഞ്ഞാൽ -1/R ആണ്. 1/F എന്ന് പറഞ്ഞാൽ 1/R ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അല്ലേ, ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചാണ് F എന്ന് പറഞ്ഞാൽ R ആണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ F dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/R ആണെന്നുള്ള കാര്യം. സോ 1/Rഉം -1/Rഉം വെട്ടിപ്പോയി. സോ ദാറ്റ് വിൽ ബി 1/R. ഓക്കെ ആണല്ലോ. സോ F2 എന്ന് പറയുന്നത് 1/R ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ, F1/F2 ആണ്. ഓക്കെ ആണല്ലോ, F1/F2 ആണ്. സോ ദാറ്റ് വിൽ ബി വാട്ട്, F1/F2 ആണ്. സോ വാട്ട് ഇസ് F1 is equal to R/2. സോ ദാറ്റ് ഈസ് R/2/R. സോ R വെട്ടിപ്പോയി, ദാറ്റ് ഈസ് 1/2. സോ F1/F2 എന്ന് പറയുന്നത് 1/2 ആണ് കേട്ടോ. F1/F2 എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, ആൻസർ ഇസ് 1:2. ഓക്കെ, സോ ആൻസർ ഇസ് 1:2. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞ്, എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് പറഞ്ഞാൽ നോക്കട്ടെ, പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്ന്. നമ്മളിനടുത്ത് തിയറിയിലേക്ക് കിടക്കുകയാണ്. ബാക്കിയുള്ള തിയറി സോൾവ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ വരും കേട്ടോ. ഓക്കെ ആണല്ലോ. ഒരു 30 seconds, ഒരു ചെറിയൊരു കാര്യം ഇപ്പോൾ വരാം കേട്ടോ. 30 seconds.
Okay. So I'm back. Okay, നമുക്കപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോവാം. Okay, so now we are going to learn about prism. Okay, നമ്മളിനി പഠിക്കാൻ പോകുന്നത് എന്താണ്? പ്രിസാണ്. പ്രിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഒരു രണ്ട് പ്ലെയിൻ റിഫ്രാക്റ്റിംഗ് സർഫേസ് വെച്ച് ഒരു പിരമിഡ് ഷേപ്പിലുള്ള സാധനമാണ്. ഓക്കെ ആണല്ലോ. അറിയേണ്ട കുറച്ച് ടെർമിനോളജീസ് പറയാം. അതിനൊരു ഇൻസിഡൻറ്റ് റേ വരും അല്ലേ. ഇൻസിഡൻറ്റ് റേ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഐ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അത് റിഫ്രാക്റ്റ് ചെയ്യും, അവിടുന്ന് എമേർജ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് റിഫ്രാക്ട് ചെയ്യുന്നതിനെ R1 എന്ന് വിളിക്കും, രണ്ടാമത് റിഫ്രാക്ട് ചെയ്യുന്നതിനെ R2 എന്ന് വിളിക്കും. അതിന് എമേർജ് ചെയ്യുന്നതിനെ എമേർജൻറ്റ് റേ എന്ന് വിളിക്കും, ആംഗിൾ ഓഫ് എമേർജൻസ്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ? നീ ഇൻസിഡൻസ് റേനെ അങ്ങോട്ട് ട്രേസ് ചെയ്യുക, എമേർജൻറ്റ് റേനെ ബാക്കിലേക്ക് ട്രേസ് ചെയ്യുക. അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഉണ്ട്. ആ ഒരു ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗിൾ ഓഫ് എമേർജൻസ് എന്ന് പറയുന്നത്. ഒപ്പം ചേർന്ന് പഠിക്കേണ്ട സാധനമാണ് വാട്ട് ഇസ് ആംഗിൾ ഓഫ് പ്രിസം. ഓക്കെ ആണല്ലോ. അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആംഗിൾ ഓഫ് പ്രിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എത്ര? ഇത് പ്ലസ് ഇതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ റൂളാണ്. സോ ഇതെന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ബേസിക്കലി ഇത് മൊത്തം ഐ ആണ് അല്ലേ. സോ ഐ മൈനസ് R1 പ്ലസ് ഇ മൈനസ് R2 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി ഐ പ്ലസ് ഇ മൈനസ് ഓഫ് R1 പ്ലസ് R2 ആണ്. സോ ദാറ്റ് ഈസ് യുവർ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ ആണല്ലോ. സോ ഐ പ്ലസ് ഇ R1 പ്ലസ് R2നെ നമ്മൾ എ എന്നാണ് വിളിക്കുക കേട്ടോ. ദാറ്റ് ഈസ് ബേസിക്കലി ദി ആംഗിൾ. സോ എ എന്ന് പറയുന്നത് എത്രയാണ്? R1 പ്ലസ് R2 ആണ്. അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്ന് പറയുന്നത് സൈൻ ഐ ബൈ സൈൻ R1 ആണ് കേട്ടോ. ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു സൈൻ ഇ ബൈ സൈൻ R2. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സൈൻ ഐ ബൈ സൈൻ R1 എന്ന് പറയുന്നത് സൈൻ ഇ ബൈ സൈൻ R2 കൂടെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഫൈൻ. അങ്ങനെ ഇരിക്കെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മുടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം ആവും. ഓക്കെ, സോ ആ മിനിമം ആവുന്നതിന് അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഡീവിയേഷൻ കുറഞ്ഞൊരു മിനിമം എത്തും. ആ മിനിമം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് എമർജൻസിനോട് ഈക്വൽ ആവുന്ന ആ പെർട്ടിക്കുലർ പോയിന്റിനെയാണ് എന്താ പറയുക, മിനിമം ഡീവിയേഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഡീവിയേഷൻ മിനിമം ആവുമ്പോൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് എമർജൻസിനോട് ഈക്വൽ ആവും. അതുപോലെ തന്നെ R1 ഈക്വൽ ടു R2 എന്ന് പറയുന്നത് A/2 ആയിട്ട് മാറും. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മ്യൂ ഇസ് ഈക്വൽ ടു സൈൻ ഐ ബൈ സൈൻ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി എം ബൈ 2 ബൈ സൈൻ A/2 എന്നാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. സോ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്ന് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എ പ്ലസ് മ്യൂ എം ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ A/2. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഗ്രേറ്റ്. അടുത്തൊരു കാര്യമാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. സോ ഡിസ്പേർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞല്ലോ, എഗെയിൻ നമ്മുടെ ഈ ഒരു എന്താണ് വേവ് ലെങ്ത്തിൻ്റെ ഡിഫറൻസും സ്പീഡ് ഓഫ് ലൈറ്റ്സിൻ്റെ ഡിഫറൻസും കാരണം ഓരോ റേസും പല രീതിയിലാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. അങ്ങനെ ടോട്ടൽ റിഫ്ലക്ഷൻ മ്യൂ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ലാംഡ സ്ക്വയർ പ്ലസ് സി ബൈ ലാംഡ റേസ് ടു 4 പ്ലസ് ഡി ബൈ ലാംഡ റേസ് ടു 6 പ്ലസ് എക്സെട്ര. ഇതിനാണ് നമ്മൾ ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറയുക. ഈ ഫോർമുലയാണ് Cauchy's formula കേട്ടോ. This formula is known as Cauchy's formula and this is used exclusively to measure dispersion. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. സോ ഇതിന് നമ്മൾ ഡിസ്പേഴ്സീവ് പവർ അഥവാ ഒമേഗ എന്ന് വിളിക്കുന്നത് തീറ്റ ബൈ ഡെൽറ്റയാണ്. അത് മ്യൂ വി മൈനസ് മ്യൂ ആർ ബൈ മ്യൂ മൈനസ് 1 ആണ്. ഓക്കെ ആണല്ലോ. അഥവാ ചിലപ്പോൾ നിങ്ങളോട് എന്താ വയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് റെഡ് ലൈറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരും, അതുപോലെ തന്നെ വയലറ്റിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരും. എന്നിട്ട് നിങ്ങളോട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് പ്രിസം ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂ ആർ പ്ലസ് മ്യൂ വി ബൈ 2 ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയണമെന്ന് വിചാരിച്ചാണ്, ബട്ട് ഐ എം സോ സോറി, അതിനുള്ള സമയമില്ല. സോ ഡിസ്പേർഷനിലാകെ നിങ്ങൾ ഇത് മാത്രം പഠിക്കുക കേട്ടോ. ജസ്റ്റ് യു ഹാവ് ടു ലേൺ ദിസ് സ്റ്റഫ് ഓൺലി. ഓക്കെ, ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് വൺ തിങ്. ഓക്കെ, അടുത്തതാണ് കോമ്പിനേഷൻ ഓഫ് പ്രിസം. ഓക്കെ, നെക്സ്റ്റ് തിങ് യു ഹാവ് ടു ലേൺ ഇസ് റിഗാർഡിംഗ് ദി കോമ്പിനേഷൻ ഓഫ് പ്രിസം. സോ കോമ്പിനേഷൻ ഓഫ് പ്രിസത്തിലേക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ അറിയോ? ഫസ്റ്റ് തിങ്, ഒന്നാമത്തെ കാര്യം ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ ഉണ്ടാവണമെങ്കിൽ? സെക്കൻഡ്. ഓക്കെ,
സോ വാട്ട് ഈസ് ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ? അതായത് നമ്മൾ ഡിസ്പേർഷൻ സംഭവിക്കും, പക്ഷെ അത് ഡീവിയേഷനായി പോവില്ല. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് mu minus 1 into a plus mu dash minus 1 into a dash is equal to 0. mu എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. a എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിസത്തിൻ്റെ ആംഗിൾ ആണ്. mu dash എന്ന് പറയുന്നത് സെക്കൻഡ് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. a dash എന്ന് പറയുന്നത് സെക്കൻഡ് പ്രിസത്തിൻ്റെ ആംഗിൾ ആണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ അതാണ് ഡിസ്പേർഷൻ വിത്തൗട്ട് ഡീവിയേഷൻ. അടുത്തത് ഡീവിയേഷൻ വിത്തൗട്ട് ഡിസ്പേർഷൻ ആണെങ്കിൽ mu v minus mu r into a plus mu dash v minus mu dash r into a dash equal to 0. അത് വേറെ ഒന്നുമില്ല, mu v mu r എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് ലൈറ്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് ലൈറ്റ് ആണ് കേട്ടോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി കോമ്പിനേഷൻ ഓഫ് പ്രിസംസ്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? നമുക്ക് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. Then we are coming to something known as the final topic, which is optical instruments. So optical instruments like വരുമ്പോൾ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആണ്. ഓക്കെ, സോ ഏതൊരു ഇൻസ്ട്രുമെൻറ്റിലും നിങ്ങൾക്ക് 2 ഹെഡിങ്ങിലാണ് കാര്യങ്ങൾ അറിയേണ്ടത്. ആ 2 ഹെഡിങ് മാത്രം പഠിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ഈ സമയത്ത് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഒന്നാമത്തെ കാര്യം, ഇന്ന് കാര്യമായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ 5-6 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 15 വർഷമായിട്ട് ചോദിച്ചത്. ഓക്കെ, അത് മിക്കവാറും വല്ല ടെലിസ്കോപ്പ് മിക്കവാറും ഇതൊന്നും ചോദിക്കാറ് എറേഴ്സ് ഓഫ് റിഫ്രാക്ഷൻ, അത് ഞാൻ പറഞ്ഞുതരാം, അതെന്നാണ് ചോദിക്കാറ്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ആദ്യത്തെ സിമ്പിൾ മൈക്രോസ്കോപ്പ് നിങ്ങൾ 2 കേസിൽ പഠിച്ചാൽ മതി. ഒന്നാമത്തത് ഇമേജസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. എന്താണ് ഫസ്റ്റ് വൺ? ഇമേജസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. രണ്ടാമത്തത് ഇമേജസ് ഫോംഡ് അറ്റ് മിനിമം ഡിസ്റ്റൻസ് ഓഫ് വിഷൻ. ഓക്കെ, ആദ്യത്തെ എന്താണ്? ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ ഇസ് ഈക്വൽ ടു d/u അഥവാ ഈക്വൽ ടു d/f. ഓക്കെ ആണല്ലോ? d/u ഇസ് ഈക്വൽ ടു d/f. d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് മിനിമം വിഷൻ ആണ്. u എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ് ആൻഡ് ദി പോൾ, ഒപ്റ്റിക് സെൻറ്റർ. അടുത്തത് ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ മിനിമം ഡിസ്റ്റൻസ്. അതായത് മിനിമം ഡിസ്റ്റൻസ് ഡിയിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ ഇസ് ഈക്വൽ ടു d/u is equal to 1 plus d/f. d/u is equal to 1 plus d/f. അപ്പോൾ ഇൻഫിനിറ്റിയിലാണെങ്കിൽ d/f, അല്ല മിനിമം ഡിസ്റ്റൻസിലാണെങ്കിൽ 1 plus d/f. ഓക്കെ ആണല്ലോ? അതാണ് മൈക്രോസ്കോപ്പിലുള്ളത്. ഓക്കെ, ഇതൊക്കെ ആക്ച്വലി മൈക്രോസ്കോപ്പും ഈ റേ ഓപ്റ്റിക്സ് ഇറ്റ്സെൽഫ് ഇസ് എ 3-hour ടോപ്പിക്. ബട്ട് അത്രയും ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെക്കും, ഒരു ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജ് അടുത്തൊരു ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്തിട്ട് വേറൊരു ഇമേജ് ഫോം ചെയ്യും. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. എഗെയിൻ 2 കാര്യം, അറ്റ് ഇൻഫിനിറ്റി, അറ്റ് മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ? ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുന്നത് മാഗ്നിഫിക്കേഷൻ പവർ ഇസ് ഈക്വൽ ടു h1/h ഇൻറ്റു d/fe. This is also equal to L/f0 into d/fe. ഓക്കെ, അപ്പോൾ h1 എന്ന് പറയുന്നത് എന്താ? h1 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഫസ്റ്റ് ഇമേജ് ആണ്. h എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. d എന്ന് പറയുന്ന മിനിമം ഡിസ്റ്റൻസ് ആണ്. fe എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ആണ്. ഈ ഐ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് fe. ഇനി L എന്ന് പറയുന്നത് എന്താ? L എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഐ പീസ്. fe എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ഐ ലെൻസ് ആണ്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അടുത്തത് ഇമേജ് ഫോംഡ് അറ്റ് മിനിമം ഡിസ്റ്റൻസ്. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് h1/h ഇൻറ്റു 1 plus d/fe. എളുപ്പമല്ലേ? ഇവിടെ h1/h ഇൻറ്റു d/fe, ഇവിടെ h1/h ഇൻറ്റു 1 plus d/fe. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു L/fe ഇൻറ്റു 1 plus d/fe എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. അടുത്തത് ചില സമയത്ത് ലെങ്ത് ഓഫ് ട്യൂബ് എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? ചില സമയങ്ങളിൽ നമ്മളോട് ലെങ്ത് ഓഫ് ട്യൂബ് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് പറയുന്നത് v0 പ്ലസ് യു ആണ്. ഓക്കെ, v0 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് ആണ്. ue എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഐ പീസ് വയ്ക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഫസ്റ്റ് ഇമേജ് ഉണ്ടാവുമല്ലോ, ആ ഇമേജിൽ നിന്ന് ഐ ലെൻസിലേക്കുള്ള ദൂരമാണ്. ഓക്കെ ആണല്ലോ? അത് നോക്കുക. വാട്ട് ഈസ് ue? ഒരു ഫോർമുല ഉണ്ട്, d/d+fe ആണ് കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, d/d+fe. ഓക്കെ ആണല്ലോ? അടുത്തത് ലാസ്റ്റ് വൺ ഇസ് ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ്. ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ് നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത്
What is the magnification power? That is equal to minus f0 by UE. f0 എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ആണ്. UE എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. ഏതാണ് UE? UE എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ പീസ് നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഫസ്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാകുന്നത്, അതിനെയാണ് UE എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. അങ്ങനെ ഇരിക്കെ വി ആർ മൂവിങ് ഇൻ ടു പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളിലൂടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇമേജ് ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യാണ്. ഓക്കെ, ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യുകയാണെങ്കിൽ MP എന്ന് പറയുന്നത് മൈനസ് f0/fe ആയിരിക്കും. ഓക്കെ ആണല്ലോ? മൈനസ് f0/fe. അല്ല, ഇത് നമ്മുടെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ VE ഈക്വൽ ടു -d ആയിരിക്കും. ഒന്നുമില്ല, മാഗ്നിഫിക്കേഷൻ പവർ വിൽ ബി മൈനസ് f0/fe ഇൻറ്റു 1 + fe/d. ഓക്കെ ആണല്ലോ? ഈ രണ്ട് ഫോമുല ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുമ്പോൾ എന്താണ് മാഗ്നിഫിക്കേഷൻ, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്വിഷനിൽ എന്താണ് മാഗ്നിഫിക്കേഷൻ, ഈ രണ്ട് പില്ലേഴ്സിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒന്നെങ്കിൽ ഇൻഫിനിറ്റിയിൽ ഫോം ചെയ്യുക എന്ത് മാഗ്നിഫിക്കേഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്വിഷൻ, അതായത് 30 സെൻറ്റിമീറ്ററിൽ വെക്കുമ്പോൾ എത്ര ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇവിടെ ലെങ്ത് ഓഫ് ട്യൂബ് ചോദിക്കാം. ലെങ്ത് ഓഫ് ട്യൂബ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെങ്ത് ഓഫ് ട്യൂബ് എന്ന് പറയുന്നത് f0 + UE ആണ്. UE എന്ന് പറയുന്നത് dFE/d + FE ആണ് കേട്ടോ. ഈ ഫോർമുലാസ് മാത്രം ചോദിച്ചാൽ മതി. മെയിൻ തിങ് ഇതൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ ഇതേ ചോദിക്കണം. നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നുണ്ടാവും, ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് എന്നുണ്ടാവും. ഡയറക്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് ഡിഫക്റ്റ് ഓഫ് ഐ ആണ് കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫക്റ്റ് ഓഫ് ഐ ആണ്. ഡിഫക്റ്റ് ഓഫ് ഐ വരുന്ന സമയത്ത് ഫസ്റ്റ് തിങ് മയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, അപ്പോൾ എനിക്കൊക്കെയുള്ളത് മയോപ്പിയാണ്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ കാണും, അതിനപ്പുറം കാണാൻ പറ്റില്ല. അതായത് ദൂരെയുള്ള ഒബ്ജക്ട്സ് കാണാൻ കഴിയില്ല. അതിന് നമ്മൾ കോൺകേവ് ലെൻസാണ് യൂസ് ചെയ്യുക കേട്ടോ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺകേവ് ലെൻസാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ, അതായത് നിങ്ങളോട് പറയുകയാണ് ഒരാൾക്ക് എന്താണ്, ഒരാൾക്ക് ഒരു 300 മീറ്റർ വരെ കാണാൻ പറ്റും. സോ അതാണ് ഹിസ് ഡിസ്റ്റൻസ് ഓഫ് ഫാർ പോയിന്റ്. ഓക്കെ, ആൾക്കൊരു 300 മീറ്റർ കാണാൻ പറ്റും. ഓക്കെ, അല്ല ഒരു 30 മീറ്റർ കാണാൻ പറ്റും. ഇനി ആൾക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഒരു കണ്ണട വെച്ചിട്ട് 50 മീറ്റർ അപ്പുറത്തുള്ളത് കൂടെ കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ -1 ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ്, അതായത് 50 മീറ്റർ കൂടുതലുള്ളത് കാണണം. ദാറ്റ് വിൽ ബി 1/f ആൻഡ് ദാറ്റ് വിൽ ബി ദ പവർ. ഓക്കെ ആണല്ലോ? അതങ്ങ് ഇക്വേറ്റ് ചെയ്യണം. ഇപ്പോൾ ആൾക്ക് 50 മീറ്റർ വരെ കാണാൻ പറ്റും. ആൾക്ക് 80 മീറ്റർ കാണണമെങ്കിൽ 1/50 - 1/80 ആയിരിക്കും ആൾക്ക് യൂസ് ചെയ്യേണ്ട ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ഷോർട്ട് സൈറ്റഡ്നെസ് അഥവാ നിയർ സൈറ്റഡ്നെസ്സോ ഷോർട്ട് സൈറ്റഡ്നെസ് അഥവാ നിയർ സൈറ്റഡ്നെസ് എന്നൊക്കെ പറയുന്നത് ഈ സെയിം ആളാണ്. ഓക്കെ ആണല്ലോ? ഗ്രേറ്റ്. അടുത്തത് ഹൈപ്പർമെട്രോപ്പിയ. ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് കാണാൻ ബുദ്ധിമുട്ടാണ്, ദൂരെയുള്ളത് കാണും. ഇതിന് നമ്മൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല 1 ഡിസ്റ്റൻസ് ഓഫ് നിയർ പോയിന്റ്. അത് ആൾക്ക് അടുത്ത് എത്ര വരെ കാണാൻ കഴിയും, അടുത്തത് ആൾക്ക് എത്ര വരെ കാണണം. അപ്പോൾ ആൾക്കൊരു 50 സെൻറ്റിമീറ്റർ കാണാൻ പറ്റുള്ളൂ, ആൾക്കൊരു 40 സെൻറ്റിമീറ്റർ കാണണം. അപ്പോൾ ഇവിടെ 40, അതായത് 1 ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ? ഇതെല്ലാം മീറ്ററിലാണ്. This is equal to 1/f or is equal to p. Okay ആണല്ലോ? So that is regarding the hypermetropia. Okay ആണല്ലോ? ഇതിനെ നമ്മൾ long sightedness എന്നൂടെ വിളിക്കും. Okay ആണല്ലോ? So that is regarding the hypermetropia. So that's 2 hours and 19 or 2 hours 20 minutes, and we have successfully completed all the തിയറി പോർഷൻസ് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. നമുക്ക് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ക്വസ്റ്റ്യൻ, അതായത് ഇതിന്നൊരു ക്വസ്റ്റ്യൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഐ തിങ്ക് വിൽ ജസ്റ്റ് ഡു ദിസ് ക്വസ്റ്റ്യൻ. അല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു ഐഡിയ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ്? ശ്രദ്ധിച്ചേ, ഇവിടെ എ പേഴ്സൺ ക്യാൻ ക്ലിയർലി സീ ഒബ്ജക്ട്സ് ഓൺലി വെൻ ദേ ലൈ ബിറ്റ്വീൻ 50 and 400 സെൻറ്റിമീറ്റർ അല്ലേ? സോ ഇവിടെ ഇയാൾക്ക് കാണാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് പറയുന്നത് 400 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ നമ്മളിതിനെ മീറ്ററിലേക്ക് ആക്കും, -4 മീറ്റർ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇയാൾക്ക് ഇൻഫിനിറ്റി വരെയുള്ളത് കാണാം. ഇയാൾക്ക് ആക്ച്വലി 4 മീറ്റർ വരെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഇയാൾക്ക് എല്ലാം കാണണം. സോ ഇയാൾക്ക് അതായത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചാലും കാണാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ അപ്ലൈ ചെയ്ത അതേ കാര്യം 1 ആദ്യം ഫാർ പോയിന്റ് വയ്ക്കുക -4 -1 നിയർ പോയിന്റ് വയ്ക്കുക ഇൻഫിനിറ്റി. ദിസ് ഈസ് ഈക്വൽ ടു 1/f.
or 1 by f minus 1 by 4 is equal to 1 by f. Okay ആണല്ലോ, or f is equal to minus 4 meter. f minus 4 ആണെങ്കിൽ 1 by 4 അഥവാ 0.25 അല്ലേ, 0.25 ആയിരിക്കും ആൾക്ക് വേണ്ട പവർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഷുഡ് ബി കോൺകേവ്. സോ ആൻസർ ഇസ് ബി. ഓക്കെ ആണല്ലോ, കോൺകേവ് മൈനസ് 0.25 ഡയോപ്റ്റ. ഓക്കെ ആണല്ലോ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിന്നൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ, പ്രിസത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ, പെട്ടെന്ന് വേഗമാവട്ടെ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, ശ്രദ്ധിച്ചേ. എ റേ ഈസ് ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ഓൺ വൺ സർഫേസ് ഓഫ് എ സ്മോൾ ആംഗിൾ പ്രിസം ആൻഡ് എമേർജസ് നോർമലി ഫ്രം ദി ഓപ്പോസിറ്റ് സർഫേസ് അല്ലേ, ഇങ്ങനെ വെച്ച് നോർമലി എമേർജ് ചെയ്യുന്നുണ്ട്. ഇഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് പ്രിസം ഇസ് മ്യൂ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആംഗിൾ ഓഫ് എമർജൻസ് ഇതിന് നോർമലായിട്ടാണ് പോകുന്നത്. ആംഗിൾ ഓഫ് എമർജൻസി ഈ ആംഗിളാണ്, ഇപ്പോൾ ഈ ഒരു ആംഗിൾ ഇല്ല, അതായത് ഇവിടെ ആംഗിൾ ഓഫ് എമർജൻസ് 0 ആണ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അപ്പോൾ ആംഗിൾ ഓഫ് എമർജൻസി 0 ആണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇല്ല, R2 0 ആണ്. നമുക്കറിയാം R1 പ്ലസ് R2 ആണ് എ. ഓക്കെ, അപ്പോൾ ഇവിടെ R2 ഇല്ലാത്തതുകൊണ്ട് R1 എ ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമുക്കിവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ആദ്യം 1, അതായത് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ 1 ഇൻറ്റു സൈൻ ഐ എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഇത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. സോ മ്യൂ, അതായത് ഇതാണ് ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇവിടെ ഐ ആണ്, ഇവിടെ ആർ ആണ്, ഇവിടെ മ്യൂ ആണ്. സോ മ്യൂ ഇൻറ്റു സൈൻ R1. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ സൈൻ ഐ ഇസ് ഈക്വൽ ടു മ്യൂ സൈൻ എ. ഓക്കെ ആണല്ലോ, R1 എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, ബട്ട് നമുക്ക് ഓൾറെഡി മനസ്സിലായി എന്ത്, R1 എന്ന് പറയുന്നത് എ. സോ ഇനി ചെറിയ ആംഗിൾ ആണെന്ന് വിചാരിക്കുക, അപ്പോൾ ഇത് സൈൻ പോയി. ഓക്കെ, സോ ഐ ഇസ് ഈക്വൽ ടു മ്യൂ എ. ഐ ഇസ് ഈക്വൽ ടു മ്യൂ എ. ആൻസർ ഇസ് സി. ഓക്കെ ആണല്ലോ, ആൻസർ ഇസ് സി. ഐ ഇസ് ഈക്വൽ ടു മ്യൂ എ. അതവിടെ നിൽക്കട്ടെ. നമുക്കിനി ലെൻസിലൊരു പ്രോബ്ലം ചെയ്തു. നിങ്ങൾക്കിനി ഓക്കെ, നമ്മളിപ്പോൾ ഇത് 3 പ്രോബ്ലം ചെയ്തു. നമുക്ക് അവസാനത്തെ 7 മിനിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഭാഗത്തെയാണോ, നിങ്ങൾക്ക് ലെൻസത്തെ പ്രോബ്ലം വേണോ, പ്രിസത്തിലെ പ്രോബ്ലം വേണോ, നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിലെ പ്രോബ്ലം വേണോ, വേഗം പറഞ്ഞു, നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്യാം. സി കറക്റ്റാണ് കേട്ടോ, സി കറക്റ്റാണ്. നിങ്ങൾക്ക് ഏതിലെ പ്രോബ്ലമാണ് വേണ്ടത്, നമുക്ക് അതന്നെ ചെയ്തു തരാം നിങ്ങൾക്ക്. ഓക്കെ, വേണമെങ്കിൽ നല്ല ക്വസ്റ്റ്യൻ കേട്ടോ, ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. A concave mirror of focal length f1 is placed at a distance d from a convex lens. അപ്പോൾ ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതിന്ന് ഒരു d ഡിസ്റ്റൻസ് മാറി ഈ ഒരു കോൺകേവ് മിറർ വെക്കുകയാണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു, എ ബീം ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി, ഒരു ബീം ഓഫ് ലൈറ്റ് ഇൻഫിനിറ്റിയിൽ നിന്ന് വരികയാണ്. ഓക്കെ ആണല്ലോ, ഫ്രം ഇൻഫിനിറ്റി ഫോളിങ് ഓൺ ദിസ് കോൺവെക്സ് ലെൻസ് കോൺകേവ് മിറർ കോമ്പിനേഷൻ റിട്ടേൺസ് ടു ഇൻഫിനിറ്റി. അതായത് ഇതിവിടെ വന്ന് ഇതിലിങ്ങനെ തട്ടി, ഇത് ഇങ്ങനെ വന്ന് ഇത് തിരിച്ച് അതേ പാത്ത് ട്രേസ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കാം, ഇൻഫിനിറ്റി എന്ന് വരുന്ന ലൈറ്റ് റേസ് വിൽ ബി ഫോക്കസ്ഡ് ഇൻ ദി ഫോക്കസ് ഓഫ് ലെൻസ്, അതിൽ സംശയമില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫോക്കസ് എന്ന് വരുന്നത് നേരെ പോയിട്ട് എന്ത് വരുന്നുണ്ട്, നേരെ നമ്മുടെ ഇതിലേക്ക്, അതായത് നമ്മുടെ ഫോക്കൽ ലെങ്ത്തിലേക്ക് വരുന്നുണ്ട്. ഇനി മനസ്സിലാക്കുക, ഒരു മിററിലേക്ക് പോകുന്ന റേ അതേപോലെ റീട്രേസ് ചെയ്യണമെങ്കിൽ അത് ഏതിലൂടെ പാസ് ചെയ്യണം? ഫോക്കലിലൂടെ പാസ് ചെയ്താൽ ഇറ്റ് എമേർജസ് പാരലൽ അല്ലേ. നമുക്കറിയാം ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓർമ്മയുണ്ടോടാ, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് റീട്രേസസ് ബാക്ക് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സംഭവിക്കണമെങ്കിൽ ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ ആയിരിക്കണം. അതായത് സെൻറ്റർ ഓഫ് കർവേച്ചർ പറഞ്ഞാൽ 2 times f1 ആണ്, ശരിയാണല്ലോ. ഇറ്റ് ഈസ് 2 times f1. So what will be the total distance? Total distance will be f2 plus 2f1. f2 plus 2f1. Okay, f2 plus 2f1. The answer is C. Okay, ആണല്ലോ, great. ഇത് അതിലും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് അനദർ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ, ഇതുകൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. A Plano convex lens. This is a Plano convex lens. It fits exactly inside a Plano concave lens. Like this is fitting exactly inside a Plano concave lens. Their plane surfaces are parallel. ശരിയാണല്ലോ, രണ്ട് plane surfacesഉം parallel ആണ്. If the lenses are made of different materials of refractive indexes mu1 and mu2
and r is the radius of curvature of the curved surfaces of lenses. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ r ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് കോമ്പിനേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നമുക്കറിയാം എഫക്റ്റീവ് കോമ്പിനേഷൻ 1/f എന്ന് പറയുന്നത് 1/f1 plus 1/f2 ആണ്. അതിൽ സംശയം ഉണ്ടോ? ഇല്ല. ദിസ് വിൽ ബി 1/f1 plus 1/f2. അതിൽ പറഞ്ഞ ആൻസേഴ്സ് ശരിയാണ് കേട്ടോ. 0.25 ആണ്, സി ആണ്. ഞാൻ എല്ലാം കാണുന്നുണ്ട്. ഞാൻ അവസാനത്തെ 5 മിനിറ്റ് നിങ്ങൾക്ക് മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കിക്കോട്ടെ. ഒരു 2 ക്വസ്റ്റനോടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഓടിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ. ഹിയർ 1/f is equal to ആദ്യത്തെ ഇതെടുത്തോ μ1 minus 1 ഇൻറ്റു ഇവിടെ ഈ സൈഡിൽ ഇൻഫിനിറ്റി ആണ്. സോ 1/∞ മൈനസ് 1/∞ മൈനസ് 1/, ഇതാണ് r അല്ലേ, ഈ ഡിസ്റ്റൻസ് ആണ് r. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് r. ഇങ്ങോട്ടാണ് r, അങ്ങോട്ടാണ് ലൈറ്റ് വരുന്നത്. സോ ദിസ് ഇസ് 1/r. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഇസ് ദിസ്? സോ ദിസ് ഇസ് μ1 minus 1 ഇൻറ്റു മൈനസും പ്ലസ് ആയി r. സോ 1/f1 എന്ന് പറയുന്നത് μ1 minus 1/r ആണ്. ഇനി നമുക്ക് f2 നോക്കാം. സോ 1/f2 is equal to μ2 minus 1 ഇൻറ്റു ഇതാണ് എന്താണ് നമ്മുടെ f2 എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് r അല്ലേ. അപ്പോൾ ദിസ് വിൽ ബി 1/-r. ഇങ്ങനെയാണ് റേഡിയസ് മെഷർ ചെയ്യുക. സോ ഇങ്ങോട്ടാണ് റേഡിയസ്, അങ്ങോട്ടാണ് ലൈറ്റ്. സോ ദിസ് ഇസ് 1/r മൈനസ് 1/∞. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് μ2 minus 1/r മൈനസ്. സോ ദിസ് ഇസ് മൈനസ് μ2 minus 1 ഇൻറ്റു r. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1/4 ഫോക്കൽ ലെങ്ത് ആണ്. സോ 1/f is equal to 1/f1 plus 1/f2. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഇസ് 1/f1? ദാറ്റ് ഇസ് μ1 minus 1 ഇൻറ്റു r മൈനസ് μ2 minus 1 ഇൻറ്റു r. ഓക്കെ ആണല്ലോ. μ1 minus 1 ഇൻറ്റു r മൈനസ് μ2 minus 1 ഇൻറ്റു r. ഓക്കെ, സോ അതിന് μ1 minus 1 മൈനസ് μ2 പ്ലസ് 1 അല്ലേ. മൈനസ് ഓഫ് μ2 minus 1 എന്ന് പറഞ്ഞാൽ മൈനസ് μ2 പ്ലസ് 1/r. ഇതും വെട്ടിപ്പോയി. സോ ദിസ് ഇസ് μ1 മൈനസ് μ2 r ടു 1/f. അഥവാ f എന്ന് പറയുന്നത് r/μ1 മൈനസ് μ2. f എന്ന് പറയുന്നത് r/μ1 മൈനസ് μ2. ഓക്കെ ആണല്ലോ. ഫൈൻ. ആൻസർ ഇസ് എ, r/μ1 മൈനസ് μ2. ഓക്കെ ആണല്ലോ. r/μ1 മൈനസ് μ2. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കാര്യം. An equiconvex lens has power P. It is cut into two symmetrical half by a plane containing the principal axis. അപ്പോൾ ഇങ്ങനെയായി. ഓക്കെ, അതിൻ്റെ പവർ എത്രയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നടുക്ക് മുറിക്കുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത്തിന് പവർ ഒന്നും പറ്റില്ല. ആൻസർ ഈസ് DP. ഓക്കെ ആണല്ലോ. സോ നമ്മൾ അത് തീർത്തു. ഓക്കെ, സോ അതെത്തി. ഏത് ക്വസ്റ്റ്യനാണ് പറയുന്നത്? ആൻസർ 2f1 മൈനസ് f2 വരാത്തത് ഇതോ? എന്തുകൊണ്ടാണ് മൈനസ് 2f1 പ്ലസ് 2f2 വരാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. വെയിറ്റ് നോക്കട്ടെ. f2 വന്നു. സോ ദിസ് ഇസ് ബേസിക്കലി പ്ലസ്, ഇത് കോൺകേവ് ആണ്. സോ ദിസ് വിൽ ബി മൈനസ് 2f1. വെയിറ്റ് എന്ന് തന്നിട്ടില്ല. ഫോക്കൽ ലെങ്ത് f1 ആണ് തന്നിട്ടില്ല അല്ലേ. ഫോക്കൽ ലെങ്ത് f1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ആക്ച്വലി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വാദിക്കാം. ഓക്കെ, ശരിയാണ്. ആൻസർ ഇസ് ഡി. ശരിയാണ്. ആൻസർ ഇസ് മൈനസ് 2f1 പ്ലസ് f2 കേട്ടോ. ആൻസർ 2f1 പ്ലസ് f2 തന്നെയാണ് കേട്ടോ. ഐ എം സോറി, ഇവിടെ ഫോക്കൽ ലെങ്ത് ഇസ് നെഗറ്റീവ് അല്ലേ. ശരിയാണ്. മൈനസ് 2f1 ആണ് സെൻറ്റർ ഓഫ് ബട്ട് ഒരു ക്വസ്റ്റ്യൻ. വെയിറ്റ്, സോറി ഐ എം ടേക്കിംഗ് മൈ വേർഡ് ബാക്ക്. ലെറ്റ് മി ടെൽ യു ദിസ്. ചോദിച്ചത് പവിത്ര ഒന്ന് ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ ഇസ് ഡിസ്റ്റൻസ്. ഇവിടെ ചോദിച്ച ഡിസ്റ്റൻസ് ആണ്. മനസ്സിലാക്കുക, ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ ആണല്ലോ. ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഫോക്കൽ ലെങ്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ അതൊക്കെയാണ് നെഗറ്റീവ് വരും. നമ്മളോട് ചോദിച്ചത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ f2 പ്ലസ് 2 ടൈംസ് f1 ആണ്. മൈനസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി ഇത് കുറയ്ക്കുക ചെയ്യാം. അതായത് f2 ന്ന് 2 ടൈംസ് f1 കുറച്ചിട്ടുള്ളൊരു വാല്യൂ ആണെന്ന് ആൻസർ പറയാം. അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ ഉത്തരം പോകും. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് എൻ ഡിസ്റ്റൻസ്, നോട്ട് എ വാല്യൂ റിഗാർഡിങ് റയോപ്റ്റിക്സ്. ഓക്കെ ആണല്ലോ. ഇതൊരു റയോപ്റ്റിക്സിനെ റിഗാർഡ് ചെയ്തിട്ടുള്ളൊരു വാല്യൂ അല്ല. അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ നിനക്ക് ഒരിക്കലും അതിനെ നിനക്ക് സബ്ജക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റില്ല. സോ ദ ആൻസർ വിൽ ബി 2f1 പ്ലസ് f2. കാരണം നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. ഓക്കെ ആണല്ലോ. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
So that is regarding it, and it's 2 hours 30 minutes. I think that is more than enough for this chapter. പ്രസത്തിലെ മാത്രം 2 ക്വസ്റ്റ്യൻ ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ്സ് ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക കേട്ടോ. പ്രസത്തിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഞാൻ ആകെ 2-3 ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ടാകുന്നുള്ളൂ. എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ്, നത്തിങ് ടു വറി അബൌട്ട്. ഓക്കെ, സോ there comes an end to this beautiful combi room. Okay, beautiful combi room എന്ന് പറയുമ്പോൾ it's coming an end to both the combi rooms of whole physics. Okay, so this was a journey which was started like 2 to 3 months back. Okay, ഒരുപാട് പേര് റെഗുലറായിട്ട് കാണാറുണ്ട്, ഒരുപാട് പേര് ക്ലാസ്സസ് എല്ലാം കേട്ടിട്ടുണ്ട്. And when we are doing a signing off, ഞാൻ പറഞ്ഞല്ലോ just we are signing off from the combi rooms. എന്തായാലും ലാസ്റ്റത്തെ ഒരു 1 വീക്കിൽ എന്തായാലും 1-2 സെഷൻസ് കൂടെ വരും, like ചെക്ക് ബോക്സ് ആയിട്ട്. But to be frankly speaking, you are like good people. I enjoyed the combi rooms with you. Okay, നിങ്ങൾ കൊടുത്തൊരു ഹാർഡ് വർക്ക്. I still remember doing combi rooms at late nights, 12-12:30 or doing early 6-6:15. ഓക്കെ ആണല്ലോ. സോ അപ്പോഴൊക്കെ ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് യു നോ ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്ത എല്ലാവർക്കും ലെറ്റ് ദ നെക്സ്റ്റ് സൺഡേ ബി എ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് ഫോർ യു. നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് ആഗ്രഹിച്ച, നിങ്ങൾ സ്വപ്നം കണ്ട അതേ കോളേജിലേക്ക് തന്നെ നിങ്ങൾ എത്തട്ടെ, നിങ്ങൾ എത്തണം. ഓക്കെ, നിങ്ങൾ അങ്ങനെ എത്തി, ഇഫ് പോസിബിൾ വിളിച്ച് ജസ്റ്റ് ഷെയർ ദി ഹാപ്പിനെസ് വിത്ത് മീ. ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് വിൽ മീൻ എ ലോട്ട്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഡോപ്പയിൽ ഏത് അവരോട് ചോദിക്കണം, യു വിൽ ഗെറ്റ് മൈ നമ്പർ. ഓക്കെ, സോ ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ജസ്റ്റ് 1 more week to the NEET. അപ്പോൾ ജസ്റ്റ് ഗിവ് യുവർ ബെസ്റ്റ്. ഓക്കെ, നിങ്ങൾ പഠിച്ചു. ഇപ്പോൾ 2 മണിക്കൂർ നമ്മൾ റയോപ്റ്റിക്സ് ശരിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. മൈ പ്രേയേഴ്സ് ആർ ഓൾവേസ് വിത്ത് യു. ഓക്കെ, എല്ലാ ദിവസവും വിൽ ഡെഫിനറ്റ്ലി പ്രേ ഫോർ യു. അപ്പോൾ എല്ലാവർക്കും കിട്ടട്ടെ. ഈ 24 ആരൊക്കെയാണ് ഓൺലൈനിൽ, ആരൊക്കെയാണ് കാണുന്നത്, എല്ലാവർക്കും ലെറ്റ് ഓൾ ഓഫ് യുവർ ഡ്രീംസ് കം ട്രൂ വൺ ഡേ. ഓക്കെ, എല്ലാവർക്കും കിട്ടും. സോ യു നോ, താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. സോ ദാറ്റ് മീൻസ് എ ലോട്ട്. ഓക്കെ, ഇനിയിപ്പോൾ അധികം പറഞ്ഞ് നിങ്ങളുടെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഫുഡ് കഴിക്കാനൊക്കെ സമയമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പോയി നിങ്ങളുടെ ഫുഡൊക്കെ കഴിക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. See you some other time. Okay, so everything means a lot. നല്ലൊരു സെഷൻ ആയിരുന്നു. I just thoroughly enjoyed time with you. Okay, so that's all for the day. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും you can always contact me. You can always message me as a brother. I can share my number. So this is my number കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ആഫ്റ്റർ നീറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് എൻ്റെ ഒരു എന്തെങ്കിലും ഹെൽപ്പേഴ്സ് എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് ആയിട്ടോ ഇല്ലെങ്കിൽ ഏത് കോളേജ് ചൂസ് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് പിങ് മീ. യു ക്യാൻ ഓൾവേസ് മെസ്സേജ് മീ. കോൾ ചെയ്യരുത്, മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കോൾ ചെയ്താൽ എപ്പോഴും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് യു ക്യാൻ ഓൾവേസ് മെസ്സേജ് മീ. ഐ വിൽ ബി ഓൾവേസ് ദെയർ ടു ഹെൽപ്പ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് മീ. നിങ്ങളുടെ എന്തെങ്കിലും കമൻസ് ഒക്കെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് പുട്ട് ഡൗൺ ഇൻ ദി കമൻറ്റ് സെഷൻ. ഞാൻ എല്ലാം വായിക്കും ആൻഡ് ഐ വിൽ ബി റിപ്ലൈയിങ് ടു എവറിത്തിങ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. എല്ലാവരും ഫുഡൊക്കെ കഴിക്കും. ഞാൻ പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. സോ സീ യു ഇൻ സം അതർ സെഷൻ സം അതർ ടൈം. ഓക്കെ ആണല്ലോ. സോ എല്ലാവരും താങ്ക് യു പറയുന്നുണ്ട്. താങ്ക് യു എല്ലാവരും. ഐ വിൽ ഡെഫിനറ്റ്ലി മിസ് ഓൾ ഓഫ് യു. ബട്ട് യു നോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. അല്ലേ, എല്ലാ ദിവസവും നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. സോ ലാസ്റ്റ് 2 ആണ് കേട്ടോ. 7559030362. That's my number. Okay, so നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. മാക്സിമം ഡു വാട്സ്ആപ്പ് if you have some doubts or something. So thank you for having me. We'll definitely see in some other time. So good night everyone. ടാറ്റ. അപ്പോൾ ലൈവ് ക്ലോസ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു.